ബൈബിള് നമ്മൾ 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ നിന്ന് അനക്കം ഉണ്ടാവുള്ളൂ എന്നാണ് പൊതുവെ പറയുന്നത്. ആദ്യം വായിച്ചു, രണ്ടാമത് വായിച്ചു, 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ 4-ാം പ്രാവശ്യമൊക്കെ വായിക്കുമ്പോഴാണ് ദൈവം ഇങ്ങനെ, അന്നേരം നമ്മൾ സീരിയസ് ആകുന്നേ. ആദ്യം ചുമ്മാ അങ്ങ് വായിച്ചു പോവുകയല്ലേ, അന്നേരത്തിനും വചനത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും ദൈവം. വചനം എന്തോ ദൈവത്തിന്റെ വായാണല്ലോ. അസിസ് പുണ്യാളിനൊക്കെ അങ്ങനെയാണ് വചനത്തെ എടുത്തുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ വാ തുറക്കുന്നു, വായാണല്ലോ, ദൈവം സംസാരിച്ചാണല്ലോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വാ തുറക്കുന്നു എന്നുള്ള രീതിയിലാണ് ഫ്രാൻസിസ് പിതാവൊക്കെ വചനം എടുത്തുകൊണ്ടിരുന്നത്. മഴയാണ്. പറഞ്ഞില്ലേ കൽക്കട്ടയ്ക്ക് പോയ സമയത്ത് അത് നമ്മുടെ പുറമേ ഉള്ള അയോഗ്യതകളൊക്കെ ആയിരുന്നു, വൃത്തിയില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ ഇപ്പം എന്താ ആത്മാവിന്റെയും മനസ്സിന്റെയും അങ്ങനത്തെ കുറെ അയോഗ്യതകളും നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും, ബുദ്ധിമുട്ടിക്കില്ല. അതിനെ നമുക്ക് എങ്ങനെയാണേലും കുറെ ഇത് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിങ്ങനെ ഈ ബിനോയ് ബ്രദറിന്റെ വീടിന്റെ അടുത്തൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടേ. അപ്പൊ എനിക്ക് വെള്ളം കാണാൻ, എനിക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകും, വെള്ളം കാണാൻ വലിയ ഇഷ്ടമാണ്. അന്നേരം എങ്ങനെയാലും അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും വെള്ളം കാണാനായിട്ട് പോകും. അപ്പൊ അത് വലിയ ആറോ എത്രയോ വീതിയിൽ ഇങ്ങനെ കിടക്കുന്ന, എനിക്കൊന്ന് പെരിയാറിന്റെ ഭാഗമാണ്. അപ്പൊ അത് കുറേ ഉണ്ട്, അങ്ങ് വീതിയിലുണ്ട്. അന്നേരത്തിന് ഇതിന്റെ പാലമൊക്കെ കവിഞ്ഞിതിങ്ങനെ ഒഴുകുക. അന്നേരമാണ് ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കുറേ വൃക്ഷങ്ങളും ഇതെല്ലാം കൂടെ ഒഴുകുവാണേ. അന്നേരം എനിക്ക് ഭയങ്കര ഒരു ധ്യാനം കിട്ടി. അതായത് നമ്മൾ ദൈവത്തിലേക്ക് ഇതുപോലെ അങ്ങ് നമുക്ക് എന്നാ അപൂർണതകളുണ്ടേലും ഇങ്ങനെ നമുക്ക് എന്നാ കലക്കം ഉണ്ടേലും ദൈവത്തിലേക്ക് നമ്മളിങ്ങനെ കുത്തിമറിഞ്ഞ് അങ്ങ് ഒഴുകി കുറച്ച് 1-2 ദിവസം കഴിയുമ്പോൾ ഇത് അടിഞ്ഞ് തെളിഞ്ഞ വെള്ളമാവും. അപ്പൊ നമുക്ക് ഒഴുകാതിരിക്കാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങ് ഒഴുകാനായിട്ട് തീരുമാനിക്കുക ദൈവത്തിലേക്ക്. കാരണം ഒഴുകുന്ന വഴി തന്നെ നമ്മൾ തെളിഞ്ഞോളും. അങ്ങനെ നമ്മുടെ അതെ നമ്മൾ തെളിയുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ദൈവത്തിലേക്ക് അങ്ങോട്ടേ കുതിച്ചു പോയിക്കൊണ്ടിരുന്നാൽ മതി. ദൈവത്തിലേക്ക് കുതിച്ചു പോവാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവൃത്തി വഴി പറയുകയാണെങ്കിൽ അങ്ങനെ വചനം അങ്ങനെയാണ്. അങ്ങനെ ഈ ഒഴുക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ നമ്മൾ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആഗ്രഹത്തിലേ. അത് നമ്മൾ തെളിഞ്ഞിട്ട് ഒഴുകാനായിട്ട് ഒഴുകുന്ന വഴിക്ക് തന്നെ ഇത് തെളിഞ്ഞോളും. അങ്ങനെ നാം ഒഴുകിയല്ലോ ഒരിക്കലും. ഒഴുകാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോഴേ ദൈവത്തിലേക്കാണല്ലോ ഒഴുകുന്നത്. അപ്പം ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കാരുണ്യവാനല്ലേ, മഹാകാരുണ്യവാനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ദൈവമേ. അതുകൊണ്ട് നമ്മൾ ശരിക്കും നമ്മളിലേക്കല്ല സെൻറ്റർ ചെയ്യേണ്ടത് മൊത്തം. നമ്മളിപ്പം സംസാരിക്കുമ്പോഴും നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്ക് ഈശോയെ വേദനിപ്പിച്ചെന്നുള്ളതല്ല നമ്മുടെ പ്രധാന വിഷയമേ. നമ്മൾ നല്ലപോലെയൊക്കെ വിശുദ്ധിയിലൊക്കെ പോകുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിക്ക് പറ്റി, ഇനി ആകെ ഇത് പ്രശ്നമായി, ഇനിയിപ്പോൾ കുമ്പസാരിക്കാനും പോകണം, അങ്ങനെയാണ് നമ്മൾ ഓർക്കുന്നത്. അല്ല ഈശോയ്ക്ക് വേദനിച്ചതിനെ കുറിച്ച് നമുക്ക് ഒരു ചിന്തയില്ല. ഇത്രയും കുറച്ച് നല്ലതായിട്ടൊന്നും പോകുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇനി കുമ്പസാരിക്കാനും അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത്. അല്ല ഈശോയ്ക്ക് ഒരു വേദന ഉണ്ടായെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് രണ്ടാമത്തെ അനുതാപം, ഉത്തമ അനുതാപം ദൈവത്തെ വേദനിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് കാറ്റീസതേ. അതാ സ്നേഹത്തിന്റെ ഒരു ഇതേ. പക്ഷെ അങ്ങനത്തെ ചിന്തകളൊക്കെ നമുക്കായി നമ്മൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴും അത് ആർട്ടിഫിഷ്യലായി പോത്തല്ലേ വരണ്ടേ. പറഞ്ഞാലിപ്പോ നല്ല ഹൃദയം അങ്ങനത്തെ മാത്രമേ അങ്ങനെയോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാം, നമ്മുടെ മനസ്സിന്റെ മനോഭാവത്തെ മാറ്റാമല്ലോ. നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഇങ്ങനെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഈ ഉത്തമ അനുതാപത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് ഇതെല്ലാം ആക്കണം. നമുക്ക് ധ്യാനിക്കാനും ഒക്കെ ബുദ്ധിയും ബോധവും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മളാണ് ഇതിന്റെ എല്ലാം സെന്ററെങ്കിൽ നമ്മൾ ദൈവത്തിലേക്ക് ആക്കണം അതിന്റെ സെന്റർ, ഒരു നിർമ്മല സ്നേഹത്തിലേക്ക്. അപ്പൊ അതാ യോഹന്നാൻ ക്രൂസും ഒക്കെ പറഞ്ഞത്, ദൈവമേ സ്വർഗത്തെ ലക്ഷ്യം വെച്ചാണ് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നതെങ്കിൽ സ്വർഗവാതിൽ എൻ്റെ മുമ്പിൽ അടച്ചുകള. ഞാൻ നരകത്തെ പേടിച്ചാണ് ഞാൻ അങ്ങേ തേടുന്നതെങ്കിൽ നരകത്തിലേക്ക് എന്നെ പിടിച്ചിട്. അങ്ങേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങേ തേടുന്നെങ്കിൽ എന്നെ അങ്ങ് സ്വീകരിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അത് കസാൻസാക്കിസിന് അത് ഫ്രാൻസിസിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ. അത് നമ്മൾ ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്നേഹം നിഷ്കളങ്കമാണോ എന്ന് നമുക്ക് പിടികിട്ടാൻ തുടങ്ങും. നിഷ്കളങ്കം അല്ലെങ്കിൽ വേറെ ലക്ഷ്യങ്ങൾ നമ്മുടെ സ്നേഹത്തിലുണ്ടെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം കിട്ടും. അന്നേരത്തിനും ശരിക്കും ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാനിപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചതിൻ്റെ ഒരു വെളിച്ചത്തിൽ ദൈവം നമ്മളെ ഒരു ലക്ഷ്യമില്ലാതെ സ്നേഹിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷ മനസ്സിലാകണേ, ഒരു റീസൺലെസ് ലവ് ആ ദൈവത്തിനുണ്ടായിരിക്കുന്നത്. ദൈവം സ്നേഹിച്ചപ്പോൾ നമ്മൾ ഉണ്ടായതാ നമ്മളെ. അപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടതും ഈ ഒരു റീസൺലെസ് ലവ് ആ. നമ്മൾ ആലോചിച്ച് നമ്മുടെ ഒന്നും കരുതിയിട്ടല്ല തിരിച്ച് സ്നേഹിക്കേണ്ടത്. അന്നേരം ദൈവത്തെ പ്രതി മാത്രം
സ്നേഹത്തിന് പകരം സ്നേഹം എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിന് പകരം സ്നേഹം അങ്ങ് കൊടുക്കാനേ നമുക്ക് അന്നേരം പറ്റും. ഒരു നിർമ്മല സ്നേഹമായിട്ടേ അത് വാക്കുകളുകൊണ്ട് ഇപ്പം ബ്രദർ പറഞ്ഞ പോലെ നമുക്ക് പറയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമുക്കിത് ഉള്ളിൽ നിന്ന് കൃപ കിട്ടിക്കോളും. അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യവും വരുന്ന ഓരോ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഇപ്പം നടത്തുന്നതിന് മാറ്റണം. അന്നേരം അതിനുള്ള കൃപ കിട്ടും നമുക്ക് മാറ്റാനായിട്ടേ. അത് ഈശോയോട് നമുക്ക് നിർമ്മല സ്നേഹം വേണം. നമുക്ക് സ്വർഗമൊന്നും അല്ല പ്രശ്നം, അങ്ങേ മാത്രം മതി എന്നുള്ളതേ. അങ്ങ് നമുക്കിപ്പം നമ്മളിപ്പം തിയേറ്റർ സങ്കല്പത്തിൽ അങ്ങനെയല്ലേ. ഇപ്പം ദൈവത്തെ അങ്ങോട്ട് മാതാവൊക്കെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചല്ലോ. ഇപ്പം മാതാവിന്റെ കുഞ്ഞായിട്ടല്ല ഈശോ ഉണ്ടാകുന്നതെങ്കിലും മാതാവിന്റെ സ്നേഹം കുറഞ്ഞു പോവുമോ? മാതാവിന്റെ സ്നേഹം കുറയത്തില്ല. മാതാവ് സ്നേഹിച്ചത് മാതാവിന് പിറന്ന ഈശോയല്ല, മാതാവ് സ്നേഹിച്ച ദൈവത്തിന്റെ പുത്രനായ ഈശോയെ. അപ്പൊ ആ സ്നേഹം മാതാവിന് വേറെ ഇസ്രായേലിലെ ഒരു യുവതിയിൽ നിന്നാണ് ഉണ്ണീശോ ഉണ്ടാകുന്നെങ്കിലും ഇപ്പൊ മാതാവിനുള്ള സ്നേഹത്തിന്റെ ശകലം പോലും മാതാവിന്റെ സ്നേഹത്തിൽ കുറയുകയല്ല. അങ്ങനെ അല്ലാതെ മാതാവിന്റെ കൊച്ചിനെ സ്നേഹിച്ചതല്ലത്. ഈശോയെ ഈശോയെ പിതാവിന്റെ കൊച്ചായിട്ട് രക്ഷകനായിട്ട് സ്നേഹിക്കപ്പെടേണ്ട നമ്മുടെ സ്നേഹത്തിനൊരു ഇതുണ്ട്. നമ്മുടെ സ്നേഹം മുഴുവൻ കൊടുക്കേണ്ടത് ഒരെണ്ണമുണ്ട്. അപ്പൊ ആ ദൈവത്തിൽ അതിനൊന്നും വാക്കുകളില്ല. ഇത് ഒരു അവാച്യതയാണ്. ഇതൊരു ശകലം പ്രാന്തുവാ. അങ്ങനെ ഒരു സ്നേഹമാണ് കൊടുക്കണ്ടേ. അത് നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാ തുടരുന്നത് എന്ന് നമുക്ക് അത് വാക്കുകൊണ്ട് പറയത്തില്ല. അതെ, അതങ്ങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അസീസ് പിന്നാലിനെ പോലെയൊക്കെ അതൊരു അങ്ങ് പോവാ. അപ്പൊ ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കവിത പോലെ കുറിച്ചിട്ടായിരുന്നു. ചിലപ്പോൾ അതിനകത്ത് കാണുമായിരിക്കും. ഞാനിങ്ങനത്തെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഭൂമിയിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇതിനെല്ലാം വെട്ടാൻ വേണ്ടി ഞാനെന്ന് പറയത്തില്ല, നമുക്ക് ഈശോ ഒരു വെളിച്ചം തന്നതാ. ഞാൻ എഴുതി, ചരിത്രത്തിലെ ഏറ്റവും സുന്ദരനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും ധനികനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനോട് എനിക്ക് അസൂയയില്ല, ചരിത്രത്തിലെ ഏറ്റവും അധികാരം ഉണ്ടായിരുന്ന അവനോട് എനിക്ക് അസൂയയില്ല. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവിനോട് എനിക്ക് അസൂയ. ഏതാണ്ട് നമ്മുടെ അസൂയകളെല്ലാം അങ്ങനെ തീരുമല്ലോ. 1-2 കൊണ്ട് തന്നെ പറയാം. അപ്പൊ അന്ന് കഴിഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പരിഗണനയിൽ നിന്ന് അങ്ങ് വെട്ടിക്കളയുക ഈ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് എഴുതി, നസറത്തിലെ ഈശോയോട് മാത്രം എനിക്ക് അസൂയ, അവനെപ്പോലെ ചുമ്മാ സ്നേഹിക്കാൻ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടങ്ങ് എഴുതി. അപ്പോൾ അങ്ങനെ അന്നേരത്തിന് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇതൊരു പ്രലോഭനമായിട്ട് വന്ന് ഒരിക്കലും കയറത്തില്ല. നസറായൻ ഈശോയോടുള്ള ആ സ്നേഹമേ അത് പിന്നെ ഒന്നും ഒരിക്കലും ഇതുവരെ അത് എഴുതിയതിന് ശേഷമല്ല, അതിന് മുമ്പ് തൊട്ടും വേറെ ഒരെണ്ണം അങ്ങനെ കയറാതെ ഈശോ എന്നെ പരിപാലിച്ചു. ഇങ്ങനെ വേറെ ഒരെണ്ണമേ. അപ്പോൾ അങ്ങനെ ഒരു അത് നമുക്കൊരു ഇതാണ്. അന്നേരം ഈശോയെ നമ്മൾ കണ്ടെത്തുന്ന ഇത് അനുസരിച്ചിരിക്കുവേ. അപ്പം വേറെ എല്ലാത്തിനും മുകളിൽ ഈശോയെ കണ്ടെത്തുക നമുക്ക്. അതിന് പാടുപെടണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എന്നോട് വിളിച്ച് ഇപ്പം അമേരിക്കയിലെ പുള്ളി പ്രസിഡന്റ് ആയോ? ഇപ്പം മറ്റേ പുള്ളി ആയോ? അന്നേരം ഞാനും ഇതിനകത്ത് കണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇച്ചിരി പ്രശ്നമൊക്കെയാ, എന്നോട് പ്രസിഡന്റ് ആവാമെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആലോചിക്കാതെ ഞാൻ വേണ്ടെന്ന് വെക്കാനായിട്ടുള്ളൊരു ഞാൻ പറഞ്ഞൊരു ആന്തരിക അവസ്ഥയാണ്. നമുക്ക് പറ്റിയല്ലാഞ്ഞിട്ടല്ല കേട്ടോ, പുള്ളിക്ക് പറ്റുമെങ്കിൽ നമുക്ക് പറ്റൂല. അത് നമുക്ക് പറ്റും, നമുക്ക് എല്ലാവർക്കും പറ്റും. ഒരു ആവറേജ് ബുദ്ധിയുള്ളവനൊക്കെ ദൈവസഹായം ഇല്ലാതെ ആർക്കും പറ്റത്തില്ലല്ലോ. നമുക്ക് ആകാം, പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ടെന്നേ. അങ്ങനെ ഇപ്പം എനിക്കൊരു ഇപ്പം ഒരു തിയറി കിട്ടുവാന്ന് കൂട്ടിക്കും. ഇപ്പം ലോകത്തിലെ ആ തിയറി അപ്ലൈ ചെയ്താൽ, അല്ലാതെ വിറ്റാൽ ലോകത്തിലെ ഏറ്റവും ധനികനായിട്ട് എനിക്ക് മാറാമെങ്കിൽ അത് കൊടുക്കാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അത് കിട്ടി അത് മാറാമെന്ന് കേട്ടാൽ ഞാനിപ്പം കത്തിച്ച് കളയത്തുള്ളൂ ആ തിയറി. അല്ലാതെ അത് വെച്ച് പൈസ ഉണ്ടാക്കി ഉദാഹരണം ഒന്നുമല്ല. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ ഇട്ടിരിക്കുന്ന കുറെ ഇതുണ്ടല്ലോ, സ്വപ്നങ്ങളെ, ഇതിനെല്ലാം വില കെട്ടതായിട്ട് അതാ പൗലോസിലി എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതിയിട്ട് ഈശോയെ അങ്ങോട്ടേ ആശ്ലേഷിക്കുക. പിന്നെ ഇതിന്റെ എല്ലാം ഇപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു തരത്തിലാണ് ഇങ്ങനെ. പക്ഷെ നമ്മൾ ദൈവമായിട്ടൊരു റിലേഷനിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പൊ നിൽക്കുന്ന പോലെ അല്ല, പിന്നെ നമ്മൾ മക്കളാ. പിന്നെ നമ്മളെ ഞാനിങ്ങനെ ഉദാഹരണം പോലെ പറയാറുണ്ട്, വലിയൊരു ചക്രവർത്തിയുടെ സൈന്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നീണാൽ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വലിയ ഇതിനകത്ത് നിൽക്കുകയെ അല്ലേ. ചക്രവർത്തി ഇമാജിൻ ചെയ്തു,
പക്ഷേ ചക്രവർത്തിയുടെ മകൻ ഇങ്ങോട്ട് വന്നിട്ട് ചക്രവർത്തി ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, മടി കയറി ഇരുന്നിട്ട് അപ്പന്റെ താടിയെ പിടിച്ചോണ്ടിരിക്കും അല്ലേ? ആ സാന്ദര്യമാവും. അപ്പൊ നമ്മളിപ്പോഴും നമ്മുടെ പരിമിതികളിൽ നമ്മളിപ്പോഴും ദൈവത്തെ പരിശുദ്ധൻ എന്നൊക്കെ അറിഞ്ഞങ്ങനെ നിൽക്കുക. അപ്പനാന്നുള്ള ഒരു സത്തയിലേക്ക് നമ്മൾ ശരിക്കും കേറിയിട്ടില്ല. അപ്പനായ സത്തയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെ അസത്യ പുണ്യാണല്ലോ ഇങ്ങനെ പറയുന്നതേ അവകാശിയല്ലേ നമ്മൾ പിന്നെ നമ്മളെ മക്കളാണല്ലോ, അവകാശമായി നമ്മൾ പിന്നെ അപ്പന്റെ വശത്തില്ല. പിന്നെ അതെ ഈശോയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, പിതാവിന്റെ വശത്തില് പിതാവിനോട് ഗാഢ ബന്ധം പുലർത്തിയിരുന്ന പുത്രൻ തന്നെയാണ് വെളിപ്പെടുത്തിയെന്നേ. അതുകൊണ്ടാണ് ഫിലിപ്പോസൊക്കെ പിന്നെ പറയുന്നത്, ഞങ്ങൾക്ക് ഇനി പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഇത്രയും കാലമായിട്ടേ ഇങ്ങനെ ഈ പിതാവിനെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ട്, വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നേ. അത് ഈ പിതാവിനെ കുറിച്ച് ഒരു പിതാവ് എന്നാ അതിന് പറയുന്ന ഒരു ഭ്രാന്ത രോഗം പോലെ ആയപ്പോയായിരുന്നു എപ്പോഴും. ഈശോ യോഹന്നാന്റെ സുവിശേഷം നോക്കിയോ, നമ്മൾ നല്ലപോലെ വായിച്ചു കഴിഞ്ഞാൽ മൊത്തം കരഞ്ഞുകൊണ്ടേ വായിക്കത്തുള്ളത്. കാരണം ഓരോ പ്രാവശ്യവും ചുമ്മാ പിതാവെന്നൊന്നുമില്ല, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുക, ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് എത്ര പ്രാവശ്യം ഞാൻ നമ്പറിട്ട് എഴുതി, ഇത്ര പ്രാവശ്യം ആവർത്തിക്കുന്നതിനറിയോ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്നാ വന്നേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുക, വേറെ ഒന്നും ഈശോയ്ക്ക് പറയാനില്ല. അപ്പൊ അത്രയോ ഒരു സ്നേഹത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തിയതേ. അപ്പൊ ആ സ്നേഹത്തോട് നമ്മളും അങ്ങനെ പോകണ്ട തിരിച്ച്. ആ സ്നേഹം അത് കൊതിച്ചിരിക്കുക. നമുക്ക് ഈ അസിത് പുന്നാളിന്റെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ ഹസാൻ സാക്കിസിന്റെ സെന്റ് ഫ്രാൻസിസ് നോവലിനകത്തെ ഫ്രാൻസിസ് ഇങ്ങനെ മാർപ്പാപ്പയെ കാണാൻ, ഇന്നസെന്റ് മാർപ്പാപ്പയെ കാണാനായിട്ട് പോയിട്ട് അവിടെ ചെന്ന് മാർപ്പാപ്പയെ കാണാൻ ശ്രമിച്ച് അന്നേരം ഇങ്ങനെ മണം പിടിച്ച ഫ്രാൻസിസ് ആണല്ലോ ചെല്ലുന്നത്. അന്നേരം ഫ്രാൻസിസിനെയൊക്കെ കണ്ടപ്പോഴത്തേനും മാർപ്പാപ്പ ഇന്നസെന്റ് മൂന്നാമൻ എന്ന് പറയുന്നത് മാർപ്പാപ്പമാരുടെ ഗ്രാഫ് വരിച്ചാൽ അധികാരത്തിൽ ഏറ്റവും ടോപ്പിലുള്ള ആളാണ്. ഏറ്റവും ടോപ്പിൽ യൂറോപ്പിന്റെ മുഴുവൻ ചക്രവർത്തി എന്നുള്ള രീതിയിലുള്ള ഒരു മനുഷ്യൻ. ഇപ്പൊ നമ്മുടെ മെത്രാനെ കാണാൻ പോലും നമുക്ക് എന്നാ ബുദ്ധിമുട്ടാണ്, അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടല്ലോ. എന്നാലും ലോകത്തിന്റെ മുഴുവൻ അതുപോലെ രാഷ്ട്രീയ അധികാരവും ഈ ആത്മീയ അധികാരമുള്ള ഏറ്റവും ടോപ്പ് മനുഷ്യനാണ് ഇന്നസെന്റ് മൂന്നാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ. ആ മനുഷ്യനെ പോയി ഫ്രാൻസിസിനെ കാണാൻ അനുവദിച്ചു എന്നത് തന്നെ വലിയ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു വലിയ സംഭവമാണ്, അനുവദിച്ചത് തന്നെ. അപ്പോൾ അന്നേരം ഈ മാർപ്പാപ്പ പറഞ്ഞ് നീ പോയി പന്നികളോട് പ്രസംഗിക്കാൻ പറഞ്ഞ് വിടുവാണല്ലോ. അപ്പം ഫ്രാൻസിസ് അനുസരിച്ച് പോയി അന്നേരമാണ് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ ലാറ്റിൻ ദേവാലയം ഇങ്ങനെ വീഴുന്നതിന്റെ സ്വപ്നം ഉണ്ടാകുന്നതും അത് ഈ കൊച്ചു മനുഷ്യനെ താങ്ങുന്നത് കണ്ടതേ. എന്നിട്ട് ഫ്രാൻസിസിനെ ആ സ്വപ്നം കണ്ടപ്പം മാർപ്പാപ്പ തിരിച്ചു വിളിപ്പിച്ചിട്ട് ഇന്നസെന്റ് മൂന്നാമൻ ഇങ്ങനെ ഫ്രാൻസിസിനോട് ചോദിക്കുന്നുണ്ടേ, നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ഫ്രാൻസിസിനോട് ചോദിക്കുക. അന്നേരം ഫ്രാൻസിസ് പറഞ്ഞു, ഓ പിതാവേ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ കണ്ടേ? അന്നേരം പറഞ്ഞു, ഇന്നലെ രാത്രിക്കാണ് കണ്ടേ. എന്നിട്ട് ദൈവം നിന്നോട് എന്നാ പറഞ്ഞു? അപ്പം ഫ്രാൻസിസ് പറഞ്ഞു, ദൈവം എന്നെ കുഞ്ഞേന്ന് വിളിച്ചു, ഞാൻ ദൈവത്തെ അപ്പാന്ന് വിളിച്ചു. അങ്ങനെ ഒരു രാത്രി മുഴുവനെ അപ്പാ കുഞ്ഞെന്നുള്ള വിളിയില് ഇത് പോവുക. അത്രേ പറ്റത്തുള്ളൂ നമുക്ക് ശരിക്കും ഈ സ്വർഗസ്വനായ പിതാവൊക്കെ നമുക്ക് ഫീൽ ഇല്ലാഞ്ഞിട്ടാ, നമ്മളങ്ങനെ ഫീൽ ചെയ്യാതെ. ഇപ്പൊ ഫ്രാൻസിസ് അപ്പാന്ന് വിളിച്ചപ്പം അപ്പായിന്ന് കുഞ്ഞേന്നുള്ളൊരു വിളിയുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല. ഇപ്പം നമ്മൾ സ്വർഗസ്വനായ പിതാവെ ഒരു കൊന്ത ചെല്ലുവാണെങ്കിൽ നമ്മളങ്ങോട്ട് സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിക്കുമ്പോഴത്തേനും അപ്പ വിളി കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും തിരിച്ചുള്ള കുഞ്ഞെന്നുള്ള വിളി കേൾക്കാതെ നമ്മൾ അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോവുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കൊന്ത തീർക്കാല്ലേ. ഈ ദൈവത്തിൽ നിന്ന് കുഞ്ഞെന്നുള്ള വിളി അപ്പാന്ന് വിളിച്ചിട്ടുണ്ട്, കുഞ്ഞെന്നുള്ള വിളി എപ്പോഴും ഉണ്ട്. നമ്മുടെ അപ്പാന്ന് വിളിയേക്കാളും ഉറപ്പാണ് ദൈവത്തിൽ നിന്നുള്ള കുഞ്ഞെന്നുള്ള വിളി. അപ്പൊ ആ വിളിയെ നമ്മൾ അവഗണിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളങ്ങ് പറഞ്ഞിട്ട് നമ്മൾ പോവുക. അപ്പോൾ ചില വിശുദ്ധർക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം സ്വർഗസ്വനായ പിതാവേ ചെല്ലാൻ തുടങ്ങിയതാ. എന്നിട്ട് 800 കിലോമീറ്റർ ആ ആള് ചെന്നിട്ടും ഈ അപ്പാന്നുള്ള വിളിയിൽ നിന്ന് അങ്ങയുടെ നാമം പൂജിതമാണെന്ന് പറയാൻ പറ്റിയിട്ടില്ല. 800 കിലോമീറ്ററും ഈ അപ്പാന്നുള്ള ഒറ്റ വിളി, ആ വിളിയുടെ ധ്യാനത്തിൽ പോവുക. ഇത്രയും ഇനി വിളിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ഒരു മനഃപൂർവ്വമാണേലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഒന്ന് വിളിക്കുമ്പോഴേ കുഞ്ഞെന്നൊരു വിളി കേൾക്കണം. ആ വിളി നമ്മൾ മനഃപൂർവ്വം നമ്മൾ തന്നെ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. അങ്ങനെ അത് പറഞ്ഞേച്ച് അടുത്തേക്ക് നമുക്കങ്ങ് പോകത്തുള്ളേ. അങ്ങയുടെ രാജ്യം വരണമെന്ന് പറയുമ്പം നമ്മൾ തന്നെ മീൻ ചെയ്യണം. അങ്ങയുടെ രാജ്യം വരണമെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പയൊക്കെ പറഞ്ഞത്, അങ്ങയുടെ രാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ മൗതിക ശരീരത്തിൽ മനുഷ്യർക്ക് മുഴുവനാകണേ എന്നുള്ള ആഗ്രഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ അങ്ങയുടെ രാജ്യം പറഞ്ഞു. നമ്മൾ ചുമ്മാ പറഞ്ഞു പോകേണ്ട കാര്യമല്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ സ്വർഗസ്വനായ പിതാവിനകത്തെ പ്രാർത്ഥനയ്ക്ക് അത്ര അഗാധമാണ്, ധ്യാനവേ. അന്നു വേണ്ട അപ്പം തരണമെന്ന് തോന്നുന്നു. നമുക്ക് നമ്മൾ അന്നു വേണ്ട ആഹാരം എന്നല്ല പറയുന്നത്, പക്ഷെ അത് നല്ലത് അന്നു വേണ്ട അപ്പം എന്നായിരുന്നു. അന്നു വേണ്ട അപ്പം എന്ന് പറയുമ്പം ഒന്ന് കാറ്റീസൊക്കെ എടുത്ത് വായിച്ചു എങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഈശോയെ തരണമെന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയെ അപ്പമാണല്ലോ. അന്നു വേണ്ട അപ്പം തരണം, ഇന്നത്തേനുള്ള വചനം തരണം, ഇന്നത്തേനുള്ള പരിശുദ്ധാത്മാവിനെ തരണം. ആ 3 കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. അന്നു വേണ്ട അപ്പം അല്ല, ഞാനും തന്നെ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ പെട്ടെന്നേ അന്നു വേണ്ട അപ്പം എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാതെ അങ്ങ് പോവുമല്ലേ. പക്ഷെ ഇത് 3 തരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തേനുള്ള ഈശോയെ തരണേ, ഇന്ന് പരിശുദ്ധാത്മാവിനെ തരണേ, വചനം തരണേ എന്ന് പറയാം. അത് നമ്മളൊന്ന് ഓർക്കണം, അന്നേരം തരും. എന്നിട്ടാ പിന്നെ ക്ഷമയുടെ ഇത് പറയുന്നത്. കാറൽ മാർക്സിന്റെ മകൾ അന്ന മാർക്സ് ഉണ്ട്. അന്ന മാർക്സിന് എവിടെയോ, അവർ ജഗൂതരായിരുന്നല്ലോ കാറൽ മാർക്സേ. അന്ന മാർക്സിന് എവിടുന്നോ ഈ അവർ ഫാദറിന്റെ ഒരു ഇങ്ങനെ എഴുതിയൊരു പേപ്പറിൽ ഇങ്ങനെ കിട്ടി. എന്നിട്ട് അന്ന മാർക്സ് ഇത് എടുത്ത് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് പുള്ളിക്കാരി മാനസാന്തരപ്പെട്ടു. ഈ പ്രാർത്ഥനയുള്ള റിലീജൻ അതാണ് യഥാർത്ഥ റിലീജൻ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന മാർക്സ് കത്തോലിക്ക സഭയിലേക്ക് വന്നു. ഒരൊറ്റ അവർ ഫാദർ എന്നുള്ള പ്രാർത്ഥനയുടെ ലെറ്റർ ഇത് കിട്ടിയതേ ഉള്ളൂ. ഇത്രയും എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പം പറയുന്ന പോലെ അല്ല കേട്ടോ. അത് ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ അത് ഇതാണ്. അങ്ങനെ ഇനി ശ്രദ്ധിച്ച ഒരു വിളിയുണ്ട്, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ കുഞ്ഞേ എന്നൊരു വിളി. അവിടുന്ന് തന്നെ അന്നേരം ഒരു എക്കോയിങ് ഉണ്ട്, കുഞ്ഞേ എന്നൊരു എക്കോയിങ് ഉണ്ട് നമുക്ക്. നല്ലവരും സ്വർഗസ്വനായ പിതാവെ പ്രാർത്ഥിച്ചു. അത് അത്രയും ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. ഞാനിപ്പം മനഃപൂർവ്വം കുർബാനയൊക്കെ സ്വീകരിച്ചേച്ച് ഞാൻ തന്നെ മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ അപ്പാന്ന് വിളിക്കും കുഞ്ഞെന്നുള്ളൊരു വിളി കേട്ടിട്ട് ഞാൻ അങ്ങ് മാറത്തുള്ളൂ. അങ്ങനെ ഒരു പരിഗണന ചെയ്തിട്ട് മൃതപ്പം കുർബാന സ്വീകരിച്ചിട്ട് പിതാവേ എന്നാണ് വിളിക്കുന്നത്, അതേ യേശുവേ, അതേ ഒരു ഞാൻ അപ്പാന്ന് ഇവരോട് 3നോടും വർത്താനം പറയും. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും. ഇവർ 3 കൂടിയതാണല്ലോ സ്നേഹമേ. അപ്പൊ അവരോട് 3 പേരോടും നമ്മുടെ ആ സ്നേഹം പറയണം. ഒരു ഉമ്മയൊക്കെ കൊടുത്താലും അങ്ങനെ. എന്നിട്ട് അങ്ങനെ സ്നേഹിക്കുന്നത് ഒരു 3 പ്രാവശ്യം സ്നേഹപൂർവ്വം പറയേണ്ടത് നല്ലതാണ്. ഈശോയെ സ്വീകരിച്ചിട്ടേ പിതാവിനോടും ഈശോയോടും പരിശുദ്ധാത്മാവിനോടും മാതാവിനോടും യേശുവിനോടും ഏറ്റവും കുറഞ്ഞതേലും പറയണം അവരോട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഞാനങ്ങനെ സ്നേഹിക്കുന്നത് പറയുന്നതൊക്കെ അവരുടെ ദൈവഹൃദയത്തെ ഫീൽ ചെയ്യുവേ. നമ്മൾ ഓർക്കുന്ന പോലെ ദൈവം ഈ ഇങ്ങനെ ദൈവത്തിന് ഒരു ഫീലും ഇല്ലാതെ ഇങ്ങനെ കഠിന ഹൃദയനായിട്ടിരിക്കുന്ന ദൈവമായിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സെൻസേഷനും ഇല്ലാത്ത പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നേ. ദൈവത്തിന് ഭയങ്കര സ്നേഹപ്രാന്തുള്ള ആളാണ്. അതുകൊണ്ടല്ലേ ഈ ശമയോന്റെ വീട്ടിൽ വന്നപ്പോഴേ നമ്മൾ ഓർക്ക് ഈശോ ഇതിങ്ങനെ വന്നു, വിരുന്നിന് വന്നു. അപ്പം ശമയോന് ഈ കൊച്ച് വന്ന് കാല് കഴിയുമ്പം പരിഭവിക്കുകയാണല്ലോ. അന്നേരത്തിന് ശമയോനോട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് നീ എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല എന്ന് ഈശോ പറയുമല്ലേ. അന്നേരം പരിഭവമുണ്ട് ഈശോയ്ക്ക്. ഈ കൊച്ചു കഴിയത് അന്ന് വരെയും, അത് നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ വലിയ കാര്യങ്ങളുള്ളത്, അന്ന് വരെയും പഴയ നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് പാപമോചനത്തിന് വലിയ ഇങ്ങനെ ബലി അർപ്പിക്കണം, അവന് ദഹന ബലികൾ, പാപമോചന ബലികൾ അർപ്പിക്കണം. അതാണ് അതുവരെയും വേറൊരു സാധ്യതയില്ല. പക്ഷെ ഈ പാപം കൊച്ച് വിളിക്കാതെ കയറി വന്ന്, ആരെയും മൈൻഡ് ചെയ്യാതെ കയറി വന്ന് ഈശോയുടെ കാൽക്കല് ഇങ്ങനെ കാല് കഴുകി, കണ്ണീരുകൊണ്ട് കാല് കഴുകുന്ന മുടി കൊണ്ട് തുടച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഇപ്പോൾ ഈടെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തി, കണ്ണീരുകൊണ്ട് കാല് കഴുകണമെങ്കിൽ എന്തേരം കണ്ണീരുണ്ടായി കാണും. ഒരു തുള്ളി കണ്ണീരും കൊണ്ട് ഇങ്ങനെ പുരട്ടുമല്ലോ. കാല് കഴുകാൻ അത്രയും വെള്ളം ആ കൊച്ചിന്റെ കണ്ണീർ ഒഴുകിയെങ്കിലേ. എന്നിട്ട് അധികം സ്നേഹിച്ചെന്നും പറയുമല്ലോ. ആരോടധികം ക്ഷമിച്ചോ അവരധികം സ്നേഹിച്ചു, ആരോട് കുറച്ച് ശ്രമിച്ചോ അവർ കുറച്ച് സ്നേഹിച്ചെന്നേ. എല്ലാവരോടും അധികം ശ്രമിക്കുന്നുണ്ട് ദൈവം. നമുക്കത് ഫീൽ ചെയ്യുന്നവരുടെ ഇതുള്ളേ. കാരണം അത് ആ കൊച്ചിന് ഫീൽ ചെയ്താണ് എനിക്കധികം പാപങ്ങളുണ്ടെന്ന്. എല്ലാവർക്കും വലിയ പാപങ്ങളുണ്ട്. അപ്പം എല്ലാവരോടും ദൈവം ഓരോ മനുഷ്യനോടും ഈ അധികം ക്ഷമിക്കുന്നുണ്ട്.
നമ്മൾ 10,000 താലന്തിൻ്റെ ക്ഷമയാണ് നമുക്ക് കിട്ടുന്നത്. 10,000 താലന്തെന്ന് പറയുന്നത് നമ്മൾ താലന്തിനെ ധ്യാനിക്കാഞ്ഞിട്ടാണ്. ഒരു താലന്തെന്ന് പറയുന്നത് 15 വർഷം ഒരാളുടെ ഇപ്പം 6,000 ഷെക്കൽ. 15 വർഷത്തെ പണിക്കൂലി. 15 വർഷത്തെ പണിക്കൂലി എന്ന് പറഞ്ഞാൽ താലന്തെന്ന് പറയുന്നത് ഫുട്നോട്ട് എടുത്ത് നോക്കിയോ, 32 താലന്തെന്ന് പറയുന്നത് ഒരു തൂക്കമാണ്. 32 കിലോ സ്വർണത്തിന്റെ തൂക്കമാണ്. അല്ല, 32 കിലോ താലന്തെന്ന് സ്വർണത്തെ ഉദ്ദേശിക്കുന്നു. കൂടുതലും വെള്ളിയുണ്ട്, പക്ഷെ ഈ ക്ഷമിച്ചെന്ന് പറയുന്നത് സ്വർണമാണ്. അതിന്റെ വിലയായിട്ട് നമ്മുടെ ബൈബിളിലെ ഫുട്നോട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നത് 15 വർഷത്തെ ഒരാളുടെ 1000 വെച്ച് കൂട്ടിക്കും. ഒരാൾക്ക് ഒരു വർഷം ഒരു ദിവസം 1000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാളുടെ ഇപ്പൊ നമുക്ക് ആവറേജ് അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങളെയൊക്കെ കൂട്ടി അതിന് ഒത്തിരി വരികയല്ലേ. അങ്ങനെ ഉള്ള ഒരു താലന്ത എന്ന് പറഞ്ഞാൽ 10,000 താലന്ത് നമ്മളോട് ക്ഷമിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ 1000 രൂപ കൂട്ടിയിട്ട് അതിനെ 365 വേണ്ട 300 ദിവസത്തെ ഗുണിച്ചിട്ട് അതിനെ പിന്നെയും ഈ 14 വർഷം കൊണ്ട് ഗുണിക്കുന്ന ഒരു തുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇതുപോലും ഇത് ചെയ്യാനേ അത്രയും വേണ്ടായിരിക്കും. ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോലും വേണ്ടാത്തൊരു തുകയാണ് ദൈവം ഒരു മനുഷ്യനും അത്രയും കടം ആർക്കും തരത്തില്ല. അത്രയും വലിയ തുക ഈ 10,000 താലന്തെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് 3 താലന്തുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം, ഒരു കല്യാണം കഴിച്ച ഒരാൾക്ക് 3 താലന്തുണ്ടെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ജീവിക്കാം. 15 വർഷം 45 വർഷം ഒന്ന് കൂട്ടിക്കും അല്ലേ. അത് ലാവിഷായിട്ട് ജീവിക്കാനുള്ള തുകയാണ്. 3 താലന്ത് മതി. അപ്പോഴാണ് ദൈവം നമ്മളോട് 10,000 താലന്ത് ക്ഷമിച്ചെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും കടം മേടിക്കേണ്ടോ അത്രയും ബിസിനസ് നടത്തേണ്ട കാര്യം ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ അത് അത്രയും വലിയ നമുക്ക് ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കേണ്ട അത്രയും വലിയ സ്നേഹമായിരുന്നു. ആ സ്നേഹം നമ്മളോട് ക്ഷമിച്ചു എന്നവിടെ പറയുന്നത്. അതുകൊണ്ട് നിന്റെ സഹോദരന് 50 ദനാറാന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പണിക്കൂലി 1 ദനാറായ. അങ്ങനെ 50 ദിവസത്തെ പണിക്കൂലി. ഇതെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ പണിക്കൂലിയാണെന്നറിയോ ഒരു താലന്തെന്ന് പറയും. അപ്പൊ അത്രയും നമ്മൾ കടമുണ്ടായിരുന്നവന്റെ അവന്റെ കഴുത്തിനാണ് നമ്മൾ പിടിക്കുന്നതെന്ന്. എന്നാലും ഈ 10,000 നഷ്ടപ്പെടുക. 10,000 താലന്തിന്റെ ക്ഷമയും വെറുതെ 50 ദിവസത്തെ നമ്മുടെ പണിക്കൂലിക്ക് ഇത് ഇളവ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുക. അത്രയും വലിയതാ ദൈവം ചെയ്യുന്നത്. ബൈബിളിൽ എല്ലാം ഇങ്ങനെ കിടക്കുവാണേ. ഇങ്ങനെ അല്ല. നമ്മൾ താലന്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു 100 രൂപയോ അല്ലെങ്കിൽ ഒരു 5 രൂപ കൊയിനോ ഒക്കെ നമ്മൾ ഓർക്കത്തുള്ളൂ. ഇത്രയും വലുതാ നമുക്കുള്ളോട് ദൈവം. ദൈവത്തോട് തോന്നേണ്ട സ്നേഹം ഇവിടെ എനിക്ക് ഇങ്ങനെ ഞാൻ പണ്ടിങ്ങനെ പറയായിരുന്നു, ഒരു സുനാമിത്തിര പോലെയൊക്കെ മതിയെന്നേ. ഒരു കുഞ്ഞിത്തര വരെ വലുതാ. ഇപ്പൊ സുനാമിത്തിരയാണെങ്കിൽ എന്നാ വലുതാ അത്. അപ്പൊ ഇപ്പൊ ഞാൻ ഓർക്കുമ്പോൾ അത് പോരാ. കാരണം നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ സ്നേഹം വെച്ചാൽ ഈ സോളാർ സിസ്റ്റം ഒക്കെ ഇങ്ങനെ ഉരുളുപൊട്ടി വരിക എന്ന് പറഞ്ഞ പോലെ ഒരു സ്നേഹം നമ്മളിൽ നിന്ന് പോകണം. സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ലല്ലോ. ഭൂമിയുടെ 14 ലക്ഷം ഭൂമിയെ വെക്കാവുന്ന അത്രയും വലിപ്പം സൂര്യനുള്ള, അതിനും അതുപോലത്തെ നക്ഷത്രങ്ങളും എല്ലാം കൂടെ കൂടുന്ന ഒരു സോളാർ സിസ്റ്റം. അതുപോലത്തെ പല സോളാർ സിസ്റ്റങ്ങൾ കൂടുന്ന ഒരു പ്രപഞ്ചം. അതുകൊണ്ട് 12 ബില്യൺ യൂണിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. 12 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ് ഒരു ബില്യൺ. അതിന് ഇത്രയും പ്രപഞ്ചമുണ്ട്. ഇപ്പം സയൻസ് അത് കേട്ടോ. ഇത്രയും പ്രപഞ്ചമുണ്ട് ഇപ്പം ഭൂമി നമ്മൾ മനസ്സിലാക്കിയത്. ആ പ്രപഞ്ചം ഇപ്പം നമ്മൾ ഭൂമിയിൽ ഇപ്പം 750 ബില്യനേ ഉള്ളൂ. 7 ബില്യനോ 7.5 ബില്യൺ ജനങ്ങളോ ഉള്ളൂ. ലോകത്തിലുണ്ടായ എല്ലാ ജനങ്ങളെയും കൂടെ കൂട്ടിയാലും 10 ബില്യൺ ഇതുവരെ ആയിട്ടില്ല, കാണത്തില്ല. കാരണം പണ്ടൊക്കെ ഈശ്വര കാലത്തൊക്കെ കേരളത്തിലെ പോപ്പുലേഷനും ഉള്ളേ ലോകം മൊത്തം. ഇപ്പം 1900 ഒക്കെ ആയ പിന്നെ ലോക പോപ്പുലേഷൻ തന്നെ 200 കോടിയിലേക്ക് ആയത്. അതിനുശേഷമാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും വളർന്നതേ. അപ്പം ഭൂമിയിൽ നമ്മൾ ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ബില്യൺ പോലും ആൾക്കാരായില്ല. ഇനിയും കുറെ കൂടെ നടന്ന് ഒരു 2 ബില്യൺ ആൾക്കാരുടെ ആയാലും 12 ബില്യൺ ആൾക്കാർ ഒത്തിരി കാലം എടുക്കും ഇനി അത്രയാകാൻ. അത്രയായാലും ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബില്യൺ യൂണിവേഴ്സ് തരാം. ഒരാൾക്ക് ഒരു യൂണിവേഴ്സ്, ഒരു പ്രപഞ്ചം തരാൻ മാത്രം ദൈവത്തിന് ആസ്തിയാണ്. നമുക്ക് നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ 1 ഏക്കറോ 1/2 ഏക്കറല്ലേ തരത്തുള്ളൂ. ഇന്ന് ഒരു പ്രപഞ്ചമാണ്, ഒരു സോളാർ സിസ്റ്റം അല്ലെന്ന് ഓർക്കണം. അത്രയും കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരാൾക്ക് ഒരു പ്രപഞ്ചം തരാൻ മാത്രം ആസ്തി ഇപ്പോഴും പിതാവിന് അതിൽ കൂടുതൽ കിടക്കുക. അപ്പൊ മനസ്സിലാക്കിയതിനാൽ പോലും ഓർത്ത് വെക്കാൻ നമുക്ക് എന്തായാലും
അത്രയും വലിയ ദൈവം. ഊഹിക്കാനും പറ്റത്തില്ല നമുക്ക്. ഇമാജിനേഷനൊക്കെ ഭയങ്കര പരിമിതമാണ്. ഇതിനെ പോലും ഊഹിക്കത്തില്ല. ഇത്രയും 1 ബില്യൺ, ഇപ്പം 14 ലക്ഷം ഭൂമിയെ വെക്കാവുന്നവരെ സൂര്യനെ, ഭൂമിയുടെ തന്നെ നമുക്ക് ഓർക്കത്തില്ലല്ലോ, ഇമാജിൻ ചെയ്യത്തില്ല. 14 ലക്ഷം ഭൂമിയെ വെക്കാവുന്ന ഒരു സൂര്യൻ, അതുകൂട്ട് 4 സൂര്യനെ വെക്കാവുന്ന നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ. നമ്മുടെ ഭാവനയ്ക്ക് ഒരു പിടിയും കിട്ടത്തില്ല. അതുകൂട്ട് സോളാർ സിസ്റ്റങ്ങൾ, പല സോളാർ സിസ്റ്റങ്ങൾ കൂടുന്നതാണ് ഒരു പ്രപഞ്ചം. അതുകൂട്ട് 12 ബില്യൺ. 12 ബില്യൺ എന്ന് പറഞ്ഞാൽ 12നെ 100 കോടിയും കൊണ്ട് ഗണിക്കുന്ന അത്രയും പ്രപഞ്ചമാണ്. കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്ലക്ട് ചെയ്യാൻ പോലും പറ്റില്ല. അത് ചെയ്യണം. അത് ചെയ്തിട്ട് വേണം ഒന്ന് നമുക്ക് ധ്യാനിക്കേണ്ട. അങ്ങനെയാണ് നമ്മൾ ഈ ലോ ആയിട്ട് നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ധ്യാനിക്കാനുള്ള ബ്രെയിൻ നമുക്ക് വെച്ചിട്ടുണ്ട്. അമേരിക്കയിലെ അല്ല ഈ നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കേട്ടോ അത്. നമ്മുടെ പ്ലാംപ്ലാനി പിതാവിൻ്റെ അനിയൻ ഒരു അഗസ്റ്റിൻ പ്ലാംപ്ലാനി ഉണ്ട്. അച്ഛൻ പറഞ്ഞത്, അച്ഛൻ റീഡ് ചെയ്തിട്ട് പറഞ്ഞ അച്ഛൻ്റെ അല്ല, നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ആറ്റങ്ങൾ എടുത്താൽ ഇപ്പം ഈ കല്ലിൽ തന്നെ എന്തേലും ആറ്റം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അത് കോടി കണക്കിന് ആറ്റങ്ങൾ കാണും. പ്രപഞ്ചത്തിലെ ആറ്റം എടുത്താൽ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ഇട്ടിട്ട് 100 പൂജ്യം ഇടുന്ന നമ്പറാണ്. എന്നിട്ടിട്ട് 10 പൂജ്യം ഇട്ടാൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. പിന്നീടുന്ന ഒരു 1000 കോടിയുടെ അപ്പുറത്തോട്ട് ഒരു പൂജ്യം ഇട്ടാൽ അത് 10,000 കോടിയാണ്. ഒരു പൂജ്യം അത്ര മൾട്ടിപ്ലിക്കേഷനാണ്. 10,000 കോടിയുടെ അപ്പുറത്തോട്ട് ഒരു പൂജ്യം ഇട്ടാൽ അത് 1 ലക്ഷം കോടിയാവുക. അത്രയും മൾട്ടിപ്ലിക്കേഷൻ ഓരോ പൂജ്യം എടുത്ത് നടക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള അതാണ് ഈ ഭൂമിയിലെ ആറ്റമേ. ഈ ഭൂമിയല്ല, പ്രപഞ്ചത്തിലെ ആറ്റം 1 ഇട്ടിട്ട് 100 പൂജ്യം ഇടുന്ന അത്രയും ആറ്റങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തതിന് പറയുന്നതിന് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നമുക്ക് ഒരു 20 പൂജ്യം ഇട്ട സംഖ്യയെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അത്രയും ആറ്റങ്ങൾ, അത്രയും ഇതാ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അത്രയും. പക്ഷേ നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ഇതിന്റെ കണക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 1 ഇട്ടിട്ട് 800 പൂജ്യം ഇടുന്നതാണ്. മറ്റേത് 100 ആറ്റങ്ങൾ. നമ്മുടെ ബ്രെയിനകത്തെ ഒരു മനുഷ്യന്റെ ആവറേജ് ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ബ്രെയിനകത്തെ കണക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 800 പൂജ്യമോ നമുക്ക് അത്രയും, നമുക്ക് തന്നിരിക്കുന്ന തലച്ചോറിനകത്ത് അത്രയും പൂജ്യങ്ങളുടെ കണക്ഷനാണെന്ന് പറഞ്ഞു. മറ്റേ ആറ്റങ്ങളാണെന്ന് ഓർക്കണം പ്രപഞ്ചത്തിലെ 1 ഇട്ടിട്ട് 100. ശരിയാ, അത് ഞാൻ കണക്കൂട്ടി നോക്കിയിട്ടുണ്ട് കുറെ. എന്നാലും അത്രയും വലിയൊരു ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ 1% പോലും നമ്മൾ എടുത്തോന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു ആപ്പയൊപ്പം ഒരു മനുഷ്യനോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പറയത്തില്ലേ. ഇത്രയും കഴിവുള്ളതാണ്. അമേരിക്കയിലെ 10 സയന്റിസ്റ്റുകളെ അത് ഞാൻ ഇന്നാൾ പറഞ്ഞു തോന്നുന്നു. ഇങ്ങനെ അവർ പഠിച്ച് നമ്മുടെ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറലൈസ് ചെയ്തേച്ച് അത് അതിന് എന്തേലും ഉഴുപ്പ് കാണും. ഒരു മെമ്മറി കാർഡിന് ഇത്രയും സാധനത്തിനകത്ത് എന്തേലും ലോറിയെ കയറ്റാമെന്ന് അത്രയും പുസ്തകം കയറ്റാമെന്നല്ലേ പറയുന്നത്. അല്ലെ ഒരു മൊബൈൽ, കൊച്ചിൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിന് അത് വെക്കാനുള്ള സ്പേസ് ഇത്രയും മതിയല്ലോ. അതിനകത്ത് തന്നെ എന്തേലും കാര്യങ്ങൾ ഫീഡ് ചെയ്യാൻ പറ്റും ഇപ്പം തന്നെ. ഇപ്പം അത് കൂടുതൽ വന്നാൽ അതിൽ കൂടുതൽ സാധ്യത. പക്ഷെ നമ്മുടെ ബ്രെയിനെ അവർ കമ്പ്യൂട്ടറലൈസ് ചെയ്ത് 10 സയന്റിസ്റ്റ് കുറേ വർഷങ്ങളെടുത്ത് പഠിച്ചതാണ്. അത് ഇങ്ങനെ ചെയ്തേച്ച് വെച്ചാൽ അത് വെക്കാനുള്ള ബേസ്മെന്റിന്റെ തന്നെ അവർ ചെറുതായിരിക്കും വിചാരിച്ച് ചെയ്ത് തുടങ്ങിയതാണ്. ബേസ്മെന്റിന്റെ തന്നെ 20 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണമെന്ന് പറഞ്ഞു ഇത് വെക്കുന്ന സ്ഥലത്തിന്. ഓർത്ത് നോക്കി, മുകളിലോട്ട് വേറെ, ഇത് വെക്കാനുള്ള ബേസ്മെന്റിന് ഇത്രയും സ്ഥലം, അതിന്റെ സ്ഥലത്തിന് 20 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം എന്ന് പറഞ്ഞ ഒരു വില്ലേജ് പോലും വെക്കത്തില്ല നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന ഇത് ചെയ്യുന്നത്. അവർക്ക് ഇത് സയൻസിന് മനസ്സിലായതാണ്. സയൻസിന് മാക്സിമം അല്ല മനസ്സിലായിരിക്കുന്നത്. അത് അവർക്ക് മനസ്സിലായ റേഞ്ചിൽ പോലും അത്രേ ദൈവത്തിന്. അപ്പം അത്രയും വെച്ചുകൊണ്ടാണ് ഈ ഒരു സയന്റിഫിക് നോളജിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ബാക്കി മത ഗ്രന്ഥങ്ങളിലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇല്ലാത്ത നമ്മുടെ സുവിശേഷത്തിന്റെ അർത്ഥം അന്നേരം മനസ്സിലാകാൻ തുടങ്ങുള്ളേ. അതായത് നിങ്ങളെ പിതാവിന്റെ പരിപൂർണതയിലേക്ക് വരാനായിട്ട് ഈശോ വിളിച്ചത് ഈ ഒരു റേഞ്ച് കിടന്നുകൊണ്ടാണ്. ഈ റേഞ്ച് നമുക്ക് ഈ പൊട്ടൻഷ്യാലിറ്റി വെച്ചുകൊണ്ടാണ് നമ്മളെ ഇത്രയും വലുതിലേക്ക് വളരാനായിട്ട് അത്രയും തന്നിരിക്കുക നമുക്ക് ബ്രെയിനും ഹാർട്ടിന്റെയും സോളിന്റെയും ഒക്കെ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല, അത്രയും ശേഷി കിടക്കുക. അപ്പം അത് ഇത്രയും കാലം ഇതിങ്ങനെ ആക്ച്വലൈസ് ചെയ്തില്ല എന്നുള്ളത് ഇനി ഒരിക്കലും ചെയ്യല എന്നുള്ളതിന്റെ തെളിവല്ലേ ഈ 2000 വർഷമേ. ഇപ്പം ഈ 10-20 വർഷമല്ലോ സയൻസ് പോലും ഇത്രയും അങ്ങോട്ട്, ഇല്ല ഒരു 5 വർഷമായല്ലോ ഇത്രയായിട്ടേ. സർദാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു
തിയോളജിയും പറഞ്ഞിട്ടുണ്ട്, ആബ്സെൻസ് ഓഫ് എവിഡൻറ്റ് ഈസ് നോട്ട് എവിഡൻറ്റ് ഫോർ ആബ്സെൻസ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞാണ് അന്നേരം തെളിവില്ലായ്മയ്ക്കുള്ള തെളിവല്ലെന്നേ എൻ്റെ മലയാളത്തിൽ പറഞ്ഞു. ആബ്സെൻസ് ഓഫ് എവിഡൻറ്റ് ഈസ് നോട്ട് എവിഡൻറ്റ് ഫോർ ആബ്സെൻസ് എന്ന്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത്രയും കാലം ഈ ആത്മാക്കളൊന്നും ഇത്രയും വളർന്നില്ലെന്നുള്ളത് ഇനി വളരുകയില്ലെന്നുള്ളതിന് തെളിവല്ല. ദൈവത്തിന് 2000 ഇപ്പൊ ഈശോയ്ക്ക് ശേഷമുള്ള 2 യുഗങ്ങൾ, 2000 വർഷം എന്ന് പറയുന്നത് 2 നാഴികയേ ഉള്ളൂ ദൈവത്തിന്റെ മുമ്പിൽ. അങ്ങനെ പറയുന്ന സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിന് 2 ദിവസം, ഒരു ദിവസം 1000 ദിവസങ്ങള് 1000 വർഷം ഒരു ദിവസം പോലെ, ഒരു നാഴിക പോലെ, ദിവസം പോലും അല്ലെന്ന് പറഞ്ഞു ചിലടത്ത്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ആസിസ് പിന്നാളിനെ കുറിച്ച് ഒരു ഫ്രഞ്ചുകാരൻ ഒരു ഓതർ എഴുതി, യൂലിയൻ ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് പുള്ളി പറയുന്നുണ്ടേ, സുവിശേഷം നമുക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് വെച്ചിട്ട് ഈ 2000 വർഷം കടന്നുപോയി. അതിനകത്ത് ഫ്രാൻസിസ് ഒക്കെ കുറച്ചൊക്കെ ഒന്ന് ജീവിച്ചു പോയുള്ളൂ. അവരും പൂർണ്ണമെന്നുള്ള രീതിയിലല്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2000 വർഷം ഒന്നും അല്ലെന്നാണ് പറയുന്നത് അതിനകത്തൊക്കെ. ഇനി മുന്നോട്ട് നമ്മുടെ മുന്നിൽ സാധ്യതകൾ കിടക്കുക. അപ്പം അതുകൊണ്ട് അത് നമുക്കിനി, എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ ഇത്രയും വലിയ വിളിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പരിപൂർണതയിലേക്ക്, ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക്, പൗലോസിലെ എല്ലാം കടന്നിട്ട് പറയാൻ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ സമ്പൂർണ്ണതകളും പ്രാപിക്കാനാണ് പറഞ്ഞു. ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് പ്രാപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും ശേഷി ഇല്ലാത്ത ഒരെണ്ണത്തിന് ദൈവം പറയത്തില്ല, നമ്മളെ വിളിക്കത്തില്ലല്ലോ. അപ്പോൾ അത്രയും പൊട്ടൻഷ്യാലിറ്റി നമുക്ക് കിടന്നതുകൊണ്ടാണ് ഈ വലിയ ദൈവത്തിന്റെ തന്നെ ആക്ച്വാലിറ്റിയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം അത്ര സാധ്യതയെ നമുക്ക് പേടിക്കാതെ ധൈര്യപൂർവ്വം അങ്ങ് പോയാൽ. ഇപ്പം നമ്മളിന്നും ഒന്നുമല്ല, നമ്മൾ ആക്ച്വലൈസ് ചെയ്തതേ നമുക്ക് ഈ വചനത്തിന് അങ്ങ് വചനമനുസരിച്ച് ഒരു ജീവിതം അങ്ങ് തുടങ്ങിയാലുണ്ടല്ലോ. സുവിശേഷമൊക്കെ നമ്മൾ ഗൗരവത്തിൽ ഇതുവരെ എടുത്തില്ലല്ലോ. ഇപ്പം സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ ധേരെ കാര്യങ്ങളാണെന്നറിയാം കിടക്കുന്നത്. ഇപ്പം ഞാനൊരു കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഞാനിങ്ങനെ സുവിശേഷം എഴുതി, ഇങ്ങനെ നമ്മൾ എഴുതി ഇങ്ങനെ, എന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എക്സസൈസ് ചെയ്തു നല്ല അതിനകത്തുനിന്ന് ഇങ്ങനെ ഓരോ നമ്മുടെ ഓർഗൻസിനെ കുറിച്ച്, ഹാർട്ട്, മൈൻഡ്, നമ്മുടെ കണ്ണ്, കാത്, ഇതിനെക്കുറിച്ച് എല്ലാം വചനം പറയുക. നമ്മൾ ഓർക്കും ഒരു സുവിശേഷം, മത്തായി സുവിശേഷത്തിൽ നിന്ന് എത്ര കാണുമെന്ന് നമ്മൾ ഓർക്കും. ഓരോ സുവിശേഷത്തിലും 10, 14, 15 ഒക്കെ പ്രാവശ്യമാണ് ഇങ്ങനെ നമ്മുടെ ഈ ഓർഗനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എഴുതി എടുത്തേച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കേണ്ടത്, വചനം അനുസരിച്ച് നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കേണ്ടതെന്ന് അന്നേരം മനസ്സിലാവും. ഈ 4 സുവിശേഷത്തിലെ ലേഖനങ്ങളും കൂടെ എടുത്തേച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നേരം നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ ഹൃദയം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ. ഇപ്പം നമുക്ക് വാസം പറഞ്ഞ സുവിശേഷത്തെക്കുറിച്ച് 1% പോലും അറിയത്തില്ല. അപ്പോൾ ആ ഹൃദയം കിട്ടും. ഇപ്പം നമ്മുടെ ഈ ഓർഗനായിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ച് കാർഡിയോളജിസ്റ്റുകൾ എന്തേരെ പുസ്തകങ്ങളെ വോളിയംസ് ഓഫ് ബുക്സ് എഴുതിയിരിക്കുന്നു അല്ലേ? വലിയ ലൈബ്രറികളിൽ ഈ പഠിക്കുന്ന ഇവരോട് ചോദിച്ചാൽ മതി, ഈ ഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്ന ഇവർ എഴുതിയിരിക്കുന്ന വോളിയംസ് ഓഫ് ബുക്സ്. അപ്പോൾ നമ്മുടെ വെറും ഫിസിക്കൽ ഹാർട്ടാണ്. അപ്പം നമ്മൾ ദൈവം ഉദ്ദേശിച്ച ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തേച്ച് നമ്മൾ അങ്ങനെ നമ്മുടെ ഹൃദയം ആക്കിയെടുത്താൽ ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ഒരു ഹൃദയം നമുക്കാവും. നമ്മുടെ കണ്ണ് എങ്ങനെയാണ്? നമ്മുടെ കണ്ണങ്ങനെ വചനത്തിൽ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ കണ്ണേ. അപ്പം നമ്മുടെ ആരോഗ്യത്തിന്റെ ഇതെന്ന് പറയുന്നത് വചനം അനുസരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈശോ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കണ്ണ് ആരോഗ്യമുള്ളതാണോ, ശരീരം ആരോഗ്യമുള്ളതായിരിക്കും. സൗണ്ട് ബോഡി ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നു അല്ലേ? കണ്ണ് ആരോഗ്യമുള്ളതാണെങ്കിൽ ശരീരം ആരോഗ്യമുള്ളതായിരിക്കും. അപ്പം കണ്ണിനെ നല്ലവരെ നോക്കിയാൽ മതി. കണ്ണിനെ നല്ലവരെ നോക്കിയാൽ പിന്നെ ഈ ആശുപത്രി എല്ലാം പൂട്ടാ. മൈൻഡൊക്കെ എത്ര പ്രാവശ്യം എന്നറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴേ കൊച്ചു ചോദ്യത്തിനൊക്കെ ഉത്തരവായി വരുന്നതേ. നമ്മുടെ ദൈവത്തെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മളെ ദൈവത്തെ വിശ്വസിക്കുന്നത് നമ്മൾ പറയുമ്പോഴും നമ്മൾ താത്വിക വിശ്വാസികളാണെങ്കിലും പ്രാക്ടിക്കൽ എത്തേസ്റ്റാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാം അങ്ങനെ നോക്കുമ്പോ പ്രാക്ടിക്കൽ വിജാതീര. അതാ നമ്മള് ഇത് ചെല്ലുന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ വലിയ ഗൗരവത്തിൽ പള്ളിക്കകത്ത് നിന്ന് ഇങ്ങനെ പറയുമല്ലേ, സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് പിന്നെ വ്യാഖ്യാനിച്ച ഒരു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയാ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നു എന്നല്ലേ നമ്മൾ പറയാം. നമ്മളങ്ങനെയാ അല്ലേ? ഇത്രയൊക്കെ ദൈവം ഇങ്ങനെയൊക്കെയാ, പക്ഷെ ഈ ദൈവത്തിലൊക്കെയാ ഞാൻ വിശ്വസിക്കുന്നത്, പക്ഷെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയപ്പെടുക. അങ്ങനെയാ നമ്മൾ കിടക്കുന്നത്. ജീവിത വ്യഗ്രതയല്ലേ പ്രശ്നം. അല്ലാതെ ഈ മലയിലെ പ്രസംഗത്തിൽ ഈശോ പറയാൻ ശ്രമിച്ചത് മുഴുവനെ നല്ലപോലെ എടുത്ത് വായിച്ചു നോക്കിയോ. സൃഷ്ടാവ് സൃഷ്ടിയുടെ കാര്യത്തിൽ നോക്കും. അങ്ങനെയാണ് അപ്പം മക്കളുടെ കാര്യത്തിൽ നോക്കി അല്ലാടാന്നാ ചോദിക്കുന്നത്. എടുത്ത് വായിച്ചു നോക്കി. സൃഷ്ടാവ് സൃഷ്ടിയെ ചുമ്മാ സൃഷ്ടി ഇല്ലാത്തതായിരുന്നല്ലോ.
ഇതിനെ ഇങ്ങനെ സൃഷ്ടിച്ച് വെച്ചിട്ട് അതിന് ആവശ്യത്തിന് മഴ കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഈ കാര്യങ്ങൾ, കാക്കയ്ക്ക് തീറ്റ കൊടുക്കുക, എല്ലാ പക്ഷികൾക്കും തീറ്റ കൊടുക്കുക, മീന് എന്തായാലും മീന കടലിൽ കിടക്കുന്നതിനെല്ലാം തീറ്റയല്ലേ കൊടുക്കുന്നത്. ഇതിനെല്ലാം തീറ്റുന്ന സൃഷ്ടാവ് അതിന്റെ സൃഷ്ടിക്ക് തീറ്റ കൊടുത്ത് അതിനെ പരിപാലിക്കുമെങ്കിൽ അപ്പം മക്കളെ നോക്കിയല്ലേ എന്നാ ചോദിക്കുന്നത്. നല്ലൊരു വായിച്ചു നോക്കി, അങ്ങനെയാ പറയുന്നത്. അപ്പൻ എന്നാണല്ലോ പഠിപ്പിക്കുന്നത് എപ്പോഴും. അപ്പം മക്കളെ നോക്കുന്നു, അത് ഉറച്ച് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ചുമ്മാ അപ്പനല്ല, അത് നമ്മുടെ സർവശക്തനും പിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന പിതാവാ, സർവശക്തൻ മാത്രമല്ല. പിന്നെ നമ്മള് പറയുന്നത് നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യുന്നല്ലേ. അപ്പൊ നമ്മൾ നന്മ വിതച്ചാൽ നന്മ കൊയ്യും, നമ്മൾ ചീത്ത വിതച്ചാൽ ചീത്ത കൊയ്യും, നമ്മൾ അശുദ്ധി വിതച്ചാൽ അശുദ്ധി കൊയ്യും. നമ്മൾ വിതയ്ക്കുന്ന വിതയിൽ തന്നെ കൊയ്യാന്നുള്ളതാണ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സ്നേഹമാണോ, സ്നേഹം കൊടുക്കുക, തിരിച്ച് സ്നേഹം കിട്ടും. ചിലതൊക്കെ മനസ്സിലാക്കി വീണ്ടുമ്പോഴാണ് പ്രായം കയറിപ്പോവും. നിത്യതയായിട്ട് ദൈവം നോക്കിയിരിക്കുകയുണ്ട്. എറ്റേണിറ്റി ഉണ്ടല്ലോ നമുക്ക്. അത് ദൈവത്തിന്റെ ഒരു വലിയ നമുക്കുള്ള ഒരു ഭാഗ്യമാണ്. നമ്മുടെ ഈ ആയുസ്സിൽ എത്ര കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറപ്പാനല്ല, പക്ഷെ ദൈവം നമ്മളെ എപ്പോഴും ഒരു നിത്യതയായിട്ടാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നിത്യതയെ സ്നേഹിക്കാനുള്ള ഒരു ഓപ്പണിംഗ് ദൈവം ഇട്ടിട്ടുണ്ട് എപ്പോഴും. നമുക്ക് തീരുന്നില്ല ഒരിക്കലും, നമ്മുടെ ഈ ആയുസ് തീരുന്നല്ലേ ഉള്ളൂ. നിത്യതയെ സ്നേഹിക്കാനുള്ള ഒരു ഓപ്പണിംഗ് ഇട്ടുകൊണ്ടാണ്. ദൈവത്തിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ച് നമ്മുടെ ഒരു കുഞ്ഞായുസ് തീരുമ്പോൾ നമുക്കങ്ങ് പോകും. പക്ഷെ ദൈവം നമ്മൾ ഇന്ന് എന്നാലും വാ നമുക്ക് നിത്യതയെ സ്നേഹിച്ചാക്കാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എറ്റേണിറ്റിയും കൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ശരി, എന്നിട്ട് വേറൊന്നാണ് ഈ ഞാനിപ്പോ സക്രിയയുടെ പ്രവചന ഗീതത്തിനകത്ത് സക്രിയ ആഗ്രഹിക്കുന്നത് നല്ല മരണമാണ് അല്ലെ. നിത്യതയിലേക്ക് സക്രിയ ആഗ്രഹിക്കും. ശരിക്കും നമ്മളെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ മരിക്കും, നാളെ മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ കുറച്ച് നാളോടെ നമ്മളങ്ങനെയാ. ദൈവം ഇത്ര നല്ല സ്നേഹമാണെന്ന് പറഞ്ഞാലുവേ നമുക്ക് മരിക്കാൻ സ്വർഗത്തിൽ പോവോ? അല്ല, നാളെ സ്വർഗത്തിൽ പോകാൻ നമ്മൾ ഇന്ന് മരിക്കാൻ റെഡിയാകത്തില്ല. നമ്മൾ കുറച്ച് നാളെ ഇവിടുത്തെ ഭയങ്കര ഇതല്ലേ, അത് ദൈവം കാണുന്നുണ്ട് നമ്മുടെ ഹൃദയമേ. അല്ല, ശരിക്കും സക്രിയ പറയുന്നത് ഈ പോകാൻ റെഡിയായിട്ട് മരിച്ച് ഞാൻ നിത്യതയിലേക്ക് പോകാനും സന്തോഷത്തോടെ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. പക്ഷെ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ആ ഒരു മനസ്സിലില്ല. നാളെ നമ്മൾ സ്വർഗത്തിലോട്ട് പോകുന്നു പറഞ്ഞാൽ നമ്മളിന്ന് മരിക്കാൻ ആരും റെഡിയാവില്ല. നമ്മൾ എന്നിട്ട് ഒരു 2-5 കിട്ടണമെന്ന് നമ്മൾ എക്സ്റ്റൻഷൻ ചോദിക്കുക. കാരണം ഇവിടുത്തെ കുറച്ച് പ്രശ്നകാര്യങ്ങളൊക്കെ എത്ര ചോദിച്ചിട്ടേ നമുക്ക് വലിയ ഉറപ്പില്ല അങ്ങോട്ടേ. അങ്ങനെയുണ്ട്. അല്ല, അങ്ങനെയും കൂടെയാ. ഇതപ്പൻ അവിടെ നല്ല കാത്തിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു പോയാനെ. ഇങ്ങനെ മനസ്സുകൊണ്ടേ അതെല്ലാം വിശ്വാസത്തില. നമ്മള് ഈ കൊച്ചുദിവസ ഈശോയുടെ കാരുണ്യത്തെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി പറയുമ്പോഴത്തേനും അവിടെ ഒരു സിസ്റ്റർ എന്ന് പറയുന്നുണ്ടേ. വേറൊരു സിസ്റ്റർ അങ്ങനെയൊന്നുമല്ല, നിയമപരമായിട്ട് ദൈവം എല്ലാം നോക്കി കണ്ടുമൊക്കെ വിധിക്കുള്ളൂ അങ്ങനെ എന്ന് പറയുമ്പോഴത്തേനും കൊച്ചുദിവസ ഇങ്ങനെ അങ്ങനെയാ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ വിധി വരുള്ളൂ എന്ന് പറഞ്ഞു. ഈ കൊച്ചുദിവസയൊക്കെ പറയുന്നതനുസരിച്ച് നമുക്കിങ്ങനെ കത്തോലിക്കന് ഈശോയുടെ ഇതായവർക്ക് വിധിയൊന്നും വരുന്നില്ല. നമ്മള് ഈശോയെ വിശ്വസിച്ച് യോഹന്നാന്റെ സുവിശേഷം അവൻ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാ. വിജാതിയർക്ക് ഈ വിധിയൊക്കെ വെച്ചിരിക്കുന്ന വാസ്തവം പറഞ്ഞാല് നമ്മുടെ ഈ കുർബാനയെ തന്നെ നമ്മൾ ആ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചൊക്കെ നമ്മൾ ലൈറ്റ് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിലൊക്കെ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു വലിയ ലോങ് പീരീഡ് കിടക്കുന്നതിനെ കുറിച്ച് എന്നതിനേക്കാളും കൂടുതൽ അവിടെ ഒരു ഇത്രയും സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്തതിന്റെ ഒരു വേദനയെന്നാ പറയുന്നത്. നമുക്കിപ്പോ അത് ഫീൽ ചെയ്യത്തില്ല. ഈ നമ്മുടെ കുറച്ച് പേർക്കെല്ലാം മനസ്സിലാവും. അതൊരു പുതിയ പടം റിലീസ് ചെയ്താലേ നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നു. അന്ന് ചെല്ലുമ്പോഴത്തേനും ടിക്കറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കാണാൻ പറ്റിയാലത്തെ ഉണ്ടാവുന്ന സങ്കടം ഒന്ന് ഓർത്ത് നോക്കി. ഒരു വലിയ സങ്കടമല്ലേ. പിറ്റേ ദിവസം ഫിലിം ഉണ്ട്, അല്ല 2-3 ദിവസം കഴിഞ്ഞ് കാണാം. എന്നാൽ പോലും അന്നേരം കാണാൻ പറ്റിയാലാത്തതിന്റെ ഒരു സങ്കടം ഭയങ്കരമല്ലേ. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, അല്ല സ്വർഗത്തിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഇത്രയും സ്നേഹിച്ച പിതാവിനെ കാണാൻ വേണ്ടി ഒരു സെക്കൻഡൂടെ വൈകാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എന്നാ പറയുന്നത്. ഈ പിതാവിനെ സ്നേഹിച്ചവനെ ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ ഒരു സെക്കൻഡ് മതി. അത് ഒരു സെക്കൻഡൂടെ, അത് തിയേറ്ററിന്റെ ഒക്കെ വെച്ചൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അത് നമുക്ക് സ്നേഹം വന്നു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഷിൻപിതാവൊക്കെ പറയുന്നത് ഈ സൂര്യനിൽ നിന്നുള്ള 2 കോടിയിൽ 1% ചൂടും പ്രകാശം നമുക്ക് കിട്ടുമെന്നുള്ളതെന്നാ പറഞ്ഞത്. സൂര്യനിൽ നിന്നുള്ള അത് സയൻസാ. അതിലും കുറച്ചാണ് ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ നമ്മൾ സ്വീകരിക്കപ്പെടുന്നതെന്നാ പറഞ്ഞു. ആ 2 കോടിയിൽ ഒരു എന്നതാ 1% എന്ന് പറയത്തില്ല, 2 കോടിയിൽ 1 സൂര്യനിൽ നിന്നുള്ള ചൂടും പ്രകാശവും നമുക്ക് കിട്ടുന്നുള്ളൂ. ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിന്റെ
കിട്ടല് അതിലും കുറവാണ്. അതിലുവേ ഈ 2 കോടിയിൽ 1 പോലും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ എന്തേറെ കുറഞ്ഞാൽ നമ്മൾ തിരിച്ചോണ്ടിരിക്കുന്ന ഓർത്ത് നോക്കി അങ്ങനെ കിട്ടി. അത് ഇങ്ങനെ ആ സ്നേഹത്തിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കേ അത് യാക്കോബിനെ കുറിച്ച് ഒരു ഭൗതിക സ്നേഹത്തെ കുറിച്ച് പറയുന്നില്ല. യാക്കോബ് മറ്റേ റേച്ചലിനെ സ്നേഹിക്കാൻ വേണ്ടി അവിടെ ലാബാന്റെ വീട്ടില് ജോലി ചെയ്യുമ്പോൾ ഈ ആദ്യം 7 വർഷം ജോലി കഠിനാധ്വാനം ചെയ്യുന്ന ഈ റേച്ചലിനെ കിട്ടാൻ വേണ്ടിയാ. കിട്ടിയത് അവസാനം ചേച്ചിയാ. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു 7 വർഷം കൂടെ ചെയ്തു. എന്നിട്ട് വചനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യാക്കോബിന് റേച്ചലിനോടുള്ള ഗാഢ സ്നേഹം കാരണം നീണ്ട 7 വർഷങ്ങൾ ഏതാനും ദിവസം പോലെ തോന്നിയെന്നുള്ളത്. അപ്പം അന്നേരം ഈ സ്നേഹം ഉള്ളപ്പോൾ സ്നേഹം നല്ലപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ 7 വർഷം എന്ന് പറയുന്നത് ഏതാനും ദിവസമാവും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ അത് യാക്കോബിന് റേച്ചലിനോടുള്ള സ്നേഹമാണ്. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം എത്രയോ യുഗങ്ങൾ പോലും ഒരു സെക്കൻഡ് പോലെ തോന്നത്തുള്ളൂ നമുക്ക്. അതിപ്പം ജോണി ബ്രദർ പറഞ്ഞാൽ ഇപ്പൊ 25 വർഷമായില്ലേ ഇവിടെ ഇത് 20 അല്ലെ കുറച്ച് മാസങ്ങൾ പോലെ ഇവര് കണ്ടേക്കുന്നത്. 25 വർഷമായിട്ട് ഇവിടെ താമസിക്കാന്ന് പറഞ്ഞാല് അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അത്രയോ ദിവസം നമ്മൾ തോന്നുന്നില്ലെന്നത് വലിയൊരു അനുഗ്രഹം. ബ്രദറിട്ട് എങ്ങനെ ചോദിക്കാൻ ഞാൻ കുറെ തരാം ചോദിക്കാൻ കിട്ടുന്നില്ല. പറഞ്ഞു തരുന്നപ്പോൾ ബ്രദറിന് മനസ്സിലായിരിക്കും. നമുക്ക് ഒന്നെങ്കിൽ ഈ ചെയ്ത പോലെ മൊത്തം ഉപേക്ഷിച്ച് ഈ സ്നേഹം അറിയാൻ വേണ്ടി അത് മാത്രം നമ്മുടെ ഒരു ലക്ഷ്യമാക്കി വെച്ച് അങ്ങനെ ഒരു വഴി. ഇപ്പം വേറെ അങ്ങനെ ഒരു ഇത്. പക്ഷെ അതല്ലാത്തൊരു ഇതിൽ നമ്മൾ നിൽക്കുമ്പം എന്തെന്ന് പറഞ്ഞാലും നമുക്ക് അത് മാത്രമായിട്ട് അന്വേഷിക്കാന്നുള്ളത് ഭയങ്കര പാട്. നമ്മൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുമല്ലോ. ഇപ്പം ജോലി നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതല്ലെങ്കിൽ അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഒരിറക്കം ഇറങ്ങും. നമ്മളിപ്പൊ ആയിരിക്കുന്ന ഇതിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊറോണ ഉത്തരം പറഞ്ഞു കുറെ. കാരണം ജോലി ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു, എല്ലാരും വിട്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ കേരളത്തിലോട്ട്. ഇവിടെ തേടുന്നുണ്ട്. അല്ല, ഞാൻ എതിർത്ത് പറയുന്നല്ലേ. കൊറോണ ഒത്തിരി ഇതിന് പറഞ്ഞായിരുന്നേ. അപ്പൊ നമുക്ക് നിർണായകമായിട്ടുള്ളത് നമ്മുടെ ജീവനും ഇതുമാണല്ലോ. അതിനുവേണ്ടി നമ്മൾ വില കൊടുത്തേ പറ്റത്തുള്ളൂ. അത് ഈ പരമോസരുടെ അടുത്ത് വിവേകാനന്ദൻ വന്നപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പല വർഷം പറയുന്നുണ്ട്, ഈ വിവേകാനന്ദനെ കൊണ്ട് വെള്ളത്തിലോട്ട് മുക്കി ദൈവത്തെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. അപ്പൊ മുക്കി കഴിഞ്ഞപ്പം കുറെ ശ്വാസം മുട്ടി മരിക്കാറായപ്പം ഇങ്ങനെ പൊക്കി. എന്നിട്ട് വിവേകാനന്ദനോട് പരമോസർ പറഞ്ഞു, ഇതുപോലെ ദൈവത്തെ അന്വേഷിച്ചാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ അപ്പൊ അത് ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മുടെ ഭൂമിയിലെ ഇങ്ങനത്തെ ഒരെണ്ണമൊക്കെ ആദ്യമേ കിടക്കത്തുള്ളൂ. ഇങ്ങനെ ജോലി ജീവിതമൊക്കെ ദൈവത്തിന്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും പ്രശ്നമല്ലെന്നാവും. ഇപ്പൊ നമ്മൾ ഇപ്പുറത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പ്രശ്നമേ പുറത്തോട്ട് വരുന്ന അതിനൊരു റോക്കറ്റൊക്കെ വേണ്ടി വരുമായിരിക്കും സ്പേസിലേക്ക് പോകാൻ എന്ന് പറഞ്ഞതുപോലെ. അത് നമുക്ക് ഈശോയ്ക്ക് ഈ ഇവരൊക്കെ പറയുന്നില്ല, ഈശോയുടെ അടുത്ത് വന്ന് ഈ ചോദ്യം അവരും ചോദിച്ചതേ, അനുഗമിക്കാനേ ശിഷ്യത്വത്തിന് ചോദിച്ചത്, എല്ലാം ഉപേക്ഷിക്കാതെ എൻ്റെ അടുത്ത് വന്നാല് ഒരു കാര്യം കുറവാ. ഈ ചോദിച്ച യുവാവിന് മുഴുവൻ ഉണ്ടായിരുന്നു, മുഴുവൻ കൽപ്പനകളും നല്ലപോലെ പാലിച്ചുകൊണ്ടിരുന്ന. ഇനി എന്നേലും കുറവുണ്ടോന്നാണ് ചോദിക്കുന്നത്. ഒരു കാര്യം കുറവുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഈ ഒരു കാര്യക്കുറവില് നഷ്ടപ്പെടാൻ പോകുന്നത് ഈശോ നിത്യജീവനാണ്. ഈ ഒരു കാര്യത്തിൽ കുറവേ. അല്ലാതെ അന്നേരം നമുക്കത് എങ്ങനെ വെളിപ്പെട്ട് കിട്ടുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിൽ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും ആന്തരികമായിട്ടേ. അപ്പൊ അത് ചിലപ്പോൾ ആന്തരിക ഉപേക്ഷകളായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പിടിച്ചു നിൽക്കുന്ന ഇതിലല്ലാതെ ആന്തരികമായിട്ട് ഇപ്പൊ നമുക്ക് ഇതിനെല്ലാം ഉപേക്ഷിച്ച് നമുക്കൊരു യാത്ര ചെയ്യുക ഈശോയിലേക്ക്, നമ്മുടെ മുഴുവൻ സ്നേഹവും കൊടുത്തുകൊണ്ട്. അപ്പൊ അത് ഈശോ ഇങ്ങനെ ശിഷ്യത്വത്തിന് പറഞ്ഞ എല്ലാം ഉപേക്ഷിച്ച് മാതാപിതാക്കളെ, അപ്പനെയും അമ്മയും സഹോദരങ്ങളെ എല്ലാം ഉപേക്ഷിച്ചാലേ എന്റെ ശിഷ്യനാവുള്ളൂ എന്നാണല്ലോ ഈശോ പറഞ്ഞത്. നിന്നെ തന്നെ ഉപേക്ഷിച്ച്. ഇപ്പൊ നമുക്ക് ഇവരെയൊക്കെ ഉപേക്ഷിച്ച് പോകാം, പക്ഷെ നമ്മളെ എങ്ങനെ ഉപേക്ഷിച്ച് പോകും? അതൊരു വലിയ ചോദ്യമല്ലേ. അതാണ് ഈശോ അത് നല്ലപോലെ സഭയെക്കുറിച്ച് പറയുമ്പം നമുക്കതിനുള്ള ഉത്തരം കിട്ടുന്ന ഇതാണ്. നമ്മുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഇവരെയും നമ്മളെ തന്നെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അംഗമാവും. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളായിട്ടോ നമ്മുടെ ഭാര്യയായിട്ടോ നമ്മുടെ മക്കളായിട്ടോ അല്ല. പിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായിട്ടോ. എല്ലാവർക്കും ആ ശിഷ്യത്വത്തിലേക്ക്, അല്ലെ കുറച്ച് പേർക്കല്ല പറ്റത്തുള്ളൂ, എല്ലാവരും അങ്ങനെ കയറുന്നുണ്ട്. ശരിക്കും സഭയുടെ ഒരു മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പഴയ സ്നേഹമല്ല. ഇപ്പം നമ്മളോട് തന്നെ നമ്മൾ സ്നേഹിക്കുന്നത്, ഇതുവരെ നമ്മൾ നമ്മുടെ ശരീരത്തെ ഇങ്ങനെയാ സ്നേഹിച്ചത് നമ്മളെന്നുള്ള രീതിയിൽ. നമ്മൾ നല്ലപോലെ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈശോയുടെ ഭൗതിക ശരീരമാണ് നമ്മൾ. ഈശോയുടെ ഭൗതിക ശരീരം പിന്നെ
മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. സത്യത്തിൽ നമ്മൾ അങ്ങനെയാ. ഇപ്പൊ നമ്മൾ ഈ വെളിച്ചമില്ലാതെ ദ്രാവത്തഴിച്ച കോഴിയെ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വെളിച്ചം കിട്ടാത്ത, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ അന്യരായിട്ടൊക്കെ ജീവിക്കുന്നതേ. പക്ഷെ നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ നമ്മുടെ ബന്ധങ്ങൾ, ഈ ഭൂമിയിലുള്ള താൽക്കാലിക ബന്ധങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാഞ്ഞു പോയിട്ട് നമ്മൾ ഈശോയും നമ്മുടെ സഹോദരങ്ങളുമായിട്ട് നിത്യബന്ധത്തിലേക്കാവും. പിന്നെ അവരെ കാണുന്നത് മുഴുവൻ ഈശോയുടെ ഭൗതിക ശരീരത്തെ വിസ്തുർവാനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ, വിസ്തുർവാനെ നമ്മളിപ്പോൾ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഭൗതിക ശരീരത്തെ എങ്ങനെ സ്നേഹിക്കുന്നു അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും എല്ലാവരും. അപ്പൊ ആ ഒരു ഉപേക്ഷ എന്ന് പറഞ്ഞ ഒരു ആന്തരിക ഉപേക്ഷയാണ്. പിന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ആ ഒരു എൻലൈറ്റൻഡ് ആയിട്ട് നിന്നിട്ടേ നമ്മുടെ ശരീരത്തെയും പിന്നെ ഈശോയുടെ ഭൗതിക ശരീരമാണല്ലോ. ഇപ്പോൾ ഈ നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തമല്ല, നമ്മൾ വിലക്ക് വേങ്ങപ്പെട്ടതാണ്. അതിനെ നമ്മുടെ തോന്നിവാസം ഉപയോഗിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. ഒരു വാടകയ്ക്ക് കിടക്കുന്ന വീട്ടിൽ നമുക്ക് ആ വ്യവസ്ഥയിലല്ലേ ജീവിക്കത്തുള്ളൂ. നമ്മുടെ ശരീരം സ്വന്തമല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും നമ്മുടെ ശരീരത്തെ പോലും നമുക്ക് സ്വന്തമാണെന്ന് തോന്നുന്നതേ ഉള്ളൂ. നമുക്ക് ഈശോ നമുക്ക് വേണ്ടി നിന്ന് പകരക്കാരനായിട്ട് നിന്ന് അടി മേടിച്ച് പിട സഹിച്ച് കുരിശി മരിച്ച് നമ്മളെ മേടിച്ച് നമ്മളിങ്ങനെ ആശ്വാസത്തിലാക്കിയിരിക്കുന്നുണ്ടാണ് നമ്മളിങ്ങനെ ആയിരിക്കുന്നത്. അല്ല, ഈശോ മേടിച്ച ആ ഭക്ഷണക്രൈസിനകത്ത് കാണിച്ച അടിയെല്ലാം നമ്മൾ മേടിക്കേണ്ടതായിരുന്നു ഓരോരുത്തരും. അതെല്ലാം മേടിച്ച് ഈശോ നമ്മുടെ പകരക്കാരന്. അപ്പൊ അങ്ങനെ ആക്കിയിരിക്കുന്ന നമ്മളെ നമ്മൾ തോന്നിവാസം ചെയ്യുന്നതുകൊണ്ട് ഈ പ്രശ്നം എല്ലായിടത്തും പറ്റിയിരിക്കുന്നേ. അത് നമ്മളെല്ലാവരോടും പുലർത്തണം. പിന്നെ നമ്മൾ കാണുന്നവരോടും എല്ലാം പുലർത്തി കഴിഞ്ഞപ്പോൾ വലിയ സ്നേഹത്തിന്റെ ഒരു ഇതിലേക്ക് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പറഞ്ഞാൽ അത് പിടി കിട്ടത്തില്ല. പക്ഷെ അങ്ങനെയാണ് വചനത്തില്. അല്ല, പറ്റത്തില്ലല്ലോ എല്ലാവർക്കും. നേരത്തെ നമ്മൾ ഇപ്പം വൈ ചാൻസ് ലവ് ആയിരുന്നത് പിന്നെ വൈ ചോയ്സ് ലവ് ആവും. അപ്പൊ നമ്മളെല്ലാവരും സ്നേഹിക്കാനായിട്ട് നിർബന്ധിതരാകും. അന്നേരം അവരെ ആ റിലേഷനെ ഇപ്പൊ നമുക്ക് വൈ ചാൻസ് ആയിരിക്കുന്ന റിലേഷൻ വൈ ചോയ്സ് ആവും. സ്നേഹിക്കാൻ തുടങ്ങുന്ന പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവിനെയോ നമ്മുടെ കുഞ്ഞുങ്ങളെയോ സ്നേഹിക്കുന്ന നമ്മൾ പിന്നെ അങ്ങനെയല്ല. ഈശോയുടെ ഭൗതിക ശരീരമോ പിന്നെ മൊത്തം. അതൊരു ഇതല്ല കേട്ടോ, ഒരു ഫിക്ഷനെ ഞാൻ പറയുന്നതല്ല, അതാ സത്യം. ഇപ്പൊ നമ്മൾ സത്യത്തിലല്ലാതെ ഒരു ഇരുട്ടിക്കിടന്നിങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക സിനിമയിലൊക്കെ പോലെ. ആ സത്യത്തിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാകും. നമുക്ക് അന്നേരം ആ സ്നേഹത്തിലേക്ക് കയറും. അസാധ്യമല്ല. ഭൂമിയിലെ യോനാസ്ലിയ പറയുന്നുണ്ട്, ഭൂമിയിൽ തന്നെ വെച്ച് നമ്മളിൽ ദൈവസ്നേഹം പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഇത്രയും ഹൈറ്റാന്ന് പറയുമ്പോൾ ഇത് അസാധ്യമായ ഒരു തലത്ത് എന്നേക്കും ഇങ്ങനെ അസാധ്യതയിൽ ഇങ്ങനെ നിൽക്കുന്നതല്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ഇച്ചിരി അകലം ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി അകലം അങ്ങ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആളാം. അതിനൊരു ഉദാഹരണം പറയാനായിട്ട് നമുക്ക് നല്ലത് പറ്റുന്നത്, നമ്മളിപ്പം വരെയും ഉദാശ ചെയ്യാത്ത ഓസ്തിയാന്ന് കൂട്ടിക്കൂ. ഉദാശ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം വരെ ഒരു കോതമ്പൊപ്പം ആയിരുന്നത് ഈശോ കയ്യിലെടുത്ത്, അല്ല പുരോഹിതൻ ഈശോയുടെ പുരോഹിതൻ കയ്യിലെടുത്ത് ഇത് എന്റെ ശരീരമാണെന്ന് പറയുമ്പോഴത്തേനും അത്രയും മാറ്റം വരുമല്ലേ. അത്രയും മാറ്റം നമുക്ക് ഒരു ഊഹിക്കാൻ പോലും പറ്റാത്ത മാറ്റമാണ്. ഇത്രയും സമയം ഒരു കോതമ്പ് ആയിരുന്നത് ദൈവത്തിന്റെ സത്തയിലേക്കും ഇതിലേക്കും മാറുമല്ലേ ഒറ്റ നിമിഷം കൊണ്ട്. അങ്ങനെ നമ്മളും മാറും. അതിനൊന്നും പൂർണ്ണ വിശ്വാസമല്ലേ അതിനകത്ത് ഉദാശ വിശ്വാസം അതിലേക്ക് വരും. നമ്മൾ പിന്നെ മാറുക, നമ്മൾ പിന്നെ പഴയ ആളേ അല്ല. അങ്ങനെ നമ്മൾ ഭൂമി ചിലപ്പോൾ നമ്മൾ നോക്കുമ്പം ഇപ്പൊ നമ്മൾ അവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ രാത്രിയിൽ ഇവിടെ താഴത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഈ വലുപ്പത്തിലൊക്കെ കാണുന്നതെന്ന് കൂട്ടിക്കോ. മുകളിലോട്ട് നക്ഷത്രങ്ങളെ നോക്കിയാലും ഏതാണ്ട് അതിനേക്കാളും കുഞ്ഞായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ വലുപ്പം എന്നാ വ്യത്യാസം എന്നറിയോ? അത് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഈ നമ്മുടെ ഭൂമിയെക്കുട്ട് 14 ലക്ഷമൊക്കെ ഭൂമിയെ വെക്കാവുന്ന സൂര്യന് അല്ല നക്ഷത്രങ്ങളായിരിക്കും അത്. ഇത് ഇത്രയും കുഞ്ഞാ, അതോ അത്രയും വലുതോ, അത്രയും നമുക്ക് മാറ്റം വരും അന്നേരത്തേന്. പുറത്തൊന്നും പിടികിട്ടത്തില്ല. സാധാരണക്കാള് ഇങ്ങനെ കൊച്ചുകൊച്ചായും ഫ്രാൻസിസും ഒക്കെ ഭൂമി ജീവിച്ചുകൊണ്ട്, ഈശോയും അങ്ങനെയല്ലേ. ഈശോ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പിടി കിട്ടിയോ? ദൈവം അല്ലായിരുന്നു. നമ്മുടെ ആശാരിപ്പണിയൊക്കെ ഓരോ വീട്ടിൽ പോയിരുന്ന് ചെയ്യുമ്പോഴേ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആളാ ഇവിടെ ഇരുന്ന് ഈ കൊത്തുപടി ചെയ്യുന്നത്? ദൈവത്തിന് ഒരു പിടിയും കിട്ടിയാലെന്നാ പറഞ്ഞു. ദൈവത്തിന്റെ സർവ്വശക്തിയിൽ ഉള്ള ഒരു ഇങ്ങനെ ദൈവത്തിന് ഈ പ്രപഞ്ചം ഈ 12 ബില്യൺ യൂണിവേഴ്സ് സൃഷ്ടിക്കുന്ന സർവ്വശക്തിയെക്കാളുവേ ദൈവത്തിന്റെ ശക്തി നമ്മുടെ പാപം മറക്കാനാന്ന് പറഞ്ഞു. നമ്മൾ കുമ്പസാരത്തിൽ, പ്രത്യേകിച്ച് കുമ്പസാരത്തിൽ ഏറ്റു പറയുന്ന പാവം പിന്നെ ദൈവത്തിന് എന്നാ സർവശക്തനാണെങ്കിലും ഓർക്കത്തില്ല. അതൊരു സർവശക്തിയല്ലേ. നമ്മൾ മറന്നത് നമ്മൾ പലപ്പോഴും ഓർത്തെടുക്കുകയല്ലേ. ദൈവത്തിന് അത് പറ്റത്തില്ല. ദൈവം നമ്മുടെ ശരിക്കും ഒരു നല്ല കുമ്പസാരം കഴിഞ്ഞ് വെച്ച് നമ്മളിങ്ങനെ ഇറങ്ങി വന്ന ഈശോ അത് ദൈവത്തിന് തോന്നത്തുള്ളൂ. ഒരു തെറ്റും ചെയ്തായിട്ട് ഈശോയ്ക്ക് ദൈവത്തിന് തോന്നത്തില്ല. നമ്മളെ ഇത് അലട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ പാവങ്ങൾ. അത് നമ്മളിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ നമ്മളിൽ തന്നെ
നമ്മൾ ആ പൂർണ്ണ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതല്ലല്ലോ. പിന്നെ മാത്രമല്ല, നമ്മളൊരു പൂർണ്ണ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങ് മറക്കും ഇതെല്ലാവേ. ബാക്കിയൊന്നും ഓർത്തിരിക്കാനുള്ള സമയമൊന്നും കിട്ടിയല്ല. ഈ 14 വർഷം അല്ല, ഈ 7 വർഷം യാക്കോബിന് ഏതാനും ദിവസം പോലെ തോന്നിയ സ്നേഹത്തിന്റെ ശക്തിയിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹത്തിന്റെ ശക്തി വന്നു കഴിയുമ്പോൾ എല്ലാം മാഞ്ഞു മറിഞ്ഞങ്ങ് പോകും. നമ്മുടെ ഈ വീട്ടിൽ ഓരോ കണക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നേ. ഇതെല്ലാം ഇല്ല, ഞാനങ്ങ് മറന്നേക്കോ, എന്നാ പ്രശ്നം ഇരിക്കുന്നു. പണ്ട് സന്യാസികളുടെ കാര്യം പറയുന്ന പോലെ സന്യാസികൾ ഇങ്ങനെ അതെ അതെ, സന്യാസികള് ഒരു കുറെ കാലം ഇങ്ങനെ ശാന്തമായിട്ടൊക്കെ ജീവിക്കുക. അന്നേരം ഓരോ കുറച്ച് ഒന്നും എന്നേലും ഒരു വഴക്കും ഇതൊക്കെ ഇല്ല, ഒരു രസമില്ലല്ലോ എന്ന് ഓർത്തേ അവര് ചെറിയ വഴക്ക് ഒരു ഇച്ചിരി ഒന്നേ കൂടാനായിട്ട് ജനിച്ചൊരു അന്നേരം പിറ്റേ ദിവസം അതിന് ദിവസം നിശ്ചയിച്ചു. അന്നേരം ഒരു സന്യാസി ഒരു കട്ട എടുത്തിട്ട് മറ്റേ സന്യാസിയോട് പറഞ്ഞു, ഇവർ വഴക്കുണ്ടാക്കാനാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. കട്ട എടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ കട്ടയാന്ന് ഒരു സന്യാസി പറഞ്ഞു. മറ്റേ സന്യാസി എല്ലാം മറന്നുപോയി, നിന്റെയാണ് നീ എടുത്തോളാന്ന് പറഞ്ഞു. അതാ അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നമുക്ക് തർക്കം വന്നു കഴിയുമ്പോൾ എന്നാത്തിനെ തർക്കിക്കുന്നുണ്ട്. തർക്കിച്ചേ ഒരാളെ തോപ്പിച്ച് അവനുമായിട്ട് അകലുന്നതിനേക്കാളും നീ പറയുന്നു നമ്മളങ്ങ് നിശബ്ദതയിൽ അങ്ങ് പോയി കഴിഞ്ഞാലേ വീട്ടിലെ എല്ലാം തീരും. അങ്ങനെ വിശുദ്ധനെ പിന്നെ ആരണ്ട് വന്ന് പശു പറന്നു പോകുന്ന ഇവിടെ വന്നിട്ട് വിശ്വസിച്ച് നോക്കി. അക്യുനസ് അതെ, അത് ഭയങ്കര കള്ളം പറഞ്ഞായിട്ട് വിശ്വസിക്കുന്നില്ല. അക്യുനസ് എന്നിട്ട് നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയിലായിരിക്കേ. അക്യുനസ് ഇങ്ങനെ കാളെ നോക്കാനായിട്ട് ഇറങ്ങി വന്നു, കാളയൊക്കെ നോക്കി മുകളിലോട്ട് നോക്കി. ഇങ്ങനെയാ അവിടുത്തെ സന്യാസികളെ അക്യുനസിനെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ ആകാശത്തൂടെ കാള പറന്നു പോകുന്നേ. അപ്പൊ അക്യുനസ് വലിയ ബോധ്യമില്ലേ, പുള്ളി ഇറങ്ങി ആകാശത്തോട്ട് വന്ന് നോക്കി കഴിഞ്ഞാൽ നേരത്തെ സന്യാസികൾ പുള്ളിയെ കളിപ്പിച്ചതിന്റെ ഒരു ആനന്ദത്തിലാണല്ലോ. അപ്പം അക്യുനസ് പറഞ്ഞു, കാള ആകാശത്തോട് പറന്നു പോയാലും സന്യാസികൾ നുണ പറയായിരുന്ന ഞാൻ വിചാരിച്ചത്. അല്ല അതാണൊരു അതെ 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 നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കയറാം അല്ലേ? അതെ, എന്നാലും വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരാളെ നമ്മളെ വിവാഹ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ എന്നേക്കുമായിട്ട് ബന്ധിതരാണല്ലോ. അപ്പൊ നമുക്ക് സ്നേഹം തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്നാലും ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. ആ സ്നേഹം വിശ്വസിച്ചല്ലേ പോകുന്നത്. ഇപ്പം വഴക്കൊക്കെ ഉണ്ടാക്കുന്നു. അന്നേരം നമ്മുടെ ബന്ധം നിത്യമായിട്ട് ബന്ധമായതുകൊണ്ട് അന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി പുള്ളി ഇത് ചെയ്യുന്നില്ല, എനിക്കൊട്ടും സ്നേഹം അങ്ങോട്ട് തോന്നുന്നില്ല, ആ പുള്ളി ഇങ്ങോട്ടും ഒട്ടും സ്നേഹം തോന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞങ്ങള് അന്നേരം ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ യഥാർത്ഥത്തില്. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് തോന്നുന്നില്ലെങ്കിലും ദൈവം സ്നേഹിക്കാൻ നമ്മൾ വിശ്വസിക്കണം. അപ്പം അതാ ഇവരൊക്കെ വിശ്വസിച്ചതേ. അന്നേരമാണ് നമ്മളൊന്നും നോക്കണ്ട, നമുക്ക് ഇതുണ്ടോന്ന്, ആ ക്വാളിറ്റി ഉണ്ടോന്ന് ദൈവത്തിനും അറിയണ്ടേ. അല്ലെ ദൈവം ഇച്ചിരി പീഡ വരുമ്പോഴത്തേനും. അതുകൊണ്ട് വലിയ വിശുദ്ധരൊക്കെ ദൈവവും അവരും തമ്മിലുള്ള ഇടയ്ക്കുണ്ടാകുന്ന സങ്കടം ഉണ്ടല്ലോ, അവർക്ക് അതിനൊരു ആശ്വാസം, കൺസോളേഷൻ എന്നുള്ള ഒരു അവസ്ഥ പോലും അവർ ഉപേക്ഷിച്ചിരുന്ന പറഞ്ഞു. ഈ ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തെ ഒട്ടും മാറ്റി നിർത്താൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു ആശ്വാസം കിട്ടിയല്ലോ നമുക്ക്. ഈ അങ്ങനെ കുറെ നാളുകൂടി ഇങ്ങനെ സങ്കടത്തിൽ ഇടുവാണെങ്കിൽ ഇട്ടോ ഞാനങ്ങ് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിപ്പാത്. അത് ദൈവത്തിന് ഇതെല്ലാം കാണാം. നമുക്കത് അങ്ങനെ കാണത്തില്ലേലും ദൈവം എന്നെ നോക്കിക്കോളും അന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിപ്പാതെ. അബ്രഹാം പറഞ്ഞു, കുഞ്ഞിനെ വെട്ട്, കാത്തിരുന്ന കൊഞ്ഞാ. അബ്രഹാം എടുത്ത് പോവല്ലേ, ഇങ്ങനെ പറഞ്ഞോ വെട്ടാൻ പറഞ്ഞു, ഞാൻ വെട്ടും. ദൈവം കാണുന്നിടത്ത് വെട്ടി അബ്രഹാം. ദൈവം കാണുന്നിടത്ത് ശരിക്കും വെട്ടി, കൊച്ചിനെ കൊന്നു. പിന്നെ ഇസഹാക്ക് ജീവിക്കുന്നൊന്ന് ഓർത്ത് നോക്കി. ഇസഹാക്കിന്റെ അബ്രഹാത്തിന് നമ്മളത് ധ്യാനിക്കാഞ്ഞിട്ടാ. ഇസഹാക്ക് പിന്നെ അബ്രഹാത്തിന്റെ കൂടെ പോയി ജീവിക്കുകയല്ലേ. എപ്പോഴാ ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴാ ദൈവത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നേ, നമ്മളെ ഇനിയും കൊണ്ടുപോകുമോ? നമ്മളാണെങ്കിൽ മോറൽ തിയോളജി ഒക്കെ ധ്യാനിച്ച് ദൈവമല്ലായിരിക്കണം പിശാചായിരിക്കണം നമ്മളോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ധ്യാനിച്ച് ഈ എന്നെ കൊല്ലാൻ പോലും തീരുമാനിച്ച ഈ അപ്പന്റെ കൂടെ ഇസഹാക്ക് ജീവിച്ചെന്ന് പറഞ്ഞ ഇസഹാക്കിന്റെ വലിയ ഇതല്ലേ. അപ്പൊ എന്ന് മാത്രമല്ല, ഇസഹാക്കിന് ഏറ്റവും ബോധ്യപ്പെട്ടത് അതായിരിക്കും, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എന്നെ കൊല്ലാൻ ജീവിച്ച അപ്പൻ എത്ര വലുതാണെന്നുള്ള രീതിയിലായിരിക്കും ഇസഹാക്ക് ജീവിക്കുന്നത്. അതാ ഇസഹാക്കിന്റെ ദൈവമായി. അന്നേരം ഇസഹാക്ക് വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. ഇസഹാക്ക് ഒരു മകനായിട്ട് ജീവിച്ച് വചനം എടുത്ത് നോക്കി 1-2 കിണറും കുത്തി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇസഹാക്കിന്റെ ജീവിതം. അത്ര ഇതിലേക്ക് ദൈവം ഉയർത്തുമല്ലേ.
നമ്മളത് ആ നിലനിൽപ്പാണ്. അതിനകത്തൊരു ധ്യാനമുണ്ട് ഇതിനകത്ത്. പിടിക്കേണ്ട ഒന്നുമല്ല, പക്ഷെ നമ്മൾ ആ ദൈവത്തോടുള്ള ആ വിശ്വസ്തതയില് നമ്മള് ഒരു രോഗം വന്നു, നമ്മൾ 1-2 പ്രാവശ്യം പറഞ്ഞിട്ട് സുഖപ്പെട്ടില്ല. ദൈവം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരെണ്ണം ഉണ്ടല്ലോ, അല്ലെ അടുത്ത ഇച്ചിരി കഴിയുമ്പോഴത്തേനും മരുന്ന് മേടിക്കാനായിട്ട് പോകുന്ന, അതും നമ്മള് ഇത് ഈശോനെ സുഖപ്പെടുത്തും. അതൊരു ബന്ധുക്കോസി ഭയത്തല്ലേ ഞാൻ പറയുന്നത്. ദൈവം എന്നെ അങ്ങനെ അത് പരീക്ഷിച്ച് നോക്കിയിട്ടേ സുഖപ്പെടുത്തുള്ളൂ. കുറെ ദിവസം അങ്ങനെ പിടിച്ചു നിൽക്കും, ഇവൻ എങ്ങനെ നിൽക്കും. അപ്പൊ അന്നേരം അങ്ങനെയുണ്ട് ദൈവത്തിന്. ഈ വിശുദ്ധരുടെ എല്ലാ ജീവചരിത്രത്തിൽ എടുത്ത് നോക്കി അവരെ ഇങ്ങനെ ഞെക്കിപ്പിച്ചിട്ട് അവരെ എടുത്തിരിക്കുന്നത്. 7 പ്രാവശ്യം ഒലയിൽ വെച്ച് ഇതുകൂട്ട് ശുദ്ധി ചെയ്ത സ്വർഗം വിലകെട്ടതെല്ലാം കളഞ്ഞിട്ട് എടുക്കുന്നത്. അതെ അതെ അതെ. നമ്മളെ ഒരിക്കലും AC വെച്ച് ശുദ്ധീകരിക്കത്തില്ലല്ലോ. നമ്മളതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ AC വെച്ച് ശുദ്ധീകരിക്കണേ. എന്തോ അതെ അതെ അതെ, അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ദൈവത്തിന് ജ്ഞാനമൊന്നുമില്ല. അത് നമ്മൾ ദൈവേഷ്ടത്തിന് നമുക്ക് സമർപ്പിക്കാനുള്ള ഒരു പേടി. അതാണ് ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് ഇങ്ങനെ പന്തികേട് വല്ലതും ചെയ്യുമോ? കാരണം വിശുദ്ധരുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുമ്പോഴേ പീഡയാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി പേരെ എല്ലാവർക്കും പീഡയല്ല കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പം ദൈവേഷ്ടത്തെ കടിക്കുന്ന പട്ടിയെ പോലെ, പട്ടിക്ക് വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് പട്ടിയെ പേടി. അത് വന്ന് അങ്ങനെ അല്ല, പട്ടിയെ പേടിക്കേണ്ട കാര്യമില്ല. വരുന്ന വീട്ടിലെ ആളെ പേടിക്കുന്നില്ലല്ലോ. പട്ടി കടിച്ചേക്കുവോ, അടിച്ചു വിട്ടിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവഷ്ടത്തിന് ചിലപ്പോൾ നമ്മളെ അല്പസമയം പോലെ വിട്ട പോലെ വിട്ടുവോ, ജോബിനെ പോലെ പീഡിപ്പിക്കുവോ, അങ്ങനെയൊക്കെ കുറെ പേരുടെ ജീവിതം എടുത്തിട്ടാണ് നമ്മൾ ദൈവഷ്ടത്തിന് സമർപ്പിക്കാൻ ഒരു മടിയായിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാ പേടി, നിങ്ങൾക്ക് ജ്ഞാനമില്ലാതെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ. അത് അങ്ങനെ നടക്കുന്നത് കേട്ടോ. നല്ലപോലെ ആലോചിച്ച് നടക്കുന്നത്. നമ്മള് എനിക്കനുഭവം പറയുന്നത്. ജോബിനൊക്കെ അല്ല, ജോബിനെ പോലെയൊക്കെ നമുക്ക് അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റണം. എൻ്റെ തൊലി അലിഞ്ഞു പോയാലുമേ ജോബ് അങ്ങനെയാ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ മാംസത്തിൽ നിന്ന് അങ്ങനെ പ്രകൃതിക്കുമെന്നാ പറഞ്ഞു. തൊലി അലിഞ്ഞു പോയാലും അങ്ങനെ ഇതില് നമ്മളൊരു കോൺസെപ്റ്റ് ദൈവയിഷ്ടത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ. പക്ഷെ അപ്പോഴും മക്കൾ എന്നുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ പൊട്ടത്തരങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ചില സമയങ്ങളിൽ. പക്ഷെ അപ്പന്റെ ഇഷ്ടം എന്ന് പറയുന്നതേ നമ്മളെ ഇപ്പം ശരിക്കും നമ്മുടെ ഈ ഇതായിട്ട് നമ്മളെ നോക്കിക്കഴിയുമ്പോൾ നമ്മളെ ഒരു ദൈവം പൊട്ടൻഷ്യാലിറ്റിയിലാണ് എന്ന് പറഞ്ഞ സാധ്യതയിലാണ് മാലാഖമാരെയും മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, പരിപൂർണതയിലല്ല. അപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാല് ഈ തള്ള കോഴിക്ക് മുട്ടയോടുള്ള ഒരെണ്ണം ഉണ്ടല്ലോ, ഒരു മുട്ടയോടുള്ള ഒരു സ്നേഹവും കോഴി കുഞ്ഞുങ്ങളോടുള്ള ഒരു സ്നേഹവും തമ്മിൽ വ്യത്യാസമില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൊട്ടൻഷ്യാലിറ്റി തന്നെ ഈ മുട്ട അവസ്ഥയിലുള്ള ദൈവത്തിന്റെ ഒരു സ്നേഹവും കോഴിയായി തീരുമ്പോഴുള്ള ഒരു സ്നേഹമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ നമ്മളായിരിക്കുന്നത് പൊട്ടൻഷ്യാലിറ്റിയില്ല. അതുകൊണ്ട് ആയി തീർന്നു കഴിയുമ്പോഴാണ് അപ്പന്റെ സത്തയെന്നുള്ള സ്നേഹം നമുക്ക് ശരിക്കും വരാൻ പോകുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഈ തള്ളക്കോഴിക്ക് മുട്ടയോടുള്ള ഒരു സ്നേഹം പോലെ ഇപ്പം നിൽക്കുന്നു. അതിപ്പോ നമുക്ക് ഈ വചനത്തിൽ പറഞ്ഞ പോലെ നമ്മളായി ഒരു കോഴിക്കുഞ്ഞ് ദൈവത്തിന്റെ കുഞ്ഞായി കഴിയുമ്പോഴാണ് നമുക്ക് ഈ സ്നേഹം കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് അത് അല്ലാതെ ആയി പോകാം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ മനുഷ്യരെല്ലാവേ ഒന്നെങ്കിൽ കോലാടാവും അല്ലെങ്കിൽ ചെമ്മരിയാടാവും. നമുക്ക് ചെമ്മരിയാടാകാനുള്ള ഒരു സാധ്യത അല്ല, കോലാടാകാനുള്ള ഒരു സാധ്യതയും കിടക്കുക. നമ്മൾ ഈ വചനം അനുസരിച്ച് നല്ലപോലെ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ കോലാടായി പോകും. അതിനൊന്നും വലിയ ശ്രമിക്കൊന്നും വേണ്ട, തന്നെ ആയിപ്പോളും. നല്ലപോലെ ജീവിച്ച് നമ്മൾ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ചെമ്മരിയാടാകുന്നത്. അപ്പൊ അങ്ങനെ ദൈവം ഇപ്പം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഞാൻ നമ്മുടെ ഈ പൂമ്പാറ്റയുടെ ഇതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് പൂമ്പാറ്റയാണ് ശരിക്കും മുട്ടയിട്ടിരിക്കുന്നത്. പറക്കുന്ന ഒരു ജീവി പൂമ്പാറ്റ മുട്ടയിട്ടിരിക്കുന്നു. ഈ മുട്ട വിരിഞ്ഞ് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് വന്നൊരു പുഴുവാകുന്നു. പുഴുവാകുന്നതും അന്നേരം ഈ പുഴു ചിന്തിക്കുന്ന ഒന്ന് ഓർത്ത് നോക്കി, നമ്മളൊക്കെ ഇപ്പൊ അങ്ങനെയായിരിക്കും, ഒരു സ്റ്റേജിലായിരിക്കും. പുഴു ചിന്തിക്കുക നല്ല ഇലയൊക്കെ തിന്നതിന് നല്ല രുചി. അപ്പം പുഴു ചിന്തിക്കുക ഇത് കൊള്ളാമല്ലോ, തരക്കേടില്ലല്ലോ, ഇങ്ങനെ അങ്ങ് ജീവിക്കുക. ആ ഒരു റേഞ്ചിൽ അങ്ങ് നിൽക്കും പുഴുവേ. അപ്പോൾ കുറെ ദിവസം ഇലയൊക്കെ തിന്ന് അങ്ങനെ അങ്ങ് ജീവിക്കും. അപ്പൊ അതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ മരക്കൊമ്പോ അല്ലെ അത്രേ ഉള്ളല്ലോ ആ പുഴുവിനുള്ളൊരു റേഞ്ച്. അപ്പൊ ഇലയ്ക്ക് ഒരു രുചിയൊക്കെ കാണാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് ഇട്ടിരിക്കുന്ന മുട്ടയിട്ടതും പൂമ്പാറ്റയാണ്. ആ മുട്ട വിരിഞ്ഞ് പുഴുവായിരിക്കുന്നതും പൂമ്പാറ്റ സാധ്യതയാണ്. ആ പുഴു ചില പുഴുക്കളുടെ ഇടയ്ക്ക് അവരുടെ ഒരു ഇൻസ്പിറേഷൻ ഉള്ളിൽ കാണും. ഇപ്പൊ നമുക്കൊക്കെ ഉള്ള പോലെ ഇൻസ്പിറേഷൻ ഉള്ളിൽ കാണും. അങ്ങനെയൊക്കെ അല്ലല്ലോ, എന്തോ ഒരു സാധ്യത എനിക്ക് കിടക്കുവാണല്ലോ. അപ്പൊ ഈ ഇല തീറ്റയൊക്കെ നിർത്തും.
നിർത്തിയിട്ട് അതൊരു കൂട് കെട്ടി കുറച്ച് ദിവസം അതിനകത്തിരിക്കുക. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ പല രീതിയിൽ പട്ടുനൂൽ പുഴുവിൻ്റെ ഒക്കെ അറിയാമല്ലോ, അതിനെ ഇതുകൊണ്ട് കൊക്കൊണ്ടുണ്ടാകുന്നേ അങ്ങനെ ഉണ്ടാക്കി അവരതിനകത്തിരിക്കും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കുഞ്ഞു കമ്പുകൾ ഇങ്ങനെ കണ്ടിച്ചിട്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് പുഴു അതിനകത്ത് കയറും. കുറച്ച് കഴിയുമ്പോൾ അത് പൂമ്പാറ്റയാവും, അല്ലെങ്കിൽ തുമ്പിയാവും, അങ്ങനെ പറക്കും. അപ്പൊ ഇവർക്ക് ഈ ഇന്നേറ്റ് ആയിട്ട് നമുക്കും ഉണ്ട് അവർക്കും ഉണ്ട് ഒരു നമ്മുടെ ആ സാധ്യതയെക്കുറിച്ച്. അപ്പൊ അവരന്നേരം ഇങ്ങനെ ഒരു ത്യാഗമൊക്കെ സഹിച്ച്, അപ്പൊ അതിന് മുമ്പ് പ്രലോഭനം ഉണ്ടാകും. കൊച്ചിപ്പം ചോദിച്ചെന്ന് പറഞ്ഞ പോലെ പ്രലോഭനം ഉണ്ടാവുകടാ, നീ ഇങ്ങനെ പൂമ്പാറ്റയാകാൻ പോയി കഴിഞ്ഞാൽ നിന്റെ വായ അടഞ്ഞു പോവുകയല്ലേ. ശരിയെ വായ അടഞ്ഞു പോകും, ഇങ്ങനെ എല്ലാം തിന്നും. പക്ഷെ അത് അന്നേരത്തെ ചോദ്യം അത്, ഇത് പൂമ്പാറ്റയായി കഴിയുമ്പോഴത്തേനും ഇതിന് തേൻ കുടിക്കാനുള്ള ഇതുണ്ടാവും അല്ലേ. വായ അടഞ്ഞു പോകും, പക്ഷെ തേൻ കുടിക്കാനുള്ള ഒരു സാധനം ഈ പൂമ്പാറ്റയ്ക്ക് ഉണ്ടായി വരും. അപ്പം നമ്മൾ ശരിക്കും രൂപാന്തരപ്പെട്ട് പൂമ്പാറ്റയായി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഇലയും നമുക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന റേഞ്ച് ഈ മരത്തിന്റെ ഒരു കമ്പുമായിരുന്നു, ഇലയായിരുന്നു. പൂമ്പാറ്റയായി കഴിയുമ്പോഴത്തേനും ഡൈനിങ് ടേബിള് പൂക്കളാവും, ആകാശം നമ്മുടെ മേഖലയാവും മരത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കിടക്കുക, നമ്മുടെ ഒരു ഫുൾ സ്റ്റേജിലായിരിക്കും ഇപ്പം കിടക്കുന്നത്. അപ്പൊ നമ്മളോട് വിശ്വാസം എല്ലാം സജഷൻ ചെയ്യും, നീ പൂമ്പാറ്റയാനൊന്നും പോയേക്കരുത്, പന്തികേടാണ്, നിന്റെ വായ അടഞ്ഞു പോകും, നീ എന്തെങ്കിലും തിന്നുന്നായിരിക്കും പറയുന്നത്. അങ്ങനെ പറയും. അത് നമുക്ക് എന്ന് പറഞ്ഞ ഉദാഹരണത്തിൽ പറയുന്നതല്ലേ. അപ്പൊ നമ്മുടെ ജഡത്തിന് കിട്ടാവുന്ന സന്തോഷങ്ങളെ കുറിച്ചുള്ള ഒരു പരിഗണനയിൽ ഇത് വിട്ടുപോയാൽ അടുത്ത് ഉണ്ടോന്ന് ഉറപ്പുമില്ല. ഇതിനകത്ത് കയറിയെന്ന് ചത്തുങ്ങാനും പോയാലോ എന്നൊക്കെ ഓർത്താലേ അങ്ങനെയൊക്കെയുള്ള പല പ്രലോഭനങ്ങൾ വരും. അപ്പൊ അതാണ് പ്രതീക്ഷയിലേക്ക് അങ്ങോട്ടോടെ വിളിച്ചവൻ വിശ്വസ്തനാണല്ലോ, അവന്റെ പ്രതീക്ഷയുണ്ട്. അപ്പൊ ഇവരൊക്കെ പഠിച്ചിട്ട് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ഫുൾഫിൽമെന്റ് അല്ലെ, ദൈവത്തിലുള്ള ഐക്യത്തിൽ ആത്മാവിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 100 ആണെങ്കിൽ നമ്മുടെ ജഡികത എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആസക്തികളും അങ്ങനെയുള്ള സന്തോഷങ്ങളെല്ലാം കൂടെ അതിന്റെ 100 ഇതില് നമ്മൾ അത് ഫുൾഫിൽ ചെയ്താലും തൃപ്തിയായാലും 3% മാത്രമേ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് ആർക്കും പറ്റത്തില്ല, നമ്മൾ പോയിന്റ് ഇട്ട് 0 ഇട്ടിട്ട് ഒരു പോയിന്റില്ല നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, ഭക്ഷണം, അല്ലാത്ത സുഖങ്ങൾ, അതര പ്ലഷർ, അങ്ങനെയുള്ള സുഖങ്ങളെല്ലാം കൂടെ കൂടിയതാകട്ടോ. അത് ഇപ്പം വലിയൊരു വലിയൊരു ചക്രവർത്തിക്കൊക്കെ ചിലപ്പോൾ സോളമനെ പോലെയുള്ളവർക്ക് ഇഷ്ടംപോലെ 10-700 ഭാര്യമാർ അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ ആഭരണങ്ങൾ, പിന്നെ അധികാരം എല്ലാം ഉണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ജഡത്തിന്റെ മുഴുവൻ സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടിയാലും അത് 3% ആവുള്ളൂ. പിന്നെ നമുക്ക് ജ്ഞാനത്തിന്റെ കുറെ മേഖലകളുണ്ട്, അധികാരത്തിന്റെ മേഖലകൾ, അങ്ങനെയുള്ള എല്ലാ മൈൻഡിന് കിട്ടാവുന്ന എല്ലാം കൂടെ കൂടിയാലും അത് പിന്നെ 7% കൂടി, ഇതെല്ലാം കൂടെ കൂടി 10% ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി 90% ആത്മാവിന്റെ കാര്യങ്ങളിലാണ് ഇട്ടിരിക്കുന്ന ദൈവം. അപ്പൊ ഇത് ആൾക്കാർ എന്തേരം പോയാലും ഒന്നോടി എന്തായാലും ഓടും എന്ന് പറഞ്ഞ പോലെ എന്തേലും ഓടിയാൽ ഈ 10%, അതിന്റെ 100% പ്രാപിച്ചാലും 10% ആവത്തുള്ളൂ. ബാക്കി 90% നമ്മൾ നമ്മൾ ആത്മീയരാ. അത് നമുക്ക് മറന്നുപോയതാണ്. നമ്മുടെ ജഡികതയിൽ ആത്മീയരാകാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല പുഴു ആകാൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ലതുപോലെ ഒരു പക്വതയുള്ള ഒരു ജഡിക മനുഷ്യനായിട്ട് ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ദൈവം പൗലോസിലെയും ഈശോയെ ഒരിക്കലും അതിനെ അല്ല സംഭവിക്കുന്നത്. നമ്മൾ ആദത്തിന് ജനിച്ച മാംസത്തിന്റെ മനുഷ്യര് ഈശോയുടെ ഭൗതിക ശരീരത്തിൽ അംഗമായി ആത്മീയ മനുഷ്യനാകാനാണ് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നടക്കുന്നത്, നമ്മൾ കുമ്പസാരിച്ച് നല്ല ജീവിതമൊക്കെ നടത്തി ഒരു പഴയ മിടുക്കൻ മനുഷ്യൻ. ഇപ്പോഴാണ് ഡൈ ഒക്കെ ചെയ്ത് കുറെ പേർക്ക് യോഗ ഒക്കെ ചെയ്ത് യുവാവായിട്ട് ജീവിച്ചു പോകുന്നുണ്ടല്ലോ. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനായിട്ട് എങ്ങനെയാണെങ്കിലും ഇച്ചിരി കഴിയുമ്പോൾ മരിക്കും. എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാലും 90 വയസ്സ് ക്യാമ്പസിന് വേണ്ടി മരിക്കും. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുക. ആ പഴയ മനുഷ്യനൊന്നും ഈ ഭൂമിയിലെ ഒരു മിടുക്കനായിട്ട് ജീവിച്ചു പോകണം. അത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞ കേട്ടോ. പക്ഷെ എത്ര നല്ലവരാണ്, ജനിച്ചപ്പം തൊട്ട് ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പഴയ മനുഷ്യരാ. ഈ പഴയ മനുഷ്യൻ മാറിയിട്ട് പുതിയ മനുഷ്യനാകുക എന്നുള്ള ഈശോ കൊണ്ടുവന്ന ആത്മീയതയെ, പുതിയ മനുഷ്യൻ ഈശോയുടേതാവുക. ആദത്തിന് ജനിച്ചവൻ പൗലോസിലയുടെ ഒക്കെ ലേഖനം എടുത്ത് നോക്കി ഇതാ തന്നെ പറയുന്നത്. മുമ്പേ പറഞ്ഞ പോലെ ഈ ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിന്ന് ജീവനും സമാധാനം കൊയ്യും, ശരീരത്തിൽ വിതയ്ക്കുന്നെങ്കിൽ മരണം കൊയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ കൊലടായി പോവും, അല്ലെങ്കിൽ മോശപ്പെട്ട ഒന്നെങ്കിൽ ഗോതമ്പണിയാവും, അല്ലെങ്കിൽ പതിരാവും. അങ്ങനെ ഒരെണ്ണം കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഉത്സാഹിക്കേണ്ടത് മുഴുവൻ ഈ പഴയ മനുഷ്യനെ, പഴയ വീട് റിപ്പയർ ചെയ്തെടുത്ത പുതിയത് പണിതിനേക്കാളും ഇരട്ടി ചെലവും ആകും, വീടൊട്ട് ഭംഗിയും കാണത്തില്ല. ഇത് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയാനായിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ. അല്ല നമ്മൾ ഉദാഹരണം പറയുന്ന പോലെ ആത്മീയ മനുഷ്യരെ ഒരു വിമാനമാണ് ഓടിക്കൂ. നമ്മൾ പറക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്.
പക്ഷെ നമുക്ക് ചക്രമുണ്ട്. അന്നേരത്തിന് നമ്മൾ തീരുമാനിക്കുക ഇത് ഓടുന്നുണ്ടല്ലോ, റൺവേ കൂടെ ഒക്കെ ഓടുന്നുണ്ടല്ലോ. അന്നേരം ഗവൺമെന്റ് തീരുമാനിക്കുക ഇതിപ്പം ബസ് ഓടിക്കുന്നതിനേക്കാളും ലാഭം ഒരു 10 ബസ്സേ കയറി നാളെ ഈ വിമാനത്തെ കയറ്റാം, ചക്രമുണ്ട്. എന്നാൽ നമ്മൾ ഈ റോട്ടിൽ കൂടെ അങ്ങ് ഓടിക്കാൻ തീരുമാനിക്കുന്നില്ല വിമാനത്തെ. അതിന് ഇന്ധനത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പൊ ഈ ആത്മീയ മനുഷ്യന് ചക്രം ഉണ്ടെന്നെങ്കിൽ ഇത് അങ്ങ് ഓടിയേക്കാൻ തീരുമാനിക്കുന്നല്ലേ. പറക്കേണ്ടവരാണ് നമ്മള്, വളരെ മെച്ചമാണല്ലോ, നല്ലവരെയാണ്, നല്ല സ്പീഡുണ്ട്, നേരെ ഹൈവേ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഒരിക്കലും ആ ചുറ്റുവട്ടത്തിൽ മാത്രമേ ഇത് ഓടത്തുള്ളൂ. ഒരു രാജ്യത്തിന്റെ അപ്പുറത്തോട്ട് പോകത്തില്ലല്ലോ. നമ്മുടെ റേഞ്ചുകളെല്ലാം അവിടെ ചക്രത്തെ പോയാലേ അമേരിക്കയിൽ ചെല്ലത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. 2 തീരുമാനം എടുക്കാം. ഒന്നെങ്കിൽ റോഡിൽ കൂടെ ഓടിക്കാം, കണ്ടോ, പിന്നെ ബുദ്ധിപരമായ തീരുമാനമാണ്. എത്ര പേരെ അല്ലെങ്കിൽ പറക്കാനുള്ള തീരുമാനം എടുക്കാം. വചനം മുഴുവൻ അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലേഖനമൊക്കെ എടുത്ത് പിറ്റേന്ന് നോക്കിയേ. നമ്മുടെ റോമാലേഖനമൊക്കെ നമുക്ക് മനസ്സിലാകാത്തത് അതാ. റോമാലേഖനമൊക്കെ നമ്മൾ വേറെ എടുക്കുന്നതുകൊണ്ട് ഈ പഴയ മനുഷ്യനെ പിച്ചി കീറി കളഞ്ഞിട്ട് പിഴുത് കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാൻ അതിനകത്ത് 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ വചനം പറഞ്ഞ് നമ്മളങ്ങനെ ഒരാളങ്ങനെ ഇത്രയും കാലം ഉണ്ടായില്ലെന്നുള്ളത് ഈ ഉണ്ടാക്കിയാലെന്ന് തെളിവല്ലേ. അപ്പൊ നമ്മൾ ഇത്രയും നാളും ഈ പുഴുക്കൾ തന്നെ നിന്നിട്ട് പറയുകയാണ്, എടാ നമുക്ക് പൂമ്പാറ്റയാകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പുഴു പിന്നെ പുഴുവായിട്ട് തന്നെ ചത്തു പോവുക. പക്ഷെ ഒരാൾ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പൂമ്പാറ്റയാകാം എന്നുള്ള ഒരു ഇതാകുമല്ലോ. അതിപ്പോ നമുക്ക് ആർക്ക് വേണേലും അതിനൊരു പൂമ്പാറ്റയായിട്ട് അന്നേരം തന്നെ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. അന്നേരം തന്നെ സുവിശേഷം അനുസരിച്ച് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാകാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെളിച്ചമായി മാറാമെന്നാണ്. പിന്നെ തീർച്ചയായിട്ടും കണ്ടോളും. വേറെ ആർക്കും മാനസാന്തരപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നമ്മളെ തന്നെ മാനസാന്തരപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ആകെ ലോകത്ത് വേറെ ആരും നമ്മൾ മാനസാന്തരപ്പെട്ടു. അതാ സിദ്ധിപ്പിണ്ണാനൊക്കെ എടുത്ത് തീരുമാനമായി സ്വയം. അന്നേരം നമുക്ക് പിന്നെ ഭൂമിക്ക് വെളിച്ചമാവും. ഇതൊക്കെ നമുക്ക് ഇപ്പം പ്രാക്ടിക്കൽ എത്തേസ്റ്റായിട്ട് നിന്നാണ് നമ്മൾ ഈ ചിന്തിക്കുന്ന എല്ലാവേ. ദൈവം വളരെ ദുർബലനായ മനുഷ്യനായിട്ടേ കാണുന്നുള്ളൂ. ദൈവമായിട്ട് പോലും കാണുന്നില്ല. ഇങ്ങനെയൊക്കെ ആക്കി തീർക്കാൻ പറ്റുമോ? നേരെ 12 ബില്യൺ യൂണിവേഴ്സൊക്കെ സൃഷ്ടിച്ചത് ശരിയാ. ആകാശ നക്ഷത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുവേ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഇടപെടുവോ? അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വാസം മൂലമാണ്. നമുക്ക് എല്ലാ പരിമിതികളും ഉണ്ടാകും. എന്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ഈ ഫെയ്ത്ത് വരേണ്ടത്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലു. ഞാൻ എന്തായാലും പ്രാവശ്യം എനിക്ക് ആ പ്രലോഭനം ഉണ്ടാകുന്നറിയോ. ഞാൻ അന്നേരം ഈ വചനം പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നു. ഞാനത് പ്രത്യേകം ഓർക്കും. എൻ്റെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ്. ചുമ്മാ നോട്ടമല്ല. നമ്മുടെ ആ ദൈവത്തിന് അറിയാം. ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ കരഞ്ഞു പോയി. ഞാൻ എൻ്റെ പല്ല് പോലും എണ്ണിട്ടുണ്ടോ വെച്ചാൽ പല്ല് എണ്ണിട്ടുണ്ടോ? നമ്മുടെ പല്ല് പോലും എണ്ണിയിട്ടില്ലല്ലോ. ദൈവം നമ്മുടെ മുടി പോലും എണ്ണിയിരിക്കുക. ദൈവത്തിന് വലിയ ഓർമ്മശക്തി ഉണ്ടായിട്ടല്ല, അത് സ്നേഹമാണ്. നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ പേര് ഒരു 5-6 വർഷം കഴിയുമ്പോൾ വന്ന് നമ്മൾ ആ പേര് വിളിക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷം. ഒരു കാര്യം നമ്മൾ ആകെ ഓർത്തിട്ടുള്ളൂ, പേര്. എന്നിട്ട് പോലും അവർക്ക് സന്തോഷമാണ്. പക്ഷെ ദൈവം നമ്മുടെ തലയിലെ മുടി മലയാളത്തിൽ എണ്ണിന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ അത് നമ്പേർഡ് എന്ന് എഴുതി, കൗണ്ടഡ് അല്ല, നമ്പേർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ മുടിക്കും എണ്ണ ഇട്ടിരിക്കുക. അന്നേരം നമ്മുടെ ഒരു മുടി പൊഴിഞ്ഞാല് നമ്മുടെ ഒരു മുടി പൊഴിഞ്ഞെന്നല്ല ദൈവത്തിന് മനസ്സിലാകുന്നത്. നമ്മുടെ 10,053 മുടി പൊഴിഞ്ഞു, അതാ മനസ്സിലാകുന്നത് ദൈവത്തിന്. അത്രയും നമ്പർ ആയിട്ടിരിക്കുന്നു. അപ്പൊ അത്രയും ശ്രദ്ധിച്ച. നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണ് വ്യത്യസ്തമല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ആധാർ കാർഡില്ല. നമ്മുടെ ഈ ലോകത്തിൽ 750 കോടി ഉണ്ടെങ്കിൽ ഈ പ്രിന്റ് വ്യത്യസ്തമാണ്. ഇത് എല്ലാവരും വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അത്ര ഐഡന്റിറ്റിയില്ല ദൈവമേ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ ദൈവത്തിന്റെ സർവ്വശക്തി വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നേ. അതായത് നമ്മൾ ദൈവം സർവ്വശക്തനാണെന്ന് വിശ്വസിക്കുമ്പോൾ ഞാൻ തന്നെ ഓർത്തതാ. അതായത് നമ്മളെപ്പോലെ ഒരു മനുഷ്യനെ ദൈവം ഇത്ര പിന്തുടരേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇങ്ങനെ നമ്മൾ ഈ എന്തേരം കുമ്പസാരിപ്പിച്ചു വിട്ടാലും പിന്നെ പാപം ചെയ്തുകൊണ്ട് അങ്ങനെ ദൈവത്തോട് യാക്കോബിനേക്കാളും മൽപ്പിടുത്തം നടത്തുന്ന ഒരു മനുഷ്യൻ നമ്മളെല്ലാവരും. എന്നിട്ട് നമ്മളെ ഇങ്ങനെ പിന്നെ വിശപ്പും തന്ന് സൗന്ദര്യവും തന്ന് അങ്ങനെ ദൈവം നമ്മളെ കൊണ്ടുപോവുക. ദൈവം സർവശക്തനാണെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ചിന്തിച്ചോണം. ദൈവത്തിന് നമ്മളെ ഇല്ലായ്മ ചെയ്തിട്ട് വേറെ ആൾക്കാരെ സൃഷ്ടിക്കാൻ പറ്റിയല്ലാഞ്ഞിട്ടാണോ? ഈ മനുഷ്യനെ തന്നെ ഇങ്ങനെ വേണമെന്നുണ്ടോ? വേറെ മാലാഖമാരെ സൃഷ്ടിക്കത്തില്ലേ സ്വർഗം നിറയ്ക്കാനാണെങ്കിൽ? അങ്ങനെ ഒന്നും അല്ലാതെ ദൈവം
നമ്മളെ ആ സർവശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ അതാണല്ലോ. സർവ്വാധികാരമുണ്ട്. നമ്മളെ കൊന്നാലൊന്നും ആരും ചോദിക്കാനൊന്നുമില്ല ദൈവത്തോട്, ചോദിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മളെ ഒരു എന്നതാ ഒരു എന്നാ ഞാൻ എനിക്ക് വേണ്ടി പറയും, ഒരു ഭീറ നമ്മളെ ദൈവം എന്നതിന് ഇത്ര ആവശ്യം നമ്മളെ ഇങ്ങനെ പിന്തുടരുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് നമ്മളെയാണ് ദൈവത്തിന് വേണ്ടത്. നമ്മൾ ഓരോരുത്തരുടെയും സ്വർഗത്തിൽ അവിടെ കുറെ ഇടയുണ്ട്. അവിടെ പരിശുദ്ധൻ പാടാനായിട്ട് കുറെ പേരെ അല്ല ദൈവത്തിന് വേണ്ടത്, നമ്മളെ വേണ്ടത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഭീറ നമ്മളെ ദൈവം ഇതുപോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരി കൂടെ നല്ലപോലെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു നോക്കാൻ നോക്കുന്നില്ലേ. അപ്പൊ അത് നമ്മൾ ഓർക്കണം. ഞാൻ എന്നെ തന്നെ കുറച്ച് എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ അങ്ങ് പിന്തുടരുന്നു. ഇങ്ങേർക്ക് നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കുക, അല്ല ഒരു മലയാളി സൃഷ്ടിച്ച് അങ്ങനെ വെച്ചാൽ പോരെ. അല്ല, നമ്മളെ വേണ്ടിയിട്ടല്ല ഇത് അവസാനം വരെ മനസ്സത്തിൽപ്പെടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവമേ അങ്ങനെയുണ്ട്. അത് ദൈവത്തിന്റെ അത്ര ആ വലിയൊരു കാരുണ്യത്തെ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ നമ്മൾ ദൈവം ഇങ്ങനെ നമ്മളെക്കുറിച്ച് ശ്രദ്ധാലു അല്ലാത്ത പോലെ നമുക്ക് തോന്നിയാലും എന്നോ ശ്രദ്ധിച്ചത് കൊണ്ടുപോകുന്നു. നമ്മളവർക്കൊന്നും അവിടെ പരിശുദ്ധം കേൾക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ അത് ടേപ്പ് വെച്ചാൽ മതിയല്ലോ. അതുപോലെ നമ്മുടെ നമ്മളെ ബ്രെയിൻ തന്നില്ല, ഇത്രയും ബ്രെയിന്, ഇത്രയും ഹാർട്ട്, ഇത്രയും ഓർഗൻസ്. ഞാനിങ്ങനെ എഴുതുന്ന ഇടയ്ക്ക് നമ്മുടെ മനുഷ്യനുള്ള ഇങ്ങനെ സാധ്യതകളെ കുറിച്ച് ഞാനിങ്ങനെ എഴുതിയേ. നമുക്ക് മൈൻഡ്, ഇന്റലക്ട്, ബുദ്ധി, ബോധം, ധൈര്യം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. മനസ്സ്, ഓർമ്മ, ഭാവന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഞാൻ ഓർത്തത് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ എഴുതിയാൽ ഒരു 10-30 ഒക്കെ കാര്യം വരുള്ളൂ എന്ന് ഞാൻ ഓർത്തു. ഞാൻ അങ്ങനെ എഴുതിയിട്ട് 10-600 എഴുതി. എൻ്റെ ദരിദ്രമായ വൊക്കാബുലറി വെച്ച് 10-600 എഴുതി. അതിനകത്തുനിന്ന് ഐഡന്റിറ്റി ഉള്ള ഒരു 10-200 കയ്യിലാണ്. 600 കൂട്ടണ്ട, 10-200 കാര്യങ്ങളേലും എന്നോ ഇതാണെന്നറിയാം നമ്മളീ കിടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ദൈവം തന്നിരിക്കുക. ഞാൻ അന്ന് എന്നെ വലിയ ആശ്ചര്യപ്പെട്ടു പോയി. ഞാൻ ഇതൊന്ന് ചുമ്മാ ചെയ്ത് നോക്കിയപ്പോഴേ അപ്പം ശരിക്കും നമ്മൾ അതെല്ലാം കൂടി എഴുതിയിട്ട് നോക്കി, ഇതെല്ലാം നമ്മളീ കിടക്കുക, നമ്മളീ കിടക്കുക. നേരത്തെ എനിക്കൊരു ഈ ന്യൂമിനസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആശ്ചര്യമാണ്. അതായത് നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടം കേട്ടിട്ടില്ലേ? അപ്പൊ അത് കാണുമ്പോഴത്തേനും ദൈവം ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം, ഇത് നമുക്കിപ്പോഴൊന്നും പിടികിട്ടത്തില്ല. നമ്മുടെ കേരളത്തിൽ വന്ന് പ്രളയമൊന്നും അത് വെച്ച് നോക്കുമ്പോൾ ഒന്നല്ലായിരിക്കും, അല്ലെ പ്രളയം കണ്ടല്ലോ. അന്നേരത്തിന് നമുക്ക് വെള്ളമെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒരു ആശ്ചര്യം വന്നില്ലേ എന്ന് പറഞ്ഞ ഒരു ന്യൂമിനസ് എക്സ്പീരിയൻസ് നമുക്ക് തോന്നും. ഈ ദൈവമേ ഇതെല്ലാം നമ്മൾ വെച്ചിരിക്കുകയാണല്ലോ എന്ന്. അന്നേരം നമുക്ക് നമ്മളെക്കുറിച്ച് തോന്നുമ്പം ഈ പിഷ ചായിക്കുന്ന പഴയപള്ളിയുടെ അടുത്തിരുന്ന് പിഷ ചായിക്കുന്ന ഈ മനുഷ്യനിൽ ഇതുണ്ട്. അവനും ഇത്രയും വലിയ മനുഷ്യനാണ്. ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റിയല്ലാത്ത ഇതെല്ലാം ഉള്ളൊരു മനുഷ്യന്. അതുകൊണ്ടാണ് ഇവൻ ഒരാൾ കൈ ചൂണ്ടുമ്പോൾ നമ്മൾ കൊടുക്കാതിരുന്നാൽ അവന്റെ വലിയൊരു മനുഷ്യനെയാണ് നമ്മൾ ലംഘിക്കുന്നേ. അവൻ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ചിലപ്പം ഒരു ഇതായിരിക്കും, പക്ഷെ അവന്റെ ഉള്ളിലെ വികാരവും വിചാരവും ഇതെല്ലാം ഉള്ള പാക്കറ്റുകളെല്ലാം ഉള്ള ഒരു മനുഷ്യനല്ലേ, ഇത്രയും വലിയ മനുഷ്യനെ. ഇത്രയും വലിയതായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളാകെ കൊടുക്കുന്ന നമ്മുടെ വിശപ്പിന്, നമ്മുടെ ശരീരത്തിനുള്ള വിശപ്പിനുള്ള ഫുഡല്ലേ നമ്മൾ ആകെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ധൈര്യത്തിന് നമുക്ക് കറേജ് എന്നുള്ള ഒരു ഫാക്കൽറ്റി ഉണ്ട്. നമുക്ക് അതിന് ധൈര്യം തന്നില്ല നമ്മൾ പുറത്തിറങ്ങുമോ? പണ്ടൊക്കെ പിള്ളേരെ ഇച്ചിരി നമ്മുടെ ഭയം വന്നു കഴിഞ്ഞാലേ നമ്മളിപ്പം ഇതില്ല, അതായത് നമുക്ക് ബാത്റൂമിലൊക്കെ പോകാം. ചിലർക്കുണ്ട് റൂമിൽ നിന്ന് അപ്പുറത്തോട്ട് ബാത്റൂമിൽ പോലും കയറാൻ പേടിയുള്ള മനുഷ്യരുണ്ട്. അപ്പം ദൈവം നമ്മൾ അറിയുന്നില്ലാഞ്ഞിട്ട് ഇതിനെല്ലാം ഫീഡ് തന്നുകൊണ്ടിരിക്കുക. ദൈവം തീറ്റ വേണ്ടേ? നമ്മുടെ ധൈര്യത്തിന് തീറ്റ വേണം. നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മനസ്സിന്റെ ചിന്തയുടെ ശേഷി അതിനുള്ള തീറ്റ അങ്ങ് തീർന്നു പോയാന്ന് ഓർത്ത് നോക്കി, ഒരു തീറ്റ കിട്ടുന്നില്ലേ? അതുകൊണ്ടല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല മൈൻഡ് ഇങ്ങനെ ഇതായിരിക്കുന്നേ. അങ്ങനെ എല്ലാം നമ്മുടെ ഓരോ ഓർമ്മ പോയില്ലേ മുഴുവൻ. ഓർമ്മ ദൈവം നിലനിർത്തിയിട്ടല്ലേ. നമുക്കല്ലേ ഒരു ബന്ധം വരത്തില്ല. നമ്മുടെ ചിലർക്ക് ഈ രോഗം പിടിച്ചങ്ങനെ ഓർമ്മ പോകുന്നുണ്ടല്ലോ, ഒരു പിടിയില്ല പിന്നെ. അന്നേരം അങ്ങനത്തെ ഇത്ര ഫാക്കൽറ്റികളാണെന്നറിയാം നമുക്ക്. അതെല്ലാം നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇന്ന് വിശ്വാസം പോയ എന്നെ അവസ്ഥയായിരിക്കും എന്ന് ഓർത്ത് നോക്കി. വിശ്വാസത്തിന് നമ്മൾ ഇത്രയും പിടിച്ചു നിൽക്കാനുള്ള ഇതെങ്കിലും തന്നിട്ടല്ല നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. വിശ്വാസം പോയാൽ പറയാൻ പറ്റത്തില്ല. പ്രതീക്ഷയ്ക്കുള്ള ഫുഡ് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു വാന്തരികരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പുഴു സ്റ്റേജിൽ നിന്നൊന്ന് മാറിയിട്ടേ പൂമ്പാറ്റയാകാനുള്ള നേരെ സത്തയിലേക്ക് വരുന്നത് പിതാവിൻ്റെ ശരിക്കും എല്ലാ സ്നേഹസത്തയൊക്കെ ഉദാഹരണത്തിന് ഞാനീ പറഞ്ഞു കേട്ടോ. അങ്ങനെ
ചിലപ്പോൾ മുട്ടയായിട്ടിരുന്നാൽ ചിലപ്പോൾ നമ്മളെ എടുത്ത് പൊരിച്ചു കൂട്ടാൻ സാധ്യത. ഈ പൗലോസ് അപ്പോസ്തലനാണെങ്കിലും 14 വർഷം എടുത്തില്ലേ ഇതൊന്ന് ധ്യാനിച്ചൊക്കെ അങ്ങനെ പറയുന്നത്. കുറെ വർഷം. തേൻ കഴിച്ചു. അതെ 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 അതെ. അത് പൗലോസിനെ നമ്മൾക്ക് ധ്യാനിക്കേണ്ട അത് പറയാല്ലേ. പൗലോസേ, നമ്മൾ പൗലോസിനെ ധ്യാനിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ നമ്മുടെ മനസ്സിലൊരു മനുഷ്യൻ, നമ്മൾ ലേഖനമൊക്കെ വായിക്കുന്നു. അല്ല, പൗലോസിനെ നല്ലപോലെ രണ്ടാമതൊന്ന് റീഡ് ചെയ്യുമ്പോൾ പൗലോസ് എന്നൊരു വ്യക്തിയെ കൂടെ അതിനകത്തൊന്ന് എടുക്കണേ. പൗലോസ് ഈ ലേഖനമൊക്കെ എഴുതുന്ന ജയിലിൽ കിടന്ന മിക്ക ലേഖനങ്ങളും ജയിലിൽ കിടന്നിറങ്ങുന്നു. പൗലോസിനെ കുറിച്ച് പറയുന്ന പൗലോസിലേക്കാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം സ്വർഗത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്കൊക്കെ ദർശനമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈശോ. നേരിട്ട് സ്വർഗത്തിൽ നിന്ന് അല്ല, നേരിട്ട് ഈശോ ഭൂമി വന്ന സുവിശേഷം കൊടുത്തത് ആകെ പൗലോസിന് ഉണ്ടെന്നാ പറയുന്നത്. കറ്റീസൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പൗലോസ്ലിയ, ദൈവത്തിന് നേരിട്ടുള്ള സുവിശേഷം കിട്ടിയ പൗലോസ്ലിയ. പിന്നെ പൗലോസിന്റെ നമ്മളിൽ അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ പൗലോസിന് ഉപയോഗിച്ച തൂവാല ഉപയോഗിച്ചാല് പിശാചുക്കളും പോകും, രോഗം സുഖപ്പെടുമായിരുന്നു. അത്രയും ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കപ്പെട്ട ഒരു പൗലോസ്ലിയ. അപ്പൊ ദൈവത്തിൽ അത്രയും വിശ്വാസമുണ്ട്, അത്രയും ശക്തിയുണ്ട്. ഈ പൗലോസ്ലിയയുടെ ജീവിതത്തില് പൗലോസ്ലിയയ്ക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുന്ന ആ അനുഭവത്തിൽ നമ്മൾ പിടിച്ചിരിക്കണം. കൊച്ചു മുമ്പേ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരവാകുമായിരിക്കുമേ. പൗലോസ്ലിയയുടെ ലിസ്റ്റ് ഇട്ട് പൗലോസ്ലിയ പറയുന്നുണ്ട്, ഒരെണ്ണം മാത്രം നമ്മൾ എടുത്താൽ മതി. എനിക്ക് 5 പ്രാവശ്യം 41 കുറഞ്ഞ് അടി കിട്ടി എന്നല്ല പറയുന്നത്. 5 പ്രാവശ്യമാണ്. അത് യഹൂദ പാരമ്പര്യത്തിലെ അടിയാണ്, അല്ല അവിടുത്തെ റോമ ശിക്ഷയാണ്. 40 പ്രാവശ്യത്തിൽ 39 അടി വെച്ച് 5 പ്രാവശ്യം കിട്ടും. അത് മാത്രം ഒന്ന് ഓർത്തേ. അത് മാത്രം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നത് സാറോ അല്ലെ ടീച്ചറോ ക്ലാസ്സിൽ ഒരു നമ്മൾ മേടിച്ചു കൊണ്ട് കൊടുക്കുന്ന ഒരു ചൂരൽ വെച്ചോ അല്ലെ കാപ്പിയോട് വെച്ച് കൊടുക്കുന്ന അടിയല്ല. പാഷൻ ക്രൈസ്റ്റ് ഉണ്ടല്ലേ, പാഷൻ ക്രൈസ്റ്റിനകത്ത് ഈ ഈശോയ്ക്കോട്ട് കൊടുത്ത അടിയാണ് പൗലോസിലെ. ഈശോയ്ക്ക് 1 പ്രാവശ്യം കിട്ടുകയുള്ളൂ. പൗലോസിലെ 5 പ്രാവശ്യം മേടിച്ച് 195 പ്രാവശ്യം ഈ അടി മേടിച്ചു എന്ന് പറഞ്ഞ് ഈ അടി മേടിച്ച് എനിക്കിട്ട് അതുകൊണ്ട് ഒരടി കിട്ടിയ ഞാൻ ചത്തു പോകും അല്ലേ. കണ്ടില്ലേ പാഷൻ ക്രൈസ്റ്റ് കണ്ടില്ലേ? അവര് ചുമ്മാ പട്ടാളക്കാരടിക്കുന്നു, ചുമ്മാ തമാശ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ അടി മേടിച്ച് ശരീരത്തിൽ നിന്ന് ഇറച്ചി പറഞ്ഞു പോയി. ആരെങ്കിലും ഉണ്ടോ സിംഗിളായിട്ടാ പൗലോസിലെ ഈ ഭാര്യ വല്ലവരും ഉണ്ടോ ഒന്ന് തിരുമ്മി കൊടുക്കാനോ വല്ലോ? ഈ ഇറച്ചിയെല്ലാം പറഞ്ഞു പോയിട്ട് ഇത് പിന്നെയും ഇങ്ങനെ ഇറച്ചിയൊക്കെ പിന്നെയും വന്ന് പിന്നെ എവിടെയായിട്ട് ഒരു പ്രസംഗം പറയും, അന്നേരം പിടിച്ചിട്ടടിക്കും. 5 പ്രാവശ്യം അങ്ങനെ കൊടുത്തപ്പം പൗലോസിലയുടെ ശരീരം അവസാനം എങ്ങനെയായിരിക്കും എന്ന് ഓർമ്മ നോക്കി. വടുവുകൾ കൊണ്ട് മൂടിയത്, വടുവ് മാത്രമേ കാണത്തു. ഞാൻ പൗലോസിലയുടെ സ്റ്റാച്ചു ഉണ്ടാക്കണമെന്ന് കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും അടി മേടിച്ചൊരു മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനത്തെ ഇതല്ല, ഇറച്ചി പറഞ്ഞു പോയ അടികളാണ്. 5 പ്രാവശ്യം കിട്ടും. അത് പിന്നെ സോപ്പിടുമല്ല, ഒന്ന് ക്രമപ്പെട്ട് വരുമ്പോഴത്തേനും പിന്നെയും പിടിച്ചിട്ട് ഇത് വേറെ ശിക്ഷ അതിന്റെ താഴോട്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എടുത്ത് നോക്കിക്കേ. അപ്പം പൗലോസ്ലിയ അവസാനം ആയപ്പോൾ എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ? നമ്മളോർക്കുന്ന ഇപ്പൊ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി നല്ല മിടുക്കനായിട്ട് വെക്കുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പൗലോസ്ലിയ ഇങ്ങനെ ഇത്രയും അടി മേടിച്ച് ഇത്രയും കഷ്ടപ്പാട്, പിന്നെ എല്ലാം പറയുന്നുണ്ട്, വടി കൊണ്ടുള്ള അടി, ബന്ധുക്കാരിൽ നിന്നുള്ള ആക്രമണം, കാട്ടുമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം. ആൾക്കാർ പറയരുത് ദൈവിക മനുഷ്യൻ വല്ലതാണ്, എന്നാൽ കാട്ടുമൃഗം വല്ലതും ആക്രമിക്കുവോ? അങ്ങനെ വള്ളത്തിൽ പോകുമ്പോ അവിടെ വള്ളത്തില് കടലിൽ അപകടം, ബോട്ടിൽ പോകുമ്പോ കപ്പലിൽ പോകുമ്പോ അവിടെ അപകടം. അവിടെ സർവശക്തൻ എന്നല്ല വിശ്വസിക്കുന്നതെന്ന് ഓർക്കണം. ഈ സർവശക്തൻ, ഇത്രയും ഇടപെട്ട സർവശക്തന്റെ ഏറ്റവും ശിഷ്യനാണ് ഈ ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് കയറി ഒന്ന് പറയണം. നമ്മളിപ്പോ ഈശോയെ കുറിച്ച് ഒരു മൈക്കും നല്ല ഇത് ഓഡിയൻസോട് കിട്ടിയാൽ നമുക്ക് നല്ല പ്രസംഗം പറയാം. പൗലോസ്ലിയ ഇത്രയും ഇതൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഈശോ മിശിഹാ വഴിയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഒന്നിനും മാറ്റാൻ പറ്റിയെന്ന് പറഞ്ഞത്. അതാണ്, അത് വിശ്വാസം. ഇത്രയും അനുഭവം ഉണ്ടായിട്ടേ അതിന് അന്നേരം നമുക്കും അത്രയും പറ്റേണ്ടതാണ്. ആത്മാവിലേലുവേ ഒന്ന് ധ്യാനിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അന്നേരം നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളും എല്ലാവേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ആന്തരികമായിട്ട് പറയാൻ പറ്റണം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകണം. അന്ന് പൗലോസിലെ നമുക്കൊന്നും ഊഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സംഭവമാക്കി സഭയുടെ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളാണ്. ഇത്രയും പഠിച്ച ആള്, ടോപ്പ് ലെവൽ എഡ്യൂക്കേഷൻ ഉള്ള ആള്. എല്ലാം ഗമാലിയലിന്റെ പാതപീഠത്തിൽ നിന്ന് പഠിച്ച് ഞാൻ അതിനെല്ലാം ഉച്ചേഷമായിട്ട് കരുതി. പക്ഷെ ഈ ഒരടി നമുക്കിട്ട് കിട്ടിയ സർവശക്തനിലല്ലേ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. അല്ല ചുമ്മാ ഒരു അടുത്ത് കാണുകയും സുവിശേഷം സ്വീകരിക്കുകയും ചെയ്ത പിങ്ങേരെ എവിടെയായിരിക്കുന്നത് സഹായിക്കാനേ നമ്മൾ ഓർത്തു പോവുകയല്ലേ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സാഡിസമാണോ
ദൈവത്തിന് ദൈവം ഇവിടെ നമുക്ക് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ് എൻ്റെ തൂവാല വെച്ചാൽ പോലും രോഗം സുഖപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഗതി നമ്മളെ അതെല്ലാം കഴിഞ്ഞ് ജയിലിൽ കിടന്ന് ഇത് എഴുതുന്നത് ഈ ലേഖനം. ഓരോ ലേഖനങ്ങളുടെ അവസാനമൊക്കെ പോലീസിൽ എഴുതിയിരിക്കുന്നതിന് തന്നെ ഇതാ എന്നാ ഇങ്ങനെയൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എഴുതുന്നത്. നമുക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ധ്യാനിക്കാനൊന്നും ഒരു പിടിയും കിട്ടത്തില്ലേ. എന്നാ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് എഴുതുന്നേ. ഇങ്ങനെ കിടന്നേ നിങ്ങൾക്ക് ഒരു ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ കർത്താവിനോട് മരിക്കാത്ത സ്നേഹം ഉണ്ടായിരിക്കട്ടെ, ഡൈയിങ് ലവ് ഫോർ അവർ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ തോട് പൊട്ടുന്നില്ല. അപ്പം ഈ ചില തൈകളൊക്കെ കിളുത്ത് വരണമെങ്കിൽ ഇതിൻ്റെ തോട് ഇങ്ങനെ പീഡനമൊക്കെ ഏറ്റവും പൊട്ടിയാലത് കിളുത്ത് വരുള്ളൂന്നാണ് പറയുന്നത്. ചില വനത്തിലെ ചെടികളെ തീയൊക്കെ പിടിക്കണം അതിന്, എന്നാലും അതിന് ആ സഫറിങ്ങിലൂടെ പോയാലേ അത് കിളുക്കത്തുള്ളൂ. നമുക്കിങ്ങനെ സേഫ് ആയതുകൊണ്ടേ നമ്മൾ ഭയങ്കര നമ്മൾ നല്ല മിടുക്കരായിട്ട് പ്രാക്ടിക്കൽ എത്തേസ്റ്റായിട്ട് നമ്മളങ്ങ് പോകുമല്ലേ. വിശ്വാസപ്രമാണത്തിലൊക്കെ പറയാം ഈശോയുടെ ഇത് നമ്മൾ ചെല്ലുമ്പോഴേ അതൊന്ന് അങ്ങനെ സ്നേഹത്തോടെ ചെല്ലുവാണെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്കകത്ത് ചെല്ലുന്ന വിശ്വാസപ്രമാണത്തിലെ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഈശോ വഴിയാണ് ഈ പ്രപഞ്ചം എല്ലാ അടുത്ത ദിവസം ഒന്ന് ശ്രദ്ധിക്കണേ, പ്രപഞ്ചം എല്ലാം സംവിധാനം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, ഈ പുത്രൻ നമുക്ക് വേണ്ടി അല്ല, ഈ പുത്രനെ അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി എന്നുള്ള പറഞ്ഞ കിടപ്പുണ്ടേ, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ പുത്രൻ നമുക്ക് വേണ്ടി കന്യാമരത്ത് എന്ന് പറഞ്ഞെന്നാ പറയുന്നത്. നമുക്ക് വേണ്ടി എന്ന് ഇത്രയും വലിയ ആള് നമുക്ക് വേണ്ടി എന്ന് പറയാൻ എനിക്ക് വേണ്ടിയാണല്ലോ. ഈ പുത്രൻ ഈ മനുഷ്യാവതാരം എല്ലാം ചെയ്യുന്ന നമുക്ക് വേണ്ടിയാ, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ലത്തീൻ കുർബാനയിലെ വിശ്വാസ പ്രമാണത്തിൽ രണ്ടാമത് വീണ്ടും പറയുന്നുണ്ട്, ഈ പുത്രൻ നമുക്ക് വേണ്ടി പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ ശ്രദ്ധിച്ച കുരിശിൽ. അങ്ങനെ ഈ പുത്രൻ ചെയ്ത് നമുക്ക് പിടി കിട്ടുന്നില്ല. നമ്മളോട് ഈ കുരിശിൽ മരിച്ചൊന്നും നമുക്ക് അതിനെക്കുറിച്ചൊരു സെൻസേഷൻ കിട്ടുന്നില്ലേ. ഇങ്ങനെ മരിച്ചു സോവാട്ട് എന്നുള്ള രീതിയിലാണ് കുരിശിനെ നോക്കുന്നതേ. പക്ഷെ അന്നേരം ഈ വിശ്വാസപ്രമാണത്തിലൊക്കെ ഒന്ന് ഓർക്കണം, അന്നേരം ഈ പുത്രൻ നമുക്ക് വേണ്ടി ആണെന്നുള്ളതേ. ഒരു കണ്ണീരൊക്കെ പോയാലും കുഴപ്പമില്ല എന്നാൽ. അന്തിമസഭയിലൊക്കെ ഈശോയ്ക്ക് വേണ്ടി മരിച്ച 1.25 കോടിയാണെന്നാണ് പറയുന്നത്. 1.25 കോടി എന്ന് പറയുമ്പോൾ അന്നത്തെ പോപ്പുലേഷന് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ്റെ എത്ര ഉള്ളൂ ഈശോയുടെ കാലത്തെ? 2.5 കോടി. പിന്നെ ഒരു 10 സീസർമാരുടെ കാലത്ത് എല്ലാം കൂടെ ഒരു 5 കോടി കൂട്ടിക്കോ. അതിൽ നിന്നാണ് 2.25 കോടി മരിച്ചതെന്നാണ് പറയുന്നത്, രക്തസാക്ഷികളെ ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത്. അപ്പം അവർ മരിച്ചതിങ്ങനെ ഒരു അബദ്ധത്തിൽപ്പെട്ട് മരിച്ചവരല്ല, അവരുടെ ഓരോരുത്തരോടും ചോദിച്ചേ മഹാപീഡകൾ സഹിച്ചാണ് മരിച്ചത്. അപ്പം അവരെല്ലാം ബുദ്ധിയും ബോധമുള്ള എല്ലാ ഇത് കൊണ്ടുവരുന്നവരാണ് അവർ മരിച്ച്. ഞാനിങ്ങനെ ഇങ്ങോട്ട് വരാൻ നേരത്തുള്ള എൻ്റെ ഉള്ളിലുണ്ടായ സ്ട്രഗിൾ ഉണ്ടായപ്പോൾ ഞാൻ ഈ രക്തസാക്ഷികളെ ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെങ്ത് കിട്ടിയത്. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, നമ്മളിപ്പം കൊച്ചുമുമ്പ് ചോദിച്ചില്ല, ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഇത് കാണത്തില്ലേ, ഒരു യോഗ്യത എന്നുള്ള രീതിയിലേ ഈശോയ്ക്ക്. പക്ഷേ ഈ രക്തസാക്ഷികൾ ഇത്രയും പേര് ജീവനെ സമർപ്പിച്ച് അവരുടെ ജീവനെ സമർപ്പിച്ചിട്ട് ഇവർ ഈശോയെ അങ്ങ് ആശ്ലേഷിക്കുക. അപ്പം ആ ഒരു ചോയ്സ് നമ്മുടെ ഇത് ഇപ്പം നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കുന്നതല്ല, ഉള്ളില് ഇപ്പം ഈ കാലത്ത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചില്ല. ഈ പുതിയ കാലഘട്ടത്തിലുമേ അവര്
ഒരു കേസ് കേട്ടത് അത് മാത്രം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ഒരിടത്ത് ഭർത്താവ് നിൽക്കുന്നു, ഭർത്താവും ഭാര്യയുടെ കയ്യിൽ 2-3 കുഞ്ഞു പിള്ളേരും ഇരിക്കുന്നു. അപ്പം ഭർത്താവിനോട് ചോദിച്ചു, കുഞ്ഞ് പെട്ടെന്ന് വെടിവെച്ചു കൊണ്ടുവേണം അതേലും ഓർക്കാം, ഇങ്ങനെ കുഞ്ഞു കത്തി വെച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ മുറിച്ചായി കൊല്ലുന്നതേ. അപ്പം അന്നേരം ചോദിച്ചു, ഈ ഭാര്യയും കൊച്ചുങ്ങളും നിൽക്കുകയല്ല, അവരുടെ ഫ്യൂച്ചർ എല്ലാം ഈ പിന്നെ മനസ്സിലായി, നീ ഈശോയെ ഏറ്റു പറഞ്ഞാൽ ഈശോയെ ഏറ്റു പറഞ്ഞാൽ ഇങ്ങനെ കൊല്ലും, നീ ഭാര്യയായിട്ട് നല്ലപോലെ ജീവിക്കണമെങ്കിൽ ഈശോയെ തള്ളി പറയണമെന്ന് പറഞ്ഞു. പുള്ളി ഇപ്പൊ നമ്മളാണെങ്കിൽ അവിടെ നിന്ന് ആലോചിക്കില്ല ഇവരുടെ കാര്യം എന്തായി പോയി, ഇവർ ഇത്രയും നിഷ്കളങ്ക, നമ്മുടെ ഭാവിയെക്കുറിച്ച് എല്ലാം ആലോചിക്കുകയല്ലേ. എല്ലാം ആലോചിച്ച് പുള്ളി പറഞ്ഞു, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മരണം ഏറ്റുകൊടുക്കുക. അപ്പൊ നമ്മള് ഇവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഈശോ നോക്കിക്കൊള്ളുകയല്ലേ. അല്ലാത്തപ്പോൾ നമ്മൾക്ക് ഈശോയിലല്ല നമ്മുടെ വിശ്വാസമേ. അവരുടെ ഭാവിയോ അവരുടെ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാൻ പോകുമ്പോൾ നമ്മൾ തന്നെ ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന പോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊന്ന് ഈശോയ്ക്ക് വേണ്ടി വിരിച്ച ഈശോ നോക്കാത്ത അങ്ങനെ അനാഥത്തിൽ വിടത്തില്ല. ഇനി വിട്ടാലും അതും ദൈവത്തിന്റെ ഏറ്റവും പക്വതയിലുള്ള തീരുമാനമല്ലേ. അപ്പൊ അങ്ങനെ എത്ര പേര് ഈ കാലഘട്ടങ്ങളിൽ മരിച്ചു, ചുമ്മാ മരിക്കുകയല്ലേ ഇത്. അവരിങ്ങനെ ഇങ്ങനത്തെ മരണം മരിച്ചു, കുഞ്ഞായിട്ടുള്ള മരണം. ഇവരെ ഇങ്ങനെ ആ ഉപേക്ഷയെ അവരെ അങ്ങനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞ് ഈശോയെ അത്ര സ്നേഹിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. 2 ചോയ്സ് ഉള്ളാകെ, ഒന്നെങ്കിൽ ഈശോയെ തള്ളി പറയുക, ഇവരോടുകൂടെ ജീവിക്കുക, അല്ലെങ്കിൽ ഈശോയെ ഏറ്റു പറയുക, മരിക്കുക, ഇവരെ ഉപേക്ഷിക്കുക, എല്ലാവരും ഉപേക്ഷിക്കുക. പുള്ളി അത് ഏറ്റെടുക്കും. നേരെ അവരിലുണ്ടായ കറേജ് എന്നതായിരിക്കും. നമ്മുടെ ഉള്ളിലും അങ്ങനെ വരുവേ. ഇത് അവിടെ പുറത്ത് വേണമെന്നില്ല. ഉള്ളിൽ ഈ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അത് ഈശോ കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അങ്ങനെ ഓരോ കാര്യത്തിലുവേ ഈശോ അത്ര സ്നേഹയോഗ്യനാണല്ലോ. അല്ല നമ്മൾ വിചാരിക്കുന്നുമില്ല, നമുക്കത് പിടികിട്ടുന്നില്ലാഞ്ഞിട്ടാണ്. അത്ര സ്നേഹയോഗ്യനാണ്. മാത്രം അങ്ങനെ സ്നേഹയോഗ്യത ഉള്ളത് അവൻ മാത്രമല്ല, നമ്മളെ ശരിക്കും ഞാനിങ്ങനെ ഒരു കവിത പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് ഇങ്ങനെ ഈശോയ്ക്ക് ഇങ്ങനെ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ ഓർത്തപ്പം, നമ്മുടെ അമ്മ നമ്മളെ സ്നേഹിക്കുന്ന അമ്മയുടെ മകനായിട്ടാണല്ലോ. നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നത് അപ്പന്റെ മകനോ മകളോ ആയിട്ടാണ്. നമ്മളെ സ്നേഹിക്കുന്ന വേറെ നിവൃത്തിയില്ല സ്നേഹിക്കാതിരിക്കാന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണെങ്കിലും നമ്മളെ സ്നേഹിക്കാനല്ലേ പറ്റത്തുള്ളൂ. അതെല്ലാം ബാക്കി എല്ലാ സ്നേഹങ്ങളും നോക്കി ബൈ ചാൻസുകളാണ് നമുക്ക് അങ്ങനെ കിട്ടി. അല്ലാതെ അപ്പന് കിട്ടിയ ആ കൊച്ചിനെ അല്ലെ മകനെ സ്നേഹിച്ചെന്നേ ഉള്ളൂ. പക്ഷെ സ്നേഹിക്കാൻ വേണ്ടി ദൈവം മാത്രമേ നമുക്ക് അസ്തിത്വം തന്നിട്ടുള്ളൂ. സ്നേഹിക്കാൻ വേണ്ടി, നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി നമുക്ക് എക്സിസ്റ്റൻസ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദൈവം മാത്രമേ ഉള്ളൂ. അന്നേരത്തിന് എനിക്ക് എന്നെ വിളിച്ചോന്നറിയാം, കുഞ്ഞ് കവിതയായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ കവിത ബാക്കി എല്ലാ സ്നേഹങ്ങളും ഊമ്പിനും ട്യൂമ്പിനും ഇടയ്ക്ക് തീരും. അത് കഴിഞ്ഞിട്ട് ആരും തന്നെ വരത്തില്ല. പക്ഷെ ഈശോയുടെ സ്നേഹം മാത്രമല്ല എറ്റേണലുള്ളൂ. ആ സ്നേഹം മാത്രമേ ബൈ ചോയ്സ് ഉള്ളൂ. ബാക്കി എല്ലാ സ്നേഹവും ഒരർത്ഥത്തിൽ ബൈ ചാൻസുകളല്ല. അപ്പൊ ആ സ്നേഹത്തോട് പിന്നെ എനിക്കങ്ങ് ധൈര്യമായി ഈ സ്നേഹത്തോട്. അതെനിക്ക് അങ്ങനെ അത് അങ്ങ് കിട്ടി, ഒരു ധൈര്യം കിട്ടി. പക്ഷേ ഈ സ്നേഹത്തോട് പിന്നെ ആ സ്നേഹത്തോട് അങ്ങനെ പക്ഷെ പറഞ്ഞു തന്നിട്ടാകട്ടോ, അല്ല കിട്ടത്തില്ല. പക്ഷെ അതെന്നെ കൊണ്ട് അങ്ങനെ ധ്യാനിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഈശോയ്ക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. ഞാനങ്ങനെ എന്നും അങ്ങനെ വേറെ ഒന്നിലും അങ്ങനെ പോകാതെ തന്നെ ഈശോ കൊണ്ടുപോകുന്നുണ്ട്. ഞാനാന്ന് പറയുന്നില്ല, അത് വേറെ ഒന്നിലേക്ക് മനസ്സ് വെക്കാതെ ഈശോ സ്വർഗം പോലും അല്ല. ഞാനിങ്ങനെ പണ്ട് എഴുതിയതിനകത്തെല്ലാം ഞാനങ്ങനെ ധ്യാനിച്ചു നോക്കുമ്പോൾ സ്വർഗമോ നരകമൊന്നും അല്ല പ്രശ്നം, ഈശോ മാത്രം പ്രശ്നമാണ്. അങ്ങനെ അതാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇങ്ങനെ ഇത് നോക്കുമ്പോഴേ ദൈവം നമ്മളെ അത് സലസുണ്യാലെന്നൊക്കെ പറയുന്നുണ്ട്, റീസൺലെസ് ലവോടുകൂടിയാണ് നമ്മളെ സ്നേഹിച്ച് ദൈവം സ്നേഹിച്ച് നമ്മളായിരിക്കുന്നതെന്നാണ് അതിനകത്ത് പറയുന്നത്. ഹി ലവ്ഡ് ആൻഡ് വി ആർ, അങ്ങനെയാണ് അതിൻ്റെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ആലോചിച്ച് തന്നെ ഇവനെ സൃഷ്ടിച്ച് ഇവനെ അങ്ങ് സ്നേഹിക്കുക, ഇവനെ സ്നേഹിക്കുക, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഹി ലവ്ഡ് ആൻഡ് വി ആർ. ഇപ്പൊ നമ്മൾക്കൊരു കൊച്ചിന്റെ ജന്മം തന്നെ നമ്മൾ ആലോചിച്ചല്ലോ ഇത്. നമ്മളങ്ങ് സ്നേഹിക്കുന്ന ഒരു കൊച്ചുണ്ടാവുന്നു, അതുപോലെ ഇച്ചിരി നമ്മളെ മനുഷ്യപ്പുരം. പക്ഷെ ദൈവം അങ്ങനെയല്ല, അങ്ങനെ പോലുമല്ല. ഹി ലവ്ഡ് ആൻഡ് വി ആർ. അപ്പൊ ആ സ്നേഹത്തോട് നമ്മൾ ഒരു റീസൺലെസ് ആയിട്ടേ ഒരൊറ്റ സ്നേഹം കൊടുക്കുക പിന്നെ ഉള്ളൂ, ഒരു ചോയ്സ് ഉള്ളൂ നമുക്ക്. അതിനാലോചിച്ച് നീ ദൈവത്തെ സ്നേഹിക്കായിരുന്നു നരകത്തിൽ പോകുമെന്നൊക്കെ പേടിച്ചൊന്നും അല്ലല്ലോ.
അല്ലെങ്കിൽ കൊണ്ടുപോയി സ്വർഗം തരുമോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അങ്ങനെ വേറെയും പറയുന്നുണ്ട്, നമ്മൾ അവസാനം സ്നേഹിച്ച് ചിലപ്പോഴേ ദൈവത്തെ സ്നേഹിക്കാതെ ദൈവസ്നേഹത്തെ മാത്രം സ്നേഹിക്കുന്നത് ഒരു അതിലേക്ക് ഇത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അപകടം കൂടി നമുക്ക് പിടികിട്ടത്തില്ല. അത് നമ്മുടെ ദൈവസ്നേഹത്തെ സ്നേഹിച്ചു പോകും, ദൈവത്തെ സ്നേഹിക്കാതെ. സരസ്വനാണ് പറയുന്നത് കേട്ടോ. അത് ദൈവത്തോട് സ്നേഹത്തിലായിരിക്കാതെ ദൈവസ്നേഹത്തോട് പാടിൻ ലവ് വിത്ത് ലവ് ഓഫ് ഗോഡ്, അങ്ങനെ ആയിപ്പോവും. ഏറ്റവും അപകടം, ഏറ്റവും നമുക്കൊരു കുടി പോലും കിട്ടാത്തൊരു അവസ്ഥയിലൊരു അപകടം ദൈവസ്നേഹത്തോടെ. അത് പേടിക്കണ്ട. പക്ഷെ അങ്ങനെയും കൂടെ ഒരെണ്ണം ഉള്ളിലിട്ടാലേ ദൈവത്തെ മാത്രം, ദൈവത്തിന്റെ പേരിൽ മാത്രം, ഫോർ ദ സേക്ക് ഓഫ് അങ്ങനെ, പിന്നെ മേൽക്കീഴ് നോട്ടമൊന്നും വേണ്ട. അങ്ങനെ നമ്മളാരേലും ഒരു കോളേജിലൊക്കെ പോകുമ്പം ആദ്യം ആ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഒരുമാതിരി സ്മാർട്ടായിട്ടുള്ളവരോടൊക്കെ ആയിരിക്കും ആഗ്രഹം തോന്നുന്നത്. പിന്നെ നമ്മൾ ആരോടെങ്കിലും ഒരു സ്നേഹത്തിൽ പതിക്കാന്ന് കൂട്ടിക്കൂ. എന്നാൽ നമ്മൾ ഇപ്പൊ അങ്ങനെയൊക്കെ പരിഗണിക്കായിരിക്കും. പക്ഷെ സ്നേഹത്തിൽ പതിക്കുന്നത് നമ്മൾ പക്ഷെ നല്ലൊരു സ്നേഹത്തിലാണ് പതിക്കുന്നതെങ്കിൽ നമ്മൾ ആലോചിക്കില്ല ആ പുള്ളിക്ക് ഇതുണ്ടായിരിക്കുമോ, സ്ഥലം ഉണ്ടായിരിക്കുമോ, നല്ല വീടുണ്ടായിരിക്കുമോ, സാഹചര്യങ്ങളുണ്ടാകും, ഒന്നും സ്നേഹം അങ്ങനെ ഒന്നും പരിഗണിക്കാതെ ബാക്കിയൊക്കെ കണക്ക് കൂട്ടിയിട്ടാ പുള്ളി എന്നെ നോക്കുവോ. നല്ലൊരു ചുമ്മാ ഒരു സ്നേഹത്തിലേക്ക് അങ്ങ് വീണാല് അങ്ങനെ കണ്ണും കാതും ഇല്ലാതൊരു ഇതാ. സ്നേഹത്തിന് പകരം സ്നേഹം എന്നുള്ള രീതിയിൽ ദൈവത്തോട് ഈശോയോടും അതായിരിക്കും. ഈശോ ഇങ്ങനെ ഈ ഇത്രയും സൃഷ്ടാവൊക്കെ ആണെങ്കിലും പന്നി നമ്മുടെ അടുത്തോട്ട് വന്നിട്ടേ ഒരു കുഞ്ഞായത് കുരിശ് മരിക്കുന്നു എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ പൊട്ടത്തരം കാണിക്കല്ലേ, പൊട്ടത്തരം കാണിച്ച് സ്നേഹം ആകർഷിക്കാൻ വേണ്ടി അല്ലെ ജെറുസലേമിന്റെ ദേവാലയത്തിന്റെ മണ്ടേന്നൊക്കെ ചാടിക്കാണിച്ചാല് പിശാച് പ്രലോഭനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് തോളെ കൈയടാവുന്ന രീതിയിൽ ഒരു മനുഷ്യനായിട്ടേ നമ്മുടെ അടുത്ത് വന്നു. അപ്പൊ അങ്ങ് സ്നേഹിച്ചാൽ മതി, ബാക്കി എല്ലാ ഈശോ നോക്കിക്കോളൂ. അങ്ങനെ ഇത് കൊടുത്തിട്ടേ ഏറ്റവും പ്രസന്റിലായിരിക്കാൻ നമ്മൾ ആലോചിച്ചാൽ സ്നേഹം അല്ലാതാവും. അതെ, ആലോചിച്ചാൽ നമുക്ക് ഞാനിപ്പോ കുടുംബം പിള്ളേരും ഫാമിലി ഒക്കെ ഉള്ളല്ലോ. അപ്പം ഇവരെന്ന് ചിലപ്പം ആൾക്കാർ ജോലി ചെയ്യുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിപ്പം ഞാനിപ്പോ സൗദിയിലായിരിക്കും പോയിട്ടില്ല. അപ്പൊ എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം പറയുന്നത് നല്ല സൂപ്പർ ബന്ധം. അത് ഏത് ടൈമിൽ ഒരു വേറെ ഫോക്കസ് ഇല്ല. ഫാമിലിയുടെ ഒപ്പം നിൽക്കുമ്പം ഫാമിലി പ്രശ്നം 100 പ്രശ്നങ്ങൾ നിൽക്കണം. അതിനൊപ്പം ദൈവത്തോട് ഒന്നിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ ബാക്കിയുള്ള ഒപ്പം നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടുകയെന്ന് വെച്ചൊരു പരീക്ഷ തന്നെയാണ്. അത് പരീക്ഷകളാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ എപ്പോഴും പെട്ടുപോകുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ ആൾക്കാർ നമ്മൾ ഓപ്പോസിറ്റ് അവരെ നമ്മൾ റിയാക്ഷനത്തിന് നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുന്നത്. പക്ഷെ നമുക്കിപ്പൊ എന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിക്കുന്നത് തന്നെ നമ്മൾ ഓർക്കും. നമ്മൾ പള്ളി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവമേ ഒന്നെങ്കിൽ സ്ഥലത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ പണത്തിന്റെ കാര്യമോ അപ്പോഴോർക്കും മാമോനും. അപ്പോഴേ നമുക്ക് ഓർമ്മ തരുന്നുണ്ട് ദൈവം. ഈ രണ്ടും കൂടെ ഇപ്പം കൊണ്ടുവന്ന് ദൈവത്തിന് തന്നെ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു വിവരം ഇപ്പം കിട്ടുന്നത്. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. നമ്മൾ പള്ളി ഇരിക്കുമ്പോൾ നമ്മളിപ്പോ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരും, കുർബാന നടക്കുന്നുണ്ടെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു അതെല്ലാം ഫാമിലി പ്രശ്നമായിട്ട് അതിന്റെ കുരിശ് വരിക്കുമ്പോൾ നമ്മൾ സാധാരണ പണ്ട് കുരിശ് വരിക്കുമ്പോൾ 100 വട്ടം കാര്യങ്ങൾ കുരിശ് വരിക്കുന്ന പേരിന് വേണ്ടി ഇരിക്കുക, അല്ല അപ്പൻ അടി തരുമെന്ന് പറഞ്ഞ് അവസാനം സുഖിയും കൊടുത്തിട്ട് പെട്ടെന്ന് തീരാനാണ് നോക്കുന്നത്. അപ്പം അങ്ങനെയുള്ള 100 വട്ടം പ്രശ്നങ്ങളിനകത്തോട് പോകുമ്പോ അങ്ങനെ പറയാം. കൊച്ചിനോട് പറയാം, നമ്മൾ ഈ പരിപാലനയുടെ കാര്യം ഇപ്പം നമ്മൾ ആലോചിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ ആലോചിച്ചാലും ഞങ്ങൾ ആദ്യം വന്നപ്പോഴൊന്നും പോലും ഇങ്ങനെ പരിപാലന ഇങ്ങനെ ഫ്രാൻസിസിനൊക്കെ കൊടുത്തിട്ടുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് കിട്ടുമെന്നുള്ള നമുക്ക് അങ്ങനെ ഉറപ്പില്ലേ. എന്നാൽ ഞാൻ ഓർത്തുകൊണ്ട് തന്നെ പൊടിമറ്റത്ത് കുറേ അച്ഛന്മാരും സിസ്റ്റേഴ്സിനെ കോളേജെത്തിയവരൊക്കെ അറിയാം. അവരോടൊക്കെ 50 രൂപ മേടിച്ച് അവർ 3-4 പേര് തന്നാൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് പോകാൻ. എങ്ങനെ ഗസ്റ്റ് വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ. പക്ഷേ അന്ന് തൊട്ടാ ഞാൻ പറഞ്ഞില്ലേ, ആ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിന്റെ തിരുനാള് ആ മെയ് 24, 91, 96, 24 തൊട്ട് ഇന്ന് വരെയും ദൈവം പരിപാലിക്കുക. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് ആലോചിച്ച് ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷെ നമുക്ക് എന്നോട് ഒരാൾ ഈ പാറ എവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ
ഡോക്ടറാ. അപ്പം പുള്ളി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു, നീക്ക് ഇനി ഇതിൽ കിട്ടാതെ വന്നാൽ ആരും കൊണ്ട് തരാതെ ആരും വരാതെ ഒക്കെ ഇരുന്നാൽ എന്നാ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ആവശ്യം ദൈവം പൊടിച്ചു തരും. ഞാൻ ധൈര്യത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇസ്രായേൽക്കാരൻ്റെ കാര്യം ഓർത്തേ. ഇസ്രായേൽക്കാര് മുമ്പേ എന്ന് പറഞ്ഞില്ലേ, ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ ഒരു 6 ലക്ഷം പേര് പട്ടാള ശേഷിയുള്ളവരാ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ശക്തിയുള്ള ഒരു 6 ലക്ഷം പേരുണ്ട്. ആ കൂട്ടത്തിൽ അവരുടെ അപ്പന്മാരുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരുണ്ട്. അങ്ങനെ 10-20 ലക്ഷം 30 ലക്ഷം ഒക്കെ കൂട്ടാം നമുക്ക്. അത്രയും വലിയൊരു ജനനിധിയാണ്. ഇവരെ മരുഭൂമിയിൽ കൂടെ ദൈവം കൊണ്ടുപോകുമ്പം ഇവർ അവിടെ നിന്ന് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് അല്ലാതെ വേറെ ഡ്രസ്സില്ല. ആ ഡ്രസ്സ് അവർക്ക് വളർന്ന കൊച്ചുങ്ങളാണ്, വളരുന്നതനുസരിച്ച് ഡ്രസ്സ് വളർന്നു. എല്ലാം അങ്ങനെയായിരുന്നു. ഈ ഇത്രയും ലക്ഷം പേരെ മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷി എല്ലാം കൊടുത്ത് ദൈവം തന്നെയല്ലേ പരിപാലിച്ച്. 40 വർഷം 1-2 ദിവസമല്ല. ആ ദൈവത്തിന് നമ്മളെ പരിപാലിക്കാൻ അത് നമുക്ക് വിശ്വാസം വേണം. 2-3 ദിവസം എല്ലാം ചെയ്യോ. ഇത് എടുത്തു പറയുന്നുണ്ട്. വസ്ത്രമൊക്കെ അത് തന്നെയായിരുന്നു. അവരിറങ്ങിയ വസ്ത്രം തന്നെ. വസ്ത്രം വളർന്ന നേരം ഇവർ വളരുന്നതനുസരിച്ച് ഒരൊറ്റ വസ്ത്രം. പക്ഷെ അവരിലുള്ള പെറുകുറുപ്പ് കാരണം അത്രയും വർഷം നീണ്ടുപോയെന്നല്ലേ അതൊരു ശിക്ഷയായിട്ട്. അതെ, അങ്ങനെ വേണമായിരിക്കും. അത് അങ്ങനെ എഴുതി വഴി തിരിഞ്ഞു പോയതല്ല അതിന്റെ. അതായത് ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് കാനാൻ നാട്ടിലോട്ട് വരാൻ 1-2 ദിവസം മതി. 2-3 ദിവസത്തിന്റെ പ്രശ്നമുള്ളൂ. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നിന്ന് 12 ചാരന്മാരെ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ ചാരന്മാരെന്ന് പറഞ്ഞാൽ ഈ ഇവർ കയറാൻ പോകുന്ന നാട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി വിട്ടു. 12 ചാരന്മാരെന്ന് അതിനകത്ത് ഇവരൊക്കെ ഉള്ളത്, നമ്മുടെ യോശുവയും കാലബും ഒക്കെ ഉള്ളത്. അപ്പൊ അവര് ചെന്നിട്ട് ഇവര് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ രാക്ഷസ മനുഷ്യരുണ്ട്. ഈ വലിയ രാക്ഷസ മനുഷ്യർ, ഭയങ്കര പൊക്കവും വണ്ണമുള്ള വലിയ രാക്ഷസന്മാരുള്ള നാടാ അവിടെ. രാക്ഷസന്മാര് ഇവരെല്ലാം കൂടി അവിടെ നിന്ന് എല്ലാം പമ്പിയിരുന്ന് കണ്ടിട്ട് ഇവര് തിരിച്ചു വന്ന് മോശയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുക. മോശയോട് പറഞ്ഞു, അയ്യോ പറ്റത്തില്ല, നമ്മൾ അവരുടെ ഇടയിൽ പച്ചക്കുതിര പോലെയുള്ള അത്രയും കുഞ്ഞ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും അവിടെ കയറി കീഴടക്കാൻ പറ്റിയായിരുന്നു ഇവര് പറഞ്ഞു. പക്ഷെ യോശുവയും കാലവും പറഞ്ഞു ദൈവസഹായത്തെ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവരോട് പറഞ്ഞു, ഇവരുടെ 10 പേരുടെ ഇതാണല്ലോ, ഇവരോട് പറഞ്ഞു നിങ്ങള് ഈ 10 പേരുടെ വിശ്വാസ രാഹിത്യമാണെന്ന് ഓർത്തണം. ഈ 10 പേരുടെ വിശ്വാസ കുറവ് കാരണം മോശ വഴി ദൈവം പറഞ്ഞു, നിങ്ങൾ അത് വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഒരു ദിവസത്തിന്, ഇവര് 40 ദിവസമാണ് പോയി ഈ സ്പൈ ചെയ്തത്, ഈ ചാരപ്പണി ഇങ്ങനെ നോക്കിയത്, ഈ കാനാൻ നാട് നിരീക്ഷിച്ചത്. അപ്പൊ അതിന് 40 ദിവസം നിരീക്ഷിച്ചിട്ട് അവൻ ഈ റിപ്പോർട്ട് പറയുന്നത്, ഈ 10 പേരും നെഗറ്റീവായിട്ടേ. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, 40 ദിവസം നിരീക്ഷിച്ചു, ഒരു ദിവസത്തിന് പകരം 1 വർഷം വെച്ച് 40 വർഷം തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് വചനത്തിൽ അങ്ങനെ. അപ്പൊ ഒരു വർഷത്തിന് ഒരു ദിവസത്തിന് 1 വർഷം വെച്ച് 40 വർഷം അങ്ങനെ ഇസ്രായേൽക്കാർ മരുഭൂമി കൂടെ കറങ്ങുന്നു. അപ്പൊ അവരുടെ അത് ഈ വിശ്വാസത്തിന്റെ പരിശീലനമല്ലേ വേണ്ടതേ. അതുകൊണ്ട് ദൈവം അങ്ങനെ വിട്ടതാ. ഒരു ശിക്ഷയാണ്, പക്ഷെ അതൊരു പരിശീലനമാണ്, രക്ഷാമാർഗവും കൂടെയാണ്. അങ്ങനെ അപ്പൊ അതങ്ങനെ അത്ര പരിശീലിച്ചെടുക്കുക. ദൈവത്തിന്റെ സർവശക്തിയിൽ വിശ്വസിച്ചാല് അവർക്ക് ഈജിപ്തിനെ വേണേലും കാനാൻ നാട് ആക്കാവല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം നല്ലപോലെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന് പരിശീലനം കൊടുത്തേ. ദൈവം പിതാവ് സ്നേഹമാണെന്നേ. ഇസ്രായേലിനെ വേണമെങ്കിൽ ദൈവത്തിന്റെ സർവശക്തി ആ ദൈവത്തിന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈജിപ്തിനെ പാലും തേനൂരുന്ന് കാനാൻ നാട് അവരെ മാറ്റി കളഞ്ഞാൽ പോരെ. മരുഭൂമിയെ വേണേ കാനാൻ നാടാക്കാം, ദൈവം സർവശക്തന ആണല്ലോ. പക്ഷെ ദൈവം ഇങ്ങനെ സ്വാഭാവിക രീതികളിലൂടെ ദൈവത്തിന്റെ എങ്ങനെ അവിടുത്തെ ശാശ്വത സ്നേഹത്തിനാന്ന് പറഞ്ഞ മലയാളം തന്നെയാണ് ചഞ്ചല സ്നേഹത്തിന് ഇത് കൊടുക്കുക. അതാണ് എല്ലാം. അത് നമ്മുടെ ബൈബിള് വായിച്ചു വരുമ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ. ബൈബിൾ ഇങ്ങനെ ഇവരൊക്കെ പ്രവാസം കഴിഞ്ഞേച്ച് അവരെ അതുപോലെ പീഡനമേറ്റ് പ്രവാസം കഴിഞ്ഞ് ദേവാലയം തകർത്ത് എല്ലാം കൊണ്ടുപോയി ഇസ്രായേൽക്കാർ തിരിച്ചു വരുമ്പോഴും അവർ പാടുന്ന പാട്ടതാ, കർത്താവേ അങ്ങയുടെ സ്നേഹം അചഞ്ചലമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ ആ സെന്റൻസ് വായിച്ച് നമ്മൾ കരഞ്ഞു പോകും. അതുപോലെ അവരെ ഞെരുക്കി പീഡിപ്പിച്ച് ഇപ്പം പരുസിലേക്ക് കിട്ടുന്ന പോലത്തെ അതിൽ ജനത തന്നെ ബാക്കി ഗോത്രങ്ങൾ ഏതാണ്ട് എല്ലാം തീർന്നു പോയി. ഈ ഇത് യൂദാഗോത്രമേ ഉള്ളൂ കൂടുതലായിട്ട് അവശേഷിക്കുന്നത്. എന്നിട്ടും അവർ ഈ പാട്ടും തപ്പും കൊട്ടി പാട്ടും പാടിയാ വരുന്നു. ദൈവമേ അങ്ങയുടെ സ്നേഹം അചഞ്ചലമാണെന്ന് പറഞ്ഞു. അത് ബൈബിളിൽ 3-4 ഇടത്ത് അങ്ങനെ പറയുന്നുണ്ട്. ബുദ്ധി കൊണ്ട് ആലോചിച്ച് പിടികിട്ടത്തില്ല. ബുദ്ധിക്ക് അപ്പുറമാണ്. ബുദ്ധി കൊണ്ടല്ല മെഡിറ്റേഷൻ. ഇത് വചനത്തിൽ നമ്മൾ വചനം വിശ്വസിക്കുക നമ്മൾ ചെയ്യേണ്ടതേ. ബുദ്ധി കൊണ്ടും നമ്മൾ പഠനം കൊണ്ടും വചനം തന്നെ പഠിച്ചാൽ, ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉദാഹരണം പറയുന്നത്, അതായത് വചനം തന്നെ നമ്മൾ പഠിച്ചു നോക്കിയാലും
ഇപ്പം എന്നതാ നസറത്തിൽ നിന്ന് നന്മ വരികയല്ലെന്നല്ലേ അവർ യഹൂദ പാരമ്പര്യത്തിൽ അവർ പഠിച്ചിട്ട് അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതാണ് നസറത്തിൽ നിന്ന് നന്മ വരികയില്ല എന്ന്. അങ്ങനെ പക്ഷെ നസറത്തിൽ നിന്ന് നോക്കിക്കേ, നന്മ വരികയില്ലെന്ന് അവർ പഠിച്ച് കണ്ടെത്തിയ നസറത്തിൽ നിന്ന് നന്മയല്ല, ദൈവം തന്നെ വന്നു. അങ്ങനെ നമുക്ക് കാണാൻ പറ്റാതെ വരികയും ഗലീലയിൽ നിന്ന് പ്രവാചകൻ വരികയില്ലെന്നാണ് പറഞ്ഞ് അവർ പഠിച്ചു നോക്കിയിട്ടു. 1-2 അടുത്ത് അങ്ങനെയാണ് പറയുന്നത്. പഠിച്ചു നോക്കുക എന്നാ അവർ പറയുന്നത് പ്രവാചകൻ വരികയില്ല, പഠിച്ചതിലില്ല. പ്രവാചകൻ വരികയില്ലെന്ന് പറഞ്ഞിടത്താണെന്നാണ് പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കിയവ വന്നതെന്ന് ഓർത്ത് നോക്കണം. അങ്ങനെ വചനം അങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് പഠിച്ചാൽ അങ്ങനെ പ്രശ്നം വരും. മാതാവ് ബെത്ലഹേമിൽ ആണ് ഉണ്ണീശോ ദൈവം മിശിഹാ ജനിക്കും എന്നുള്ള പ്രവചനം കിടക്കുന്നത്. മാതാവ് നസറത്ത് കിലോമീറ്റർ അകലെ. മാതാവിനോട് ദൈവദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ മിശിഹായെ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞു. മാതാവ് അന്നേരം ബെത്ലഹേമിൽ, മാതാവിന് നല്ലൊരു വചനം അറിയാം, ബെത്ലഹേമിൽ എങ്ങനെ എനിക്കാനിരിക്കുന്നു, ഇപ്പോൾ ഇവിടെ എങ്ങനെ സംഭവിക്കും, പിശാചിന്റെ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് മാതാവ് വേണേൽ ചിന്തിക്കുക മലയ അല്ലെന്നേ. പക്ഷെ മാതാവ് അത് വിശ്വസിച്ചു. അങ്ങനെ അതുകൊണ്ട് ദൈവത്തിന് സാധ്യമാണല്ലോ. ബെത്ലഹേമിൽ കൺസീവ് ചെയ്യപ്പെട്ട ഗർഭം ധരിക്കപ്പെട്ടാലും നസറത്തിൽ ഗർഭം ധരിപ്പിക്കപ്പെട്ടാലും ബെത്ലഹേമിൽ വചനം അനുസരിച്ച് ഉണ്ണീശോയെ പറപ്പിക്കാം ദൈവത്തിന്. അപ്പൊ നമ്മളങ്ങനെ മാതാവിന്റെ ആ വിശ്വാസം ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ നോക്കുമ്പം ഈ നസറത്തില് കാര്യങ്ങളൊന്നും വചനവും അനുകൂലവും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാലും വചനം പോലെ ദൈവം അവിടെ ഇത് ചെയ്തോളും. വചനം പറയുന്നത് ചിലപ്പോൾ നസ്രത്തിൽ നിന്നായിരിക്കുമല്ലേ ദൈവം നമ്മളോടിപ്പം പറയുന്നത് നസ്രത്തിന്റെ ചുറ്റുവട്ടത്തിലായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ആ വിശ്വാസം, നമുക്ക് വിശ്വാസം ദൈവിക പുണ്യങ്ങൾ 3 വളരുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാവേ. അതിന് വില കൊടുക്കണ്ടേ, ബാക്കി നമ്മുടെ ഫ്യൂച്ചറിനൊന്നും അല്ല വില കൊടുക്കണ്ടേ. ഇത് 3 വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ ഇതാ നമ്മൾ ചുമ്മാ ഉള്ള ദൈവത്തിലല്ലല്ലോ. അതിന് ഇച്ചിരി വില കൊടുക്കണം. അല്ല ചുമ്മാ നമുക്ക് അത് ഒരു പോയിന്റ് വരും. അത് പോയിന്റ് നമുക്ക് നല്ലപോലെ അറിയാം. ഒരു പോയിന്റ് വന്നേച്ചാണ് ദൈവം കാര്യങ്ങൾ ഇത് എടുക്കുന്നത്. നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ നല്ലപോലെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ പോയിന്റിൽ എന്നെ തീരുമാനം എടുക്കും എന്ന് ദൈവം നോക്കും. എന്നാലും വിശ്വാസം ഉള്ളല്ലോ നമുക്ക്. ദൈവത്തിന് അങ്ങനത്തെ അല്ലാത്ത സഹതാപൊന്നും കാണത്തില്ല. ജോസഫിനെ നയിച്ചോളും കേട്ടോ. അങ്ങനത്തെ വചനത്തിലെല്ലാം ധ്യാനങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കണേ. ദൈവം നമുക്കും ഒരു സ്വപ്നം തരും, ജോസഫിന് തന്നപോലെ. സഹോദരങ്ങൾ വന്ന് അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്ന ഒരു കുമ്പിടുന്ന ഒരു സ്വപ്നം നമുക്ക് ആദ്യം തരും. അത് നമ്മൾ ജോസഫ് വിശ്വസിച്ചു, നമ്മളും അത് വിശ്വസിക്കണം. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു, അത് ദൈവം തരുന്ന. അപ്പൊ ആ സ്വപ്നം അങ്ങനെ കണ്ടേച്ച് നമ്മൾ ഇച്ചിരി കഴിയുമ്പോഴത്തേനും, ഈ സ്വപ്നം കണ്ടേച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേനും നമ്മൾ സ്നേഹപൂർവ്വം സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ ആദ്യം നമ്മളെ കൊല്ലാനായിരിക്കും തീരുമാനിക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മളെ പിടിച്ച് ചിരങ്ങുണ സഹതാപം കാണിച്ചേക്കാന്ന് പറഞ്ഞാൽ പൊറ്റക്കിണറ്റിൽ ഇട്ടേക്കാൻ തീരുമാനിക്കും. പക്ഷെ അതും കൊല്ലുന്നതിനെ തുല്ലുക, അവിടെ കടന്നു പോകുമല്ലേ ഉള്ളൂ. പക്ഷെ അന്നേരമാണ് ഈ ഈജിപ്തിൽ നിന്നുള്ള ഇത് വരുന്നത്, വ്യാപാരികൾ വരുന്നത്. അന്ന് ഇവനെ അങ്ങ് വിറ്റേക്കാൻ പൈസയും കിട്ടും. അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം. അവിടെ അവർ മേടിച്ചുകൊണ്ട് പോയി പൊത്തിപ്പറിന്റെ വീട്ടിലുണ്ടാക്കുന്നു. അവിടെ നല്ല സ്വഭാവത്തോടെ ജീവിച്ച് ജോസഫിനെതിരെ ആ സ്ത്രീയിൽ നിന്ന് ഇത് വരുന്നു. അപ്പം ജോസഫ് നോക്കുമ്പം ഒന്നിന് പുറകെ രണ്ടായിട്ട് ഒരു സ്വപ്നം തന്നു ദൈവം. പിന്നെ കാണുന്ന എല്ലാം നെഗറ്റീവാ അല്ലേ. ഒരു കുഴപ്പമില്ലാതെ ജോസഫിനെ ജയിലിലും ആക്കി, ജയിലിൽ കിടന്ന് അവിടെ ഒരു വ്യാഖ്യാനമൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ഫറവോയ്ക്ക് സ്വപ്നം ഉണ്ടാകും. പക്ഷെ ഈ ജോസഫ് ഇവിടെയാണെങ്കിൽ ഈ ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഈ സ്ത്രീ ഉപദ്രവിച്ച് ഈ പുള്ളിയെ ജയിലിൽ ഇട്ടില്ലെങ്കിൽ ഇവർ രണ്ടും അവിടെ മറ്റൊരു ജയിലിൽ വന്നിട്ടാണല്ലോ ഇത്. അപ്പൊ ഈ ഓരോ സ്റ്റെപ്പും നമ്മൾ നല്ലൊരു നോക്കി കഴിയുമ്പോൾ ജോസഫിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മാനുഷിക യാത്രകളാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നെഗറ്റീവാണ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ. പക്ഷെ അവസാനം നോക്കിക്കഴിയുമ്പോൾ ഇതേ ചില നിമിഷം കഴിഞ്ഞപ്പോൾ ജോസഫ് തടി മുടിയൊക്കെ എല്ലാം പഠിച്ചു കളഞ്ഞ് നല്ല മിടുക്കനായിട്ട് ഫറവോ കഴിഞ്ഞ അടുത്ത ആളായി എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ഫറവോയ്ക്ക് പോലും മുന്നിലാണ് വെച്ച്. അത്രയും ഇതിലേക്ക് ദൈവം മറ്റൊരു ഒന്ന് കുമ്പിടുകയും ചെയ്തു. അപ്പൊ നമുക്ക് തരുന്ന സ്വപ്നങ്ങളെ ദൈവത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആ സ്റ്റെപ്പേ.
അത് മുന്നോട്ടുള്ള സ്റ്റെപ്പായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവ് അല്ലേ, ഒരു ആശ്വാസവും ഇല്ലാത്ത സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ നയിക്കുന്നത്. ഇത് ജോസഫിന് അങ്ങനെ ഒരു വിജയം ഉണ്ടായത് പറയാനല്ല, നമ്മുടെ ആത്മാവില് ദൈവം തന്ന ഈ വലിയ വിളിയും ഈ ഇതുവേ സാധ്യതകളും ആക്ച്വലൈസ് ചെയ്യാനുള്ള ദൈവത്തിന്റെ മാർഗങ്ങൾ ഇങ്ങനെയുണ്ട്, നമ്മളെ വിശ്വസിക്കാനല്ല. ജോസഫ് അങ്ങനെ പോയി ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയ അല്ല ഈജിപ്തിന്റെ ഭരണാധികാരിയായെന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ അങ്ങനെ ഒരു കാര്യമില്ലല്ലോ, അതിൽ വിശ്വസിക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ദൈവം തന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ദൈവത്തിന്റെ വഴി ദൈവത്തിനുണ്ട്. അത് നമ്മൾ നോക്കുമ്പം പൊട്ടക്കിണറും കാരാഗ്രഹവും ഒക്കെ ആയിരിക്കും, പക്ഷെ അവിടെ നിന്നാണ് അങ്ങനെ കൊണ്ടുപോകുന്നേ. എന്നാലും വിശ്വസിച്ചോണം, കർത്താവ് എപ്പോഴും കൂടെ ഉണ്ടെന്ന് ജോസഫിനെ കുറിച്ച് എഴുതിയിട്ടുമുണ്ടേ. സങ്കീർത്തനത്തിലുണ്ടത് എല്ലാം സഹിച്ച് ഇവിടെ എല്ലാം വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുക. അവൻ പറഞ്ഞത് അവൻ പൂർത്തിയാകോളം ദൈവം അവനെ പരീക്ഷിച്ചെന്ന് എഴുതിയിരിക്കുന്നു. സങ്കീർത്തനത്തിലുണ്ടല്ലോ അങ്ങനെ. മറ്റേ അടിമയുടെ റിങ് അല്ലേ? ആ, ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ, നേരെ നോക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് ഇടുന്നതേ. ആ, അതുപോലെ നമ്മുടെ ആന്തരികമായിട്ട് ഒരു ഉരുമ്പോട്ട നമ്മളിൽ മുറുകുന്നുണ്ട്. കഴുത്തിന് വേദന എടുക്കാറില്ല ടെൻഷൻ കൂടുമ്പോൾ, നേരെ ഇരിക്കുന്നു നല്ലപോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഓരോ ഇവിടെ എല്ലാം ഭയങ്കര വേദന ഉണ്ടാവും അല്ലേ, ഇവിടെ നെർവസ് സിസ്റ്റം എല്ലാം കൂടെ ഒന്ന് ഭയങ്കര ഞെരുക്കം. അത് നല്ലൊരു നോക്കിയാൽ മതി, അങ്ങനെ ഉണ്ടാകും നമുക്ക്. അത് ഈ ഇരുമ്പോട്ടം മുറുകുന്നത് അത് ആന്തരികമായിട്ടേ ഫിസിക്കൽ അതിലെല്ലാം പിടിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരു പൂമ്പാറ്റ അങ്ങ് പറക്കാൻ തുടങ്ങും. ഒരു പൂമ്പാറ്റ അങ്ങ് പറക്കാൻ തുടങ്ങും.